Recording in progress. Hi everyone, very good evening. Good evening, sir. Oh, good evening. Good evening, good evening. So, എല്ലാരും mock exam ഒക്കെ എഴുതിയോ? എല്ലാരും mock exam ഒക്കെ എഴുതിയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും? Sir. Okay, then how was the exam? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഡിസംബർ എക്സാമിന്റെ ആണ്, ഡിസംബർ 2020 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആക്ച്വലി നമ്മൾ ഷെയർ ചെയ്തിരുന്നത്. എല്ലാം ചെയ്തല്ലോ അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. സോ ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നത്. നമ്മുടെ ഒരു ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻ, ദെൻ അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിന്റെ ഒരു ക്വസ്റ്റ്യൻ, ദെൻ നമുക്ക് അതേപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ഒരു ഏരിയ എന്നൊരു ക്വസ്റ്റ്യൻ പോലെ ഉണ്ടായി. ഐ മീൻ ക്രിട്ടിക്കൽ അപ്രൈസൽ അല്ല, matters to be considered before accepting the engagement പോലെ. Then we have got a question on normal matters to be considered and further actions. Finally, we have got a question on from the area of other information. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഏരിയക്ക് എത്തുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിരുന്നത് അല്ലേ? ഓൾറൈറ്റ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഡയറക്ട്ലി വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻസ് ഇറ്റ്സെൽഫ്. സോ ഐ ഹോപ്പ് യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആരെങ്കിലും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ യു ഡു വൺ തിങ്, ഈ സെഷന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് അറ്റൻഡ് ചെയ്യണമെന്നില്ല. എല്ലാവരും ക്വസ്റ്റ്യൻസ് ചെയ്തവർ മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യുക, ബിക്കോസ് നൗ വി ആർ ഗോണ ഡിസ്കസ് ദ ആൻസേഴ്സ് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് വിച്ച് ഹാവ് വി ഓൾറെഡി ഡൺ. അപ്പോൾ ആരെങ്കിലും ആ ക്വസ്റ്റ്യൻസ് വായിക്കാണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൻസേഴ്സ് മാത്രം കേട്ടതുകൊണ്ട് അതിനൊന്നും പ്രയോജനമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ആർക്കെങ്കിലും പിന്നീട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. എന്താണെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്തവർ മാത്രം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഓൾറൈറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് ഏരിയ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നു, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്നത് ഇറ്റ്സ് September or December 2020 sample question. And ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ഏരിയ തന്നെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടോക്കിംഗ് അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് കിട്ടിയിരുന്നത് ആദ്യം എന്തായിരുന്നു? ഇറ്റ് വാസ് എ ക്വസ്റ്റ്യൻ ഓൺ ദ ഓഡിറ്റ് റിസ്ക് അല്ലെ, നോർമൽ റിസ്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കിട്ടിയിരുന്നത്, 50 മാർക്ക് ക്വസ്റ്റ്യൻ. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് അതേപോലെ തന്നെ എന്തുണ്ട്, രണ്ട് 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിരുന്നു. അതേപോലെ തന്നെ നമുക്ക് രണ്ട് 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോളിനെ ബേസ് ചെയ്ത് വന്നേക്കുന്നതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. Then same as that നമ്മുടെ second question, another 10 mark question that is based on the matters to be considered before accepting the engagement. Then you have got another question of another 15 marks. And our 15 marks in the question എന്ന് പറയുന്നത് it's purely based on matters to be considered and further action, and the very last question is based on other information. Okay, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് 50 മാർക്സ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആ ഫസ്റ്റ് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളോട് ആസ് യൂഷ്വൽ എപ്പോഴും ചോദിക്കാറുള്ള പോലെ തന്നെ ഫസ്റ്റ് 50 മാർക്ക് ക്വസ്റ്റ്യൻ അത് റിക്വയർമെന്റ് എന്തായിരുന്നു? ഇറ്റ്സ് അബൌട്ട് എ റെസ്പോൺസ് ദാറ്റ് യു നീഡ് ടു പ്രൊവൈഡ് ടു ദ ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ. ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർക്ക് നിങ്ങൾ കൊടുക്കാനായിട്ടുള്ള റെസ്പോൺസിനെ കുറിച്ചായിരുന്നു നിങ്ങളുടെ 50 മാർക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ലെറ്റ്സ് ഡു വൺ തിങ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. നമുക്ക് അപ്പോൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് നോക്കാം. വെൽ ബിഫോർ ദാറ്റ് ബെറ്റർ വി വിൽ ജസ്റ്റ് ഡു വൺ തിങ്, വി വിൽ ജസ്റ്റ് ഗോ ആൻഡ് ഫൈൻഡ് ദ റിക്വയർമെന്റ്. ഓഡിറ്റ് റിസ്ക് ആണോ, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണോ, ഏതാണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിനെ നോക്കാം. ഓക്കെ, സോ അപ്പം ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് യൂസിങ് ദി ഇൻഫർമേഷൻ ഇൻ ഓൾ എക്സിബിറ്റ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എക്സിബിറ്റ് നിങ്ങളോട് ഏതാണ് നോക്കാൻ പറഞ്ഞേക്കുന്നത് നോക്കണം. വെദർ നിങ്ങളോട് 3 and 4 എന്ന് പറയുന്ന എക്സിബിറ്റ് ആണ് നോക്കാൻ പറഞ്ഞേക്കുന്നത്, എല്ലാ എക്സിബിറ്റിന്റെ ബേസിസിലാണ് ഇത് വരുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങളോട് സ്പെസിഫിക്കലി ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂസിങ് എക്സിബിറ്റ്, ഓൾ ദി എക്സിബിറ്റ്, നിങ്ങൾ എല്ലാ എക്സിബിറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവണം. ഇവാലുവേറ്റ് ദ ഓഡിറ്റ് റിസ്ക്. ഓഡിറ്റ് റിസ്ക് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ എഴുതുന്നുണ്ടാവും? വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ ഡിറ്റക്ഷൻ റിസ്ക് ആസ് വെൽ ആസ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മക്കളെ വരിക? ഇറ്റ് വിൽ ഇൻക്ലൂഡ് ബോത്ത് ദ ഇൻഹെറന്റ് റിസ്ക് ആൻഡ് ദ കൺട്രോൾ റിസ്ക്. അപ്പൊ നമ്മൾ എല്ലാ റിസ്കിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ നോട്ട് കിട്ടിയിട്ടുണ്ട് സ്പെസിഫിക്കലി. നോട്ടിന് അത് പറഞ്ഞേക്കുന്നത് എന്താ? യു ആർ നോട്ട് റിക്വയർഡ് ടു കൺസിഡർ ദ ഓഡിറ്റ് റിസ്ക് റിലേറ്റിംഗ് ടു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസസ് ആസ് ദിസ് വിൽ ബി പ്ലാൻഡ് സെപ്പറേറ്റ്ലി. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണ്ടെന്ന്, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസും ബാലൻസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസ്കുകൾ എഴുതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ കൊണ്ടുപോയിട്ട് ഫോറക്സിന്റെ റിസ്ക് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ അത് പ്രത്യേകം കൺസിഡർ ചെയ്തോണം, ഇങ്ങനെ എന്തെങ്കിലും നോട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്ന്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ആസ് എ യൂഷ്വൽ ക്വസ്റ്റ്യൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സാധാരണ നിങ്ങളോട് രണ്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് 10 മാർക്കിന്. പക്ഷെ 5 മാർക്കിന് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ, ബിക്കോസ് ഇവിടെ റിസ്കിന്റെ വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. 26 മാർക്സിനാണ് റിസ്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് അവർ ചോദിച്ചു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
ഇവിടെ കൊടുത്തേക്കുന്ന സെഗ്മെന്റൽ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ്, evaluate the matters to be considered in deciding whether Pegasus and companies should accept the engagement to provide advice on group social and environmental information. അപ്പൊ ഇവരെന്തോ ഒരു സോഷ്യൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇൻഫർമേഷനെ കുറിച്ച് നമ്മളോട് അഡ്വൈസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ആ അഡ്വൈസ് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇത് എന്ത് തരത്തിലുള്ള ക്വസ്റ്റൻ ആണ്? ഇറ്റ്സ് എ നോർമൽ എത്തിക്സ് പാർട്ട് അല്ലെ? എത്തിക്സിന്റെ ക്വസ്റ്റൻ ആണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. യൂഷ്വലി വരാറുള്ള പോലെ തന്നെ 10 മാർക്ക് വെയിറ്റേജിലാണ് എത്തിക്സ് പാർട്ട് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. Then respond to my request regarding the use of audit data analytics to enhance the audit efficiency, effectiveness and quality in the group audit. അതുപോലെ തന്നെ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഡേറ്റ അനലിറ്റിക്സിന്റെ യൂസേജിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഇവര് ക്വസ്റ്റിനകത്ത് എന്തോ ഡേറ്റ അനലിറ്റിക്സിന്റെ യൂസേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നതിന്റെ ബേസിസിൽ നിങ്ങളുടെ ഓഡിറ്റിന്റെ എഫിഷ്യൻസി യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡേറ്റ അനലിറ്റിക്സ് എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലിറ്ററലി പറയുകയാണെങ്കിൽ നിങ്ങളോട് ഇൻ ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഈ ഒരു റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വി ഹാവ് ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ദാറ്റ്. ആൻഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വൺസ് റിക്വയർമെന്റ് വായിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഫോക്കസ് ഈസ് ഓൺ ദി സിനാരിയോ. ആൻഡ് സിനാരിയോ മൊത്തം വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ എഴുതി തുടങ്ങാൻ പാടുള്ളൂ. ഒരു കാരണവശാലും സിനാരിയോ വായിച്ചു തീരുന്നതിന് മുന്നേ ആൻസേഴ്സ് എഴുതി തുടങ്ങാൻ പാടില്ല. കാരണം ആസ് ഐ ഓൾവേസ് യൂസ് ടു മെൻഷൻ യു, സിനാരിയോസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ ഉണ്ടാവാം. ആ ബന്ധങ്ങൾ മനസ്സിലാവണേ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കണം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു നോക്കുക എല്ലാവരും. ഓക്കെ, ഓൾറൈറ്റ്. ഇനി it is 1st July 2015. You are the manager in the audit department of P&C Company, a firm of chartered certified accountants. You are assigned for the audit of Crest Group, which has financial year ending 30th September 2015 and is a listed entity. P&C Company was appointed for the audit to the group in Jan 2015. The group operates in travel industry, offering selection of worldwide itineraries and has a fleet of 20 cruise ships. The group operates 3 brands which provides different types of cruise experience. And നിങ്ങൾക്ക് എന്തൊക്കെയാണ് എക്സിബിറ്റിന്റെ അകത്ത് തന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു മെയിൽ തന്നിട്ടുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, ഒരു മീറ്റിംഗ് നോട്ടിന്റെ എക്സ്ട്രാക്റ്റും തന്നിട്ടുണ്ട്. ഇത്രയാണ് തന്നേക്കുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് വൈൽ റീഡിങ് എ ക്വസ്റ്റ്യൻ, നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞേക്കുന്ന കാര്യം എന്തായിരുന്നു? യു നീഡ് ടു മാർക്ക് ദ ഇയർ എൻഡ് അല്ലേ? ഇയർ എൻഡ് എന്താണെന്നുള്ള കാര്യം മാർക്ക് ചെയ്യാം. ഏതാണ് മക്കളെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഇയർ എൻഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 30th September 2015. എന്നിട്ട് ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്നാണ് അപ്പോയിന്റഡ് അയക്കുന്നത് എന്നുള്ള കാര്യം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദെൻ എന്നാ ഇവിടെ അപ്പോയിന്റഡ് അയക്കുന്ന ഇവര്? January 2015. Is it a period within the current year or before the current year? Within the current year. Within the current year. Within the current year ആണെങ്കിൽ അവിടെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? New audit client. Exactly, it's a new audit client അല്ലേ? New audit client ആണ് ഇവര്. So if they are a new audit client, definitely we used to mention about multiple risks in relation to a new audit client. ഒരു new audit client ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ റിസ്ക് ആയിരിക്കാം ബേസിക്കലി വരുന്നത്? Detection risk. Exactly. Balances would be detection risk വരും. And opening balances will be misstated. Okay, opening balances will be misstated. Let's do one thing. Since we are having time, we will elaborate that. എന്ത് കാരണം കൊണ്ട് അവിടെ ഡിറ്റക്ഷൻ റിസ്ക് വരുന്നത്? when there is a new audit client, ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. എന്ത് കാരണം കൊണ്ട് അവിടെ ഡിറ്റക്ഷൻ റിസ്ക് വരുന്നത്? lack of skills and experience. Exactly. New audit client ആവുമ്പോഴത്തേനും എന്തുണ്ടാവില്ല? We won't be having adequate amount of knowledge about the client അല്ലേ? ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ആകുമ്പോൾ ക്ലയന്റിനെ കുറിച്ച് നോളജ് ഉണ്ടാവില്ല, ക്ലയന്റിന്റെ ട്രാൻസാക്ഷനെ കുറിച്ചും ബാലൻസിനെ കുറിച്ചും അക്കൗണ്ടിങ് പോളിസീസിനെ കുറിച്ചിട്ടൊന്നും. സോ there can be chances that ഓഡിറ്ററായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് അപ്പിയർ ചെയ്യുന്ന മിസ്റ്റേക്സ് ഓരോന്നും ട്രേസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ അവിടെ എന്ത് റിസ്ക് ആയിരിക്കും വരുന്നുണ്ടാവുക? there is a possibility of having the detection risk. അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ആകുമ്പോഴത്തേനും അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഓപ്പണിംഗ് ബാലൻസസ് മിസ്റ്റേറ്റഡ് ആയിരിക്കും. കാരണം എന്താണ്? because auditor is not having sufficient knowledge about the prior year closing balances, and if the prior year closing balances are not brought forward to the current year accurately, there can be chances that the opening balances might be misstated. അപ്പോൾ ഇതാണ് നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്ന 2 റിസ്കുകൾ. ഓക്കെ, ഇനി ഇവിടെ ഇത് എന്തെങ്കിലും ലിസ്റ്റഡ് എൻറ്റിറ്റി ആണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടോ? Yes. ഉണ്ടോ?
Yes, sir. Yeah, listed entity ആണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. Then newly listed ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? No, sir. ഇല്ല. അപ്പൊ ന്യൂലി ലിസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. സോ ദർ ഇസ് നോ റിസ്ക് ഇൻ റിലേഷൻ ടു ദാറ്റ്. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എപ്പോൾ ഒരു സിനാരി കിട്ടിയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻട്രോഡക്ടറി പാരഗ്രാഫിന്റെ അകത്ത് നിന്ന് ഏതൊക്കെ റിസ്ക് ഉണ്ടോന്നാണ്. ഒന്ന്, ന്യൂ ക്ലയന്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. രണ്ടാമത് നോക്കണം എന്താണ്, ന്യൂലി ലിസ്റ്റഡ് ആണോ എന്നുള്ള കാര്യം നോക്കണം. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും നോക്കുന്നുണ്ടാവണം കേട്ടോ. ഒന്ന് ന്യൂലി ലിസ്റ്റഡ് ആണോ, ഒന്ന് ന്യൂ ക്ലയന്റ് ആണോ. ഇവിടെ ഒരു ക്രൈറ്റീരിയ മാത്രം മീറ്റ് ആയി, അതാണ് ന്യൂ ക്ലയന്റ് ആണ്, പക്ഷെ എന്തല്ല, ന്യൂലി ലിസ്റ്റഡ് അല്ല. ഓക്കെ, അപ്പൊ വി ഹാവ് ഗോട്ട് എ റിസ്ക് ഫ്രം ദേർ. അപ്പൊ അവിടെ നമുക്ക് അതിന് മാർക്ക് ഒപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. ജസ്റ്റ് വി വിൽ ഗോ ത്രൂ ദിസ്. I have provided you with some information which you use to help the planning audit of our new client, the Crux Group, the financial year ending 30th September 2015, and they haven't given any other information in relation to that, and they have given as a detailed information about the company's background. അപ്പോൾ നമുക്ക് കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. The group operate cruises under 3 brands which offer passenger a variety of cruise itineraries with a wide choice of destinations. Cruises typically last for 2 weeks, though some last for up to 6 weeks. The brands are internally generated, therefore not recognized as an intangible asset within the group financial statements. Information about the 3 brands operated by the group is as follows. Sunseeker Cruises, cruises which visit the beach destination in Caribbean, Europe and North America. Explorer Cruises, cruises which focus on visiting cities and landmarks around the world. Pioneer Cruises, cruises which take in areas of natural beauty including the Antarctic and Alaska. So they have just given us a detail about 3 of their brands, and ഈ 3 ബ്രാൻഡിന്റെ അണ്ടറിലാണ് അവർ റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ആ ബ്രാൻഡ് എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ് ആണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ബ്രാൻഡിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് നോക്കാം. ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ടാവാം. ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, Sunseeker Cruises. In the financial year, the group will spend 75 million on upgrading and maintenance of Sunseeker cruise ships. This luxury ship have adherence to very high standards. So group regularly incurs high expenditure on their maintenance as well as refurbishment. Several ships has been enhanced by the installation of new entertainment facilities including cinemas and gyms. Equipment in the gym will need to be replaced on every 3 years. നിങ്ങളോട് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നിങ്ങളോട് ഇവിടെ പറഞ്ഞു അവർ 75 മില്യൺ കറണ്ട് ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ക്രൂസ് ഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഹൈ ലക്ഷറി സ്റ്റാൻഡേർഡിലുള്ള ഷിപ്പാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദേ ആർ സ്പെൻഡിങ് എ ഹ്യൂജ് എമൗണ്ട് ഓൺ മെയിൻ്റെനൻസ്. റീഫർബിഷ്മെന്റ് നടത്തിയതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ എക്സ്പെൻസസ് അവർക്ക് ഇൻകർ ആയിട്ടുണ്ട്. അവർ കുറെ പുതിയ എന്റർടൈൻമെന്റ് സിസ്റ്റംസും കാര്യങ്ങളും കൊണ്ടുവന്നു, സിനിമാസും ജിംസും ഒക്കെ കൊണ്ടുവന്നു. നമ്മളോട് പറഞ്ഞു ഈ ജിം എക്വിപ്മെന്റ് ഒക്കെ എന്ത് ചെയ്യണം, എല്ലാ 3 ഇയേഴ്സും കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ദേ ആർ ഗിവിംഗ് സം സെറ്റ് ഓഫ് ക്ലൂസ്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ they have given us an overview about the property, plant and equipment. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 1520 ആണ് കറണ്ട് ഇയറിലേത്. ആക്ച്വലി പ്രയർ ഇയർ സ്പെൻഡ് ചെയ്ത് എത്രയാണ്, 1510 ആണ്. ഓക്കെ, സോ what are the risks associated to this? What all are the risks associated to this? Misclassification of capital and revenue expenditure. Misclassification of capital and revenue expenditure. Yeah, well, you can talk about that. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യമേ PPയുടെ ഫർദർ കാര്യങ്ങളും കൂടെ വായിച്ചു നോക്കണ്ടേ? ഓക്കെ, അപ്പൊ മിസ്ക്ലാസിഫിക്കേഷൻ ഉണ്ടോന്ന് അറിയാൻ വിൽ ജസ്റ്റ് ഡു വൺ തിങ്, വി വിൽ റീച്ച് ഹിയർ ആൻഡ് വി വിൽ ഗോ ത്രൂ ദാറ്റ്. അപ്പം പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽസ് തന്നിട്ടുണ്ടെന്ന് വെച്ചോ എലോങ് വിത്ത് ദ സിനാരിയോ, അങ്ങനെയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവണം, ഫിനാൻഷ്യൽസും സിനാരിയോയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, സോ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നോട്ട് നമ്പർ 3 പറഞ്ഞിരിക്കുന്നത് അല്ലേ? യാ, നിങ്ങളോട് പറഞ്ഞു ഷിപ്സ് ഇൻ യൂസ് കറണ്ട് ഇയറിൽ എത്രയാണ്, 2041 ഉണ്ട്, പ്രയർ ഇയർ 2010 ആണ്. ഷിപ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ പ്രയർ ഇയർ 6283. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് കറണ്ട് ഇയറിൽ വന്നു കഴിയുമ്പോൾ 180. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 784 ആയി. ക്യാരിങ് എമൗണ്ട് അത്രയാണ്. വെൽ, നമുക്ക് മച്ച് ഇൻഫർമേഷൻ ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അല്ലെ? അവരെന്തൊക്കെയോ ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കാരണം അവർ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത്.
അപ്പം there are no much information from that area. അപ്പം ഇതിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് പറയാം എന്തൊക്കെയാ പ്രശ്നങ്ങൾ. അപ്പൊ നിങ്ങൾ ഡയറക്ട്ലി പറഞ്ഞു കമ്പനി എത്ര ഈ പ്രാവശ്യം സ്പെൻഡ് ചെയ്തേക്കുന്നത് 75 million ആണ് കറന്റ് ഇയറിൽ സ്പെൻഡ് ചെയ്തേക്കുന്നത്. Is there any scope for the calculation of materiality? ഉണ്ടോ? മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇവിടെ? മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഇവിടെ? എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് റിസ്കിന് ആൻസർ എഴുതിക്കൊണ്ടിരുന്നത്? മറന്നുപോയെന്ന് പറയണ്ടേ? എങ്ങനെ ഓഡിറ്റ് റിസ്കിന് ആൻസർ എഴുതിക്കൊണ്ടിരുന്നത്? നമ്മൾ റിസ്കിനെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു അല്ലേ? ഏതൊക്കെയാണ് കാറ്റഗറി? ഒന്ന് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഉള്ളത്, ഒന്ന് എന്തായിരുന്നു ജനറൽ കേസിൽ ഉള്ളത്. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ രണ്ടാമതായിട്ട് എന്താ ചെയ്യേണ്ടത്? അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്താന്ന് മെൻഷൻ ചെയ്യാം. മൂന്നാമതായിട്ട് റിസ്ക് എന്താന്നുള്ള പറയാ. പ്ലസ് ആ റിസ്ക് കാരണം കൊണ്ട് എന്ത് ഇമ്പാക്ട് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് വരുന്നതെന്ന് എഴുതുക. ജനറൽ നേച്ചറിലാണ് എന്ത് ചെയ്താൽ മതി? ഐഡന്റിഫൈ ചെയ്യുക. എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓവറോൾ ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്താന്നുള്ള പറയാം. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞിരുന്നത്. ഇനി ഇവിടെ പറഞ്ഞേ, is it a risk which is based on accounting treatment or on general case? Accounting treatment based ആണോ general case based ആണോ ഇത്? Accounting treatment based ആണ് ഇത്. So ഏതാ സ്റ്റാൻഡേർഡ്? ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള ഒരു ഓഡിറ്റ് റിസ്ക് ആണ് ഇത് അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? ഏറ്റവും സിമ്പിൾ ആയിട്ട് ആദ്യം എന്ത് ചെയ്യണം? 75 million മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പറ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്താ? വാട്ട് ഈസ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ദാറ്റ് ഈസ് റിക്വയർഡ് ഹിയർ? എന്താ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഇവിടെ വേണ്ടത്? IAS 16 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് പ്രകാരം നമ്മൾ എങ്ങനെയുള്ള ഒരു എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്? Installation cost should be capitalized and maintenance cost should be expensed. Okay, fine. And what is the reason for that? എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അത് പറയേണ്ടത് നമ്മൾ. IAS 16 പ്രകാരം എന്ത് കാരണം കൊണ്ടാണ്? ഒരു ഇൻക്രീസ് ചെയ്യോ അല്ലാന്നുണ്ടെങ്കിലോ economic benefit generated from the asset എത്രയാണോ അതിലൊരു ഇൻക്രീസ് ക്രിയേറ്റ് ചെയ്യോ ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്തായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടാവുക? ക്യാപിറ്റലൈസേഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് സബ്സിക്വന്റ് മെഷർമെന്റ് നമ്മൾ നടത്തുന്നുണ്ടാവുക. And all other expenses which have not contributed to the useful life or the ability to generate economic benefit should be treated as a revenue expenditure and must be debited within the profit and loss account. ഇവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിക്കലി what will be the risk here? എന്തായിരിക്കും റിസ്ക്? അവരെ ടോട്ടൽ എമൗണ്ട് 75 million ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം? ക്യാപിറ്റലൈസ് ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവാം എന്ന് പറയാം. The amount that are relating to the revenue nature might also have been included within the value of the asset, thereby leading to overstatement of എന്തായിരിക്കും? Understatement ഉണ്ടാവുന്ന എന്തിന്റെ ആയിരിക്കും? Expenses understated ആയിരിക്കും. Okay, revenue expenditures understated ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിസ്ക് എന്ന് പറയാ. ഫൈൻ. വേറെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? എന്റർടൈൻമെന്റ് സിസ്റ്റം. എന്റർടൈൻമെന്റ് സിസ്റ്റത്തിന് എന്താ പ്രശ്നം? അത് മേ ബി it's a complex asset. Exactly. It's a complex asset അല്ലേ? നമ്മൾ പണ്ട് തൊട്ടേ എപ്പോഴും ഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കോംപ്ലക്സ് അസറ്റിന് എക്സാമ്പിൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? ഓക്കെ. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഇവര് സ്പെസിഫിക്കലി നിങ്ങളുടെ അടുത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവര് ഷിപ്പ് ഉണ്ടാക്കി, ഷിപ്പിന്റെ അകത്ത് ഇവർ എന്തുണ്ടാക്കിയിട്ടുണ്ട്? സിനിമാസും ജിംസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ജിമ്മിന്റെ കാര്യം ഇവർ സ്പെസിഫിക്കലി എടുത്തു പറഞ്ഞു. ജിമ്മിന്റെ റീപ്ലേസ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 to 3 ആവറേജ് 3 years ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സിനിമാസിന്റെ തന്നെയാണെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോംപ്ലക്സ് അസറ്റ്. അപ്പം ഈ കോംപ്ലക്സ് അസറ്റ്സിന്റെ ഈച്ച് ഓഫ് ദി കോമ്പോണന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? സെപ്പറേറ്റ്ലി ഡിപ്രീഷിയേറ്റ് ചെയ്യണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോൾ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ അവർ ഒരുമിച്ച് ചാർജ് ചെയ്തിട്ടുണ്ടാവും ഓൺ ദ ടോട്ടൽ അസറ്റ്. അങ്ങനെയാണെങ്കിൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് എന്താവാം? അൺടെസ്റ്റഡ് ആവാം. അതേപോലെ തന്നെ പ്രോഫിറ്റും പ്രോഫിറ്റിന്റെ കാര്യം പറയണ്ട, എക്സ്പെൻസിന്റെ കാര്യം മാത്രമേ അണ്ടർസ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവാം. ഓക്കെ, ഫൈൻ. ഇനി ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? വേണമെങ്കിൽ സ്പെസിഫിക്കലി എടുത്ത് പറയാം. കറന്റ് ഇയറിലെ ന്യൂ ഡിപ്രിസിയേഷൻ ഉണ്ടല്ലോ, ന്യൂ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവണം? അവർ അസറ്റ്സിന് മേലെ ചാർജ് ചെയ്തിട്ടുണ്ടാവണം. ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് അവർ ന്യൂ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല.
അതുപോലെ തന്നെ ന്യൂ ഡിപ്രിസിയേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള പോളിസീസും അവർ എന്ത് ചെയ്യുന്നുണ്ടാവണം, എസ്റ്റിമേറ്റ്സ് ആൻഡ് പോളിസീസും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടാവണം. ദേ ക്യാൻ ബി ചാൻസസ് ആയിട്ട് അത് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇതായിരിക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക്. മനസ്സിലായോ എല്ലാവർക്കും? Yes, sir. പെർഫെക്റ്റ്. ഇനി നെക്സ്റ്റ് Sir, യാ ഒരു ഡൗട്ട്. ഈ ജിമ്മ് 3 months അല്ല 3 years കൂടുമ്പോ റീപ്ലേസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ ഇവര് പ്രൊവിഷൻ വെക്കാൻ ചാൻസ് ഉണ്ടെന്ന് എഴുതാൻ പറ്റുമോ? എന്തിനാ പ്രൊവിഷൻ? ഈ റീപ്ലേസ്മെന്റിന് അവര് അല്ല, ഇത് അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവരെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇവര് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ജിം എക്യുപ്മെന്റ് എവറി 3 years ഇവർ എന്ത് ചെയ്തോണ്ടിരിക്കണം, റീപ്ലേസ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ലിറ്ററലി ആ ജിം എക്യുപ്മെന്റ് അവർ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന എത്ര പീരീഡിലേക്കായിരിക്കണം? ഓവർ 3 year പീരീഡിലായിരിക്കണം ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ചിലപ്പോൾ ചാൻസസ് അവർ ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള പീരീഡിലേക്ക് ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊവിഷന്റെ കാര്യം പറയണമെന്നില്ല കേട്ടോ. സർ, അപ്പം ഈ എക്യുപ്മെന്റിന്റെ റീപ്ലേസ് ചെയ്യുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? പറയാം. അഡീഷണലി പറയാം അതൊക്കെ. അതായത് നമുക്കിപ്പം യൂഷ്വലി പറയാറുള്ള പോലെ തന്നെ പുതിയ അസറ്റ്സ് കൊണ്ടുവരുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് മിഷനറീസ് എന്ത് ചെയ്യണം എന്ന് പറയാം, റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളത് പറയാം. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ അവിടെ അഡീഷണൽ ആയിട്ട് ഇപ്പം സെയിൽ അല്ലെ ഡിസ്പോസലൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയാം, അതിന്റെ പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, നോൺ കറന്റ് അസറ്റ് രജിസ്റ്റർ എന്നുള്ള റെക്കഗ്നീഷനും എക്സ്ട്രാ ആയിട്ട് പറയാം. ഓക്കെ. നമ്മളിപ്പം ഡയറക്ട്ലി ഉള്ള പോയിന്റ്സ് മാത്രം പിക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫൈൻ. എക്സ്പ്ലോറർ ക്രൂസസ്. The Explorer cruise ship, while still luxurious, are the oldest ships in the fleet, and the group is gradually replacing these with new ships. During the financial year, 2 new ships with a total cost of 110 million will come into use. Ships usually took 3 years to build and were constructed by Vela Shipbuilders Company, a company which is owned by the group. However, the chairman of the group, which is not owned by the group. However, the chairman of the group, Max D, is also the chairman of Vela Shippers Company, and his son is the company's CEO. The purchase of the ship was financed through a 110 million loan with a fixed interest rate of 6% per annum. The further 3 ships are currently under construction by Vela Shipbuilders. The group has taken out a loan of 180 million with a 6.5% fixed rate to finance this capital expenditure. Paraya, endake ivide ullathu? Related party transaction. Super. Related party transaction. Seriyalle? Namukku endu parayam? It represents a related party transaction as per the standard IAS 24. കാരണം എന്താണ്? നമുക്കറിയാം ഈ രണ്ട് കമ്പനിയിലെയും ചെയർമാൻ സെയിം തന്നെയാണ്, ആസ് വെൽ ആസ് ചെയർമാന്റെ സൺ ആണ് ഈ കമ്പനിയിലെ CEO. So it represents a direct related party transaction. And related party transactions ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ മെറ്റീരിയൽ പറയാം. Is it a material transaction? Yes. കാരണം എന്താണ്? On the basis of its nature, related party transaction is always assumed to be material. അടുത്ത അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പറയാം. As per IAS 24, related party transactions ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? Nature of related party transactions, the amount of transaction involved, any allowances any allowances or expenses recognized in relation to the related parties outstanding balances. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? disclosures adequate chances that the company might not have provided adequate amount of disclosures in relation to the related party transactions. അങ്ങനെയാണെങ്കിൽ related party transactions and disclosures എന്തായിരിക്കും? Materially misstated ആയിരിക്കും. Okay, clear ആയല്ലോ എല്ലാവർക്കും? Fine. പിന്നെ വേറെ നമുക്കുള്ള ഇഷ്യൂ? Is there any other issue? Qualifying asset. borrowing cost. Again, it's another simple point. It's a qualifying asset. ശരിയല്ലേ? കാരണം എന്താണ്? ഇവര് പറഞ്ഞിട്ടുണ്ട് എത്ര ഇയേഴ്സ് കൊണ്ടാണ് ഇവർ ഈ അസറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കൺസ്ട്രക്ഷൻ? 3 years. Yeah, it takes a substantial period of time to get the intended use for the asset. Therefore, we can call it as a qualifying asset as per the standard IAS 23 borrowing cost. And ഈ പറഞ്ഞ ക്വാളിഫയിങ് അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് നമ്മൾ എന്താ പറയുന്നത്? Interest cost should be capitalized. For the period of the construction, the interest cost and the finance expenses incurred in relation to the loan taken for the construction process must be included as part of the capitalization expenditures. And അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
It would be expense. Yeah, there can be chances that the company might have treated it as an expenditure in the statement of profit or loss. അങ്ങനെ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറയാം? പ്രോഫിറ്റ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും, എക്സ്പെൻസസ് എന്തായിരിക്കും? ഓവർസ്റ്റേറ്റഡ്. ഓക്കെ ഫൈൻ. ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഓൾഡ് ഷിപ്സ് ഇമ്പയർ ചെയ്യാൻ. ഓക്കെ ഫൈൻ, എക്സാക്ട്ലി. അവർ ഓൾഡ് ഷിപ്സ് കുറെ അവരുടെ ഫ്ലീറ്റിലുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് അതിന് പകരമായിട്ടാണ് അവർ ന്യൂ ഷിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് അബൌട്ട് ദി ഇമ്പയർമെന്റ് ഓഫ് ദി ഓൾഡ് ഷിപ്സ്. ഓൾഡ് ഷിപ്പിന്റെ വാല്യൂ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമ്പയർമെന്റ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് പറയാനായിട്ടുണ്ടോ? സർ, യെസ്. രണ്ട് ലോൺ എമൗണ്ടും രണ്ടിന്റെ മേളിൽ ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാമോ? അത്രയും ജഡ്ജ്മെന്റിലേക്ക് പോകണമെന്നില്ല. ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോൺ ഉണ്ട് അവർക്ക്. ഇത് നിങ്ങൾക്ക് എന്ത് പറയാം? ഇതിപ്പം കറണ്ട് ഇയറിൽ എടുത്ത ലോൺ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായോ? ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ് അല്ലേ? ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തിനെ കുറിച്ച് പറയാം? രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, ലോൺ കോവിനൻസിന്റെ കാര്യം പറയാം. എപ്പോഴും നമ്മൾ റിക്കറിംഗ് ആയിട്ട് പറയാറുള്ള പോയിന്റ് അല്ലേ ലോൺ കോവിനന്റിന്റെ? ലോൺ കോവിനന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാറുള്ളത്? കമ്പനി ഈ പ്രാവശ്യം തന്നെ സിഗ്നിഫിക്കന്റ് ലോൺ എടുത്തിട്ടുണ്ട് അല്ലേ? എത്രയൊക്കെ കമ്പനി ലോൺ എടുത്തേക്കുന്നത്? 110 million ലോൺ എടുത്തിട്ടുണ്ട്, 180 million ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ലിറ്ററലി എത്ര മില്യൺ ആയി? 200 അല്ല, 200 അല്ലല്ലോ, 300 million ലോൺ എടുത്തു. 290 അല്ലേ? 290 million ലോൺ എടുത്തിട്ടുണ്ട് കമ്പനി. 290 million ലോൺ എടുക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? there can be chances that existing loan covenants breach ആയിട്ടുണ്ടാവും. existing loan covenants breach ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ടാവും എന്തായിരിക്കും? Additional interest expense. അഡീഷണൽ ആയിട്ടുള്ള അങ്ങനെയല്ല, നമ്മൾ എന്താ പറഞ്ഞ ഇവിടെ ഒരു we need to repay the loan. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡിസ്ക്ലോഷേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. there can be chances that അവർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ. പിന്നെ വേറെ എന്താ ഇത്ര ഹ്യൂജ് എമൗണ്ട് ലോൺ എടുക്കുന്ന സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പാക്ട്? ഇത്രയും ഹ്യൂജ് ലോൺ എടുക്കുന്ന സമയത്ത് ഗോയിങ് കൺസേൺ ആണോ? ഇല്ലല്ലോ, അത്രയൊന്നും എക്സാക്ട്ലി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, whenever there is a possibility of having a new share issue, കമ്പനി ഒരു പുതിയ ഷെയർ ഇഷ്യൂ നടത്തുക, കമ്പനി ഒരു ഡിബെഞ്ചർ ഇഷ്യൂ എന്ന് പറയാ, കമ്പനി ഒരു ന്യൂ ലോൺ എടുത്തു എന്ന് പറയാ, കമ്പനി ന്യൂലി ലിസ്റ്റഡ് ആയി എന്ന് പറയുന്നു. ഈ കേസസിലെല്ലാം ഉണ്ടാവുന്ന റിസ്ക് എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കും? The management might be biased. മാനേജ്മെന്റ് എന്താവുന്നുണ്ടാവും? ബയാസ്ഡ് ആവുന്നുണ്ടാവും. in order to attract the ലെൻഡേഴ്സ് അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇവരെന്ത് ചെയ്യും? they might try to overstate the amount of assets as well as the amount of profit and revenue, and they will try to understate the amount of liabilities and expenses. അത് നമുക്ക് പറയാം. മനസ്സിലായോ? ഓക്കെ സർ. യെസ് ശരി. 2 ships 110 million ഉള്ളത് ഒരു ലോൺ വെച്ചിട്ട് എടുത്തേന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പൊ അത് റെഡി ഫോർ യൂസ് ആയിട്ടും അത് ക്വാളിഫൈങ് അസറ്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് വീണ്ടും ചെയ്യാനുള്ള ഒരു ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് വേണേ പറയാൻ പറ്റുമോ? അത് പറയാം. ജസ്റ്റ് എ മൊമെന്റ്. ഷിപ്പിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞോ ഇപ്പൊ കറണ്ട് ഇയറില്? 10 million will come into use എന്ന് പറയുന്നുണ്ട്. Two new ships with total cost of 110 million will come into use. Will come into use. നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം, എപ്പോഴാണോ നമ്മുടെ ഇത് കഴിയുന്നത്, അതായത് നമ്മൾ യൂഷ്വലി പറയാനുള്ളത് കൺസ്ട്രക്ഷൻ പീരീഡ് കഴിയുന്നത്. കൺസ്ട്രക്ഷൻ പീരീഡ് കഴിഞ്ഞിട്ടുള്ള എക്സ്പെൻസസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ there can be chances that ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാം. However, നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഇപ്പം കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പം അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ്റെ അകത്താണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു മെൻഷനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യാം. ഇപ്പൊ പ്യൂർലി അവർ ഇങ്ങനെ മാത്രം പറയാണ് 3 years കൊണ്ടാണ് ബിൽഡ് കംപ്ലീറ്റ് ആവുന്നത്, കറണ്ട് ഇയറിലാണ് നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാണ്. നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ക്യാപിറ്റലൈസേഷനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഓക്കെ. പഴയ ഷിപ്പ് വിക്കില്ലേ, അപ്പൊ അതിന് ഹെൽപ്പ് ഫോർ സെയിൽ ആക്കാൻ പറ്റുമോ? ഷിപ്പ് വിൽക്കുന്നതിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവര് പഴയതുണ്ട് അതിന്റെ കുറിച്ച് 2 പുതിയത് ഉണ്ടാക്കുന്നു എന്നല്ലേ പറഞ്ഞത്? റീപ്ലേസ് ചെയ്യുന്നല്ലേ പറഞ്ഞത്? പഴയതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പഴയതിന്റെ ഇമ്പയർമെന്റിന്റെ കാര്യങ്ങൾ പറയാം. ഇപ്പം അവരെപ്പം അതിനെ പ്രൊസീഡ് ചെയ്തു, സെയിൽസ് പ്രൊസീഡ്സ് നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി?
അതിന്റെ സെയിലിനെ കുറിച്ചുള്ള ഫർദർ കാര്യങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചു. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഗ്രൂപ്പ് എഫ്എസിൽ എലിമിനേറ്റ് ചെയ്യണം, അത് പറയുന്നു. ഇല്ല, ഇത് നമ്മുടെ ഗ്രൂപ്പിന്റെ പാർട്ട് അല്ല എന്ന് പറഞ്ഞിട്ടില്ലേ. കമ്പനി വിച്ച് ഇസ് നോട്ട് ഓൺ ബൈ ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ രണ്ടിടത്തും കോമൺ ചെയർമാൻ വന്നുകൊണ്ടാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആയിട്ട് അത് കയറി വന്നത് കേട്ടോ. ഓക്കെ, ഇതിപ്പം ഗ്രൂപ്പിന്റെ അണ്ടറിൽ അല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് പറയണ്ട. ഇപ്പൊ ഗ്രൂപ്പിന്റെ അണ്ടറിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേരന്റിനെയും സബ്സിഡറിയുടെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. കൺസോളിഡേറ്റഡ് എഫ്എസ് നമ്മളാണ് ഓഡിറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഗ്രൂപ്പിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് പറയാം. ഇവിടെ ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ചോദിച്ചു എത്ര ഡൗട്ട് വേണം ചോദിച്ചു. സർ, നമ്മള് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഇൻഡിവിജ്വൽ എഫ്എസിലാണോ അതോ കൺസോളിഡേറ്റഡ് എഫ്എസിലാണോ ഡിസ്ക്ലോസ് ചെയ്യാൻ? ഇൻഡിവിജ്വൽ എഫ്എസിന്റെ അകത്ത്. കൺസോളിഡേറ്റഡ് എഫ്എസിന്റെ അകത്ത് വന്നു കഴിയുമ്പോഴത്തേനും ഗ്രൂപ്പിന്റെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും, കൺസോളിഡേറ്റഡിന്റെ അകത്ത് കാണിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ അഡീഷണൽ ഇവിടെ പറയുന്നത് എന്താണ്, കൺസോളിഡേഷന്റെ അകത്ത് നമ്മുടെ ഗ്രൂപ്പ് വിത്തിൻ ദ ഗ്രൂപ്പ് ഉള്ള റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒമിറ്റ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? ഓക്കെ, അതായത് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് മാത്രം കേട്ടോ, അതായത് ഇന്റർ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് മാത്രം. Then these cruises are for more adventurous travelers and are growing in popularity. In order to visit certain destinations on these specialized cruises, the group has to acquire operating license from local government. The cost of license acquisition is capitalized as an intangible asset. നമ്മളോട് അവരെന്താ പറഞ്ഞത്, ഈ പൈനിയർ ക്രൂസസ് എന്ന് പറയുന്ന ഷിപ്പ് അത് അഡ്വഞ്ചറസ് ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഷിപ്പാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കമ്പനി ലൈസൻസ് എടുത്തിട്ടുണ്ട്. കമ്പനി ലൈസൻസിന് എന്തായിട്ടാണ് കാണിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞത്, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടാണ് കാണിച്ചേക്കുന്നതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അവരത് ലൈസൻസ് ഈ പ്രാവശ്യം ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. അവർ ഓപ്പറേറ്റിംഗ് ലൈസൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രയർ ഇയറിൽ അത് 57 മില്യൺ ആയിരുന്നു, കറണ്ട് ഇയറിൽ അത് എത്രയായി 56 കുറഞ്ഞിട്ടുണ്ട്. അത് മേ ബി എന്തുകൊണ്ടായിരിക്കാം, മേ ബി എന്തെങ്കിലും അമോർട്ടൈസേഷനോ കാര്യങ്ങളൊക്കെ ചെയ്തതായിരിക്കാം. മേ ബി ലെറ്റ്സ് ഡു വൺ തിങ്, അവർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് നോട്ട് തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ നോട്ട് നമ്പർ. Note 2, operating license are required for pioneer cruise ships to visit certain destinations. License are amortized over specific period to which each license relates. There's nothing much specified over there. നമ്മളോട് എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഈ ഓപ്പറേറ്റിംഗ് ലൈസൻസ് ഈ ക്രൂസ് ഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് അവർക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാണോ, അവർ അമോർട്ടൈസ് ചെയ്യണം. അതിന് എത്ര പേരിലേക്കാണ് ലൈസൻസ് കിട്ടിയേക്കുന്നത് അത് അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കാരണം കൊണ്ടായിരിക്കാം ഇയറിൽ കുറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ അസ്യൂം ലൈക്ക് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ആസ് ഓഫ് നൗ ഇവിടെ എന്തെങ്കിലും മേജർ റിസ്കുകൾ ഉണ്ടോ? ഇൻഅപ്രോപ്രിയേറ്റ് അമോർട്ടൈസേഷൻ. എന്താ വെറുതെ അങ്ങ് പറഞ്ഞാണോ അതോ എന്തെങ്കിലും പോയിന്റ് ഉണ്ടാവുകൊണ്ട് പറഞ്ഞാണോ? അല്ല, യൂസ്ഫുൾ ലൈഫ് കറക്റ്റ് ആയിട്ട് എടുക്കണം എന്നല്ലോ, അത് പറയാവോന്ന് അറിയില്ല. ഓക്കെ, ഇൻഡയറക്ട്ലി വേണമെങ്കിൽ അത് റിസ്ക് ആയിട്ട് പറയാം. ബട്ട് ഡയറക്ട്ലി നമുക്കത് റിസ്ക് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളോട് എന്ത് പറഞ്ഞിട്ടില്ല, അവരൊന്നും അമോർട്ടൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അവർ അമോർട്ടൈസേഷൻ എത്ര പേരിലേക്കാണോ റിലേറ്റ് ചെയ്തിട്ടുള്ളത് അത് തന്നെ അവർ ചാർജ് ചെയ്ത് വിട്ടിട്ടുണ്ടെന്നാണ് ആസ് ഓഫ് നൗ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ വി വിൽ ജസ്റ്റ് ഡു വൺ തിങ്, വി വിൽ ജസ്റ്റ് കീപ് ദാറ്റ് റിസ്ക് അസൈഡ്. ആൻഡ് നമുക്കൊരു കാര്യം ചെയ്യാം, ഫർദർ ഇൻഫർമേഷൻ എന്തെങ്കിലും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമ്മളോട് ഇവിടെ ഫിനാൻഷ്യൽസ് തന്നിട്ടുണ്ട്. നമ്മൾ എക്സിബിറ്റ് 3 വന്നു. ഇവിടെ നമ്മളോട് ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്, ഗ്രൂപ്പിന്റെ റവന്യൂവിനെ കുറിച്ചാണ്. ഗ്രൂപ്പിന്റെ റവന്യൂ 670 മില്യൺ ആയിരുന്നു പ്രയർ ഇയറിൽ, കറണ്ട് ഇയറിൽ 764 മില്യൺ ആയിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു നോട്ട് നമ്പർ 1 തന്നിട്ടുണ്ട്. നോക്കിക്കേ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്. റവന്യൂ ഇൻക്ലൂഡ്സ് passenger ticket sales which account for approximately 85% of the revenue. When customer book a cruise, they are required to pay a refundable 20% deposit, which is initially recognized as a deferred revenue. Good. The balance 80% is paid at least 6 weeks before the cruise commences, and at that point it is also recognized as a deferred revenue. So literally പറഞ്ഞവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ 20% ആദ്യമേ കിട്ടിയ റീഫണ്ടബിൾ എമൗണ്ട് അവർ എന്ത് ചെയ്തു, അവരത് ഡെഫേർഡ് ഇൻകം ആയിട്ടാണ് കാണിച്ചത്. ബാലൻസ് 80% വീണ്ടും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അതും ഡെഫേർഡ് ഇൻകം ആയിട്ടാണ് അവർ കാണിച്ചേക്കുന്നത്. അതൊരു പ്രശ്നമൊന്നുമില്ല. The full amount of ticket is transferred to revenue when the cruise start, irrespective of duration of the cruise. ഇത്രയാണ് നമ്മളോട് പറഞ്ഞത്. എന്നിട്ട് അവർ ഫുൾ എമൗണ്ട് എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ,
എപ്പോഴാണ് ക്രൂസ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോഴാണ് അവർ ആ എമൗണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അവർ അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ദി ക്രൂസ് നോക്കാറില്ല എന്ന് പറഞ്ഞു. നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടായി ആദ്യം തന്നെ ഡ്യൂറേഷൻ എത്രയെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ബേസിക്കലി 2 weeks ആണ്, ചിലത് എന്ത് ചെയ്യും 6 weeks വരെ പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇസ് ദർ എനി റിസ്ക് ഓവർ ദേർ? Overstatement of revenue, it should be recognized over a period of 6 weeks. Exactly, അല്ലേ? നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇവർ ആദ്യം കാണിച്ചൊക്കെ പെർഫെക്റ്റ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. ആദ്യം ഇവർക്ക് ഒരു റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് കിട്ടി, അതുപോലെ തന്നെ ഇവർക്ക് ബാക്കിയുള്ള പേയ്മെന്റ് കിട്ടി. അതൊക്കെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഇവര് ഡെഫേർഡ് ഇൻകം ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് പ്രകാരം നമുക്ക് എപ്പോഴാണ് ഒരു റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക? when the performance obligations are satisfied. Until the date നമ്മൾ റവന്യൂ എന്താ ചെയ്യേണ്ടത്? must be kept as part of the deferred income. Deferred income ആയിട്ട് തന്നെയാണ് നമ്മൾ റവന്യൂ ട്രീറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇവര് പറയുന്നത് എന്താണ്? ഇവര് ടോട്ടൽ എമൗണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. ഇവരുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എപ്പോൾ മാത്രമേ ഈ ക്രൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആവുന്നത്? ഈ 6 weeksന്റെ ജേർണി കംപ്ലീറ്റ് ആവുമ്പോൾ മാത്രമാണ് ഇവരുടെ ഈ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കണം ചെയ്യുന്നുണ്ടാവുക? ഇത് ഓവർ എ പീരീഡ് ഓഫ് ടൈം പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കണം റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ബട്ട് കമ്പനി ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു? റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു. Therefore നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെഫേർഡ് ഇൻകം എന്തായിരിക്കും? അൺടെസ്റ്റഡ്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇനി the remaining 15% of the revenue is derived from on-board sales of food, drink, entertainment, and other item to passengers. The management monitor this revenue stream closely as it achieves a high gross profit margin. Staff are encouraged to maximize these sales to customers. Revenue is presented on segmental basis in the notes to financial statements, with the segment based on 3 brands of the group: Sunseeker Cruises, Explorer Cruises, Pioneer Cruises. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് ഡിസ്ക്ലോഷർ. ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് ഡിസ്ക്ലോഷർ എന്താ? ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് ഡിസ്ക്ലോഷറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് 15% of revenue. 15% of revenue ആണ് നമുക്ക് ഫുഡ് ആൻഡ് ഡ്രിങ്കിൽ നിന്ന് കിട്ടുന്നത്, ശരിയല്ലേ? ഓക്കെ, നമുക്കറിയാം 15% of revenue എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് എന്തിന് ക്വാളിഫൈ ആയിട്ടുണ്ട്? ഒരു സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് കാണിക്കാനായിട്ട് സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് IFRS 8 പ്രകാരം സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. കാരണം നമുക്കറിയാം റവന്യൂവിന്റെ എത്ര പെർസെന്റേജിന് മേലെ വന്നാലാണ് നമ്മൾ സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് കാണിക്കേണ്ടത്? 10% മേലെ വന്നാലാണ്. ഇവരിവിടെ നിങ്ങളോട് സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എത്ര പെർസെന്റേജ് അതിൽ നിന്നുണ്ടെന്നുള്ള കാര്യം, 15% ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഇവർ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സ് കാണിച്ച സമയത്ത് അവർ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ നിന്നും വരുന്ന റവന്യൂസും കാര്യങ്ങളും സെപ്പറേറ്റ്ലി കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അവർ അവരുടെ ബ്രാൻഡിന്റെ ബേസിസിൽ മാത്രമാണ് സെഗ്മെന്റൽ റിപ്പോർട്ടിംഗ് നടത്തിയേക്കുന്നത്. അപ്പൊ അവർ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് സെഗ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡിസ്ക്ലോഷേഴ്സ് മിസ്സ്റ്റേറ്റഡ് ആണെന്ന് പറയാം. ക്ലിയർ ആയില്ല അവർക്കും? മക്കളെ ക്ലിയർ ആയോ? Yes, sir. Okay, fine. All right. ഇനി നോക്കിക്കേ, എക്സ്ട്രാക്ട് ഫ്രം ദ ഓഡിറ്റ് ഓഫ് ടീം മീറ്റിംഗ്. നിങ്ങളോട് കുറെ എന്തൊക്കെയോ സംഭവങ്ങൾ മീറ്റിംഗിന്റെ റിസൾട്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ 4 റിസൾട്ട്സ് ഉണ്ട്. ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ്. ഫസ്റ്റ്, ലാസ്റ്റ് വീക്ക് ദ ഗവൺമെന്റ് ഓഫ് സെവറൽ കൺട്രീസ്, പൈനിയർ ക്രൂസസിനെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് വീക്ക് ദ ഗവൺമെന്റ് ഓഫ് സെവറൽ കൺട്രീസ് വിത്ത് എ മേജർ പാർട്ട് ഓഫ് പൈനിയർ ക്രൂസ് ഇറ്റിനറീസ് വിത്ഡ്രൂ ദെയർ operating license with immediate effect. The government have stated that it is likely to be a temporary measure being put into place to limit the number of tourists visiting areas of natural beauty. But this won't be, but they would not confirm when the group can resume operations in these countries. ഇവർ നമ്മളോട് പറഞ്ഞ എന്താ? പൈനിയർ ക്രൂസസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു പൈനിയർ ക്രൂസസിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? നമുക്ക് കിട്ടിയിരിക്കുന്ന ലൈസൻസുകളെല്ലാം അവർ എന്ത് ചെയ്തു? ഇപ്പം വിഡ്രോ ചെയ്തു. കാരണം അവർ അതെല്ലാം വിഡ്രോ ചെയ്യാനായിട്ടുള്ള റീസൺ എന്താ പറഞ്ഞത്? നമ്മൾ ആരോഗ്യ ബോർഡ് നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. അത് കാരണം കൊണ്ട് കുറച്ച് നാളത്തേക്ക് ടെമ്പററി പീരീഡിലേക്ക് അങ്ങോട്ട് ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷെ നമ്മുടെ അടുത്ത് എന്നാണ് നമ്മുടെ ഓപ്പറേഷൻസ് റിസ്യൂം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമായിട്ട് പറയുന്നില്ല. അപ്പം വാട്ട് ഡസ് ഇറ്റ് ഷോസ്?
Impairment. Exactly. It's an external indicator of the impairment. അപ്പൊ ഏതാ സ്റ്റാൻഡേർഡ് വരിക? IAS 36. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പൈനിയർ കമ്പനിയുടെ യൂസേജ് മനസ്സിലായി, ശരിയല്ലേ? അപ്പൊ ഈ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് എപ്പോഴും എന്ത് ചെയ്യാൻ പറയുന്നത്? നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ പ്രയർ വായിച്ചു നോക്കാൻ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇവിടെ എത്രയായിരുന്നു നമുക്കുള്ള എമൗണ്ട് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്? 56 million ഓപ്പറേറ്റിംഗ് ലൈസൻസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദി കമ്പനി ഹാസ് ആൻ ഓപ്പറേറ്റിംഗ് ലൈസൻസ് ഓഫ് വർത്ത് 56 million at the year end. However, അവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയാ? There's an external indicator for impairment that the government have withdrawn the license provided to the Pioneer Cruise company. Pioneer Cruise brand. Therefore, അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവണം? As per IAS 36 impairment of assets, company എന്ത് ചെയ്യുക? Impairment review നടത്തുന്നുണ്ടാവണം. അത് നമ്മൾ ഇമ്പയർമെന്റ് റിവ്യൂവിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുന്നുണ്ടാവുക? ക്യാരിങ് വാല്യൂ ഓഫ് ദി അസറ്റ് റിക്കവറബിൾ എമൗണ്ടിനെക്കാളും ഹൈ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? നമ്മൾ അതിന്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടാവണം. ആൻഡ് അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദേ ക്യാൻ ബി ചാൻസസ് ആർ അവർ ഇമ്പയർമെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അസറ്റ്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. റിലേറ്റഡ് എക്സ്പെൻസസ് എന്താവും? അണ്ടർ സ്റ്റേറ്റഡ് ആവും. ക്ലിയർ ആയോ എല്ലാവർക്കും? മക്കളെ ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഇനി cyber security attack. Last month, the group suffered a cyber security attack in which the personal information of 1,400 customers, including their credit card details, were stolen. According to the representative of the group audit committee, the group's internal audit team has not properly assessed the risk related to cyber security, which is requirement of the recently introduced data protection legislation in the jurisdiction in which the group operates. The issue which has led to cyber security attack has now been resolved. നിങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ലാസ്റ്റ് മന്തിൽ കമ്പനി ഒരു സൈബർ സെക്യൂരിറ്റി അറ്റാക്ക് ഉണ്ടായി. അത് കാരണം കൊണ്ട് 1,400 കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ആര് കൊണ്ടുപോയി? ഈ കമ്പനീസ് ആരൊക്കെയാണ് അവരെ ഉണ്ടാക്കിയത് അത് കൊണ്ടുപോയി. നമ്മളോട് പറഞ്ഞു ഇൻക്ലൂഡിങ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വരെ അവർ കൊണ്ടുപോയി. അത് നമ്മളോട് പറഞ്ഞു ഈ ഗ്രൂപ്പ് ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു എന്ത് ചെയ്യാന്നുള്ളത്? സൈബർ സെക്യൂരിറ്റി അറ്റാക്കുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റിസ്കുകൾ അസസ് ചെയ്യാന്നുള്ളത്. പക്ഷെ അവർ ചെയ്തിട്ടില്ല. ഈ ഇഷ്യൂ ഇപ്പൊ ഏറെക്കുറെ റിസോൾവ് ആയി വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത് എന്തൊക്കെയായിരിക്കും? വാട്ട് ആർ ദ റിസ്ക് ഹിയർ? എന്തൊക്കെയാ എന്തൊക്കെയാ? Internal control deficiency പറയാമോ? ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി ഡെഫിനറ്റ്ലി പറയാം. കാരണം എന്താ? അവർ നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഇത് നോക്കുക എന്നുള്ളത്. പക്ഷെ അവർ നോക്കിയിട്ടില്ല എന്ന്. അപ്പൊ നമുക്ക് എന്ത് പറയാം? കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം വീക്ക് ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് പറയാ? ആദ്യം ഐഡന്റിഫിക്കേഷൻ പറയാം. ഐഡന്റിഫിക്കേഷന്റെ പാർട്ടായിട്ട് എന്ത് പറയാ? ദി ഗ്രൂപ്പ് ഓഡിറ്റ് കമ്മിറ്റി വാസ് റെസ്പോൺസിബിൾ ഫോർ റിവ്യൂയിങ് ദി റിസ്ക് ഇൻ റിലേഷൻ ടു സൈബർ സെക്യൂരിറ്റി. However, they haven't done that, which shows the possibilities of having controlled risk due to the control deficiencies of the company's internal control system. നിങ്ങൾ എന്ത് പറയാ? അത് കാരണം കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഹൈ ആണെന്ന് പറയാം. ഫൈൻ, ഇറ്റ്സ് എ വെരി സിമ്പിൾ ജനറൽ റിസ്ക്. ഇനി അതിന്റെ കൂടുതൽ വേറെ എന്താ ആഡ് ഓൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? നോൺ കംപ്ലൈൻസ് യെസ്, നമ്മളോട് പറഞ്ഞു നോൺ കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കേണ്ട കമ്പനി അത് എടുത്തിട്ടുണ്ടായില്ല. ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വരെ സ്റ്റോളൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് റിസ്ക് ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? കഴിഞ്ഞോ? എന്ത് റിസ്ക് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? നോൺ കംപ്ലൈൻസ് ലോസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാവും. അപ്പൊ എന്ത് റിസ്ക് ആ വരുന്നത്? വാട്ട് ഈസ് ദ ഇമ്പാക്ട്? എന്ത് പറയണം? നോൺ കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് കാരണം കൊണ്ട് എന്തുണ്ടാവാം? പെനാലിറ്റീസ് ആൻഡ് ഫൈൻസ് ഉണ്ടാവാം. ആ പെനാലിറ്റി ആൻഡ് ഫൈന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? IAS 37 പ്രൊവിഷൻ കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ടാവണം? പ്രൊവിഷൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? adequate amount of provision അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ടിജന്റ് ലയബിലിറ്റീസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് നമ്മുടെ പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഡിസ്ക്ലോഷേഴ്സ് ഇനാഡിക്വേറ്റ് ആയിരിക്കും. ക്ലിയർ ആയില്ല അവർക്കും? പെർഫെക്റ്റ്. ഇനി സൈബർ സെക്യൂരിറ്റി അറ്റാക്ക് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. And the other one is a social and environmental information. The group audit committee has inquired where T and company can provide an additional service to advise the management on how to measure certain social and environmental information, which is to be published on the group's website
and is required by new regulation in the industry and is required to be submitted by the regulatory authorities. The social and environmental information relates to a matter such as water efficiency, energy consumption, charitable donations, initiative support, diversity in workplace. In recognition that this work is quite urgent, as a deadline for the submission to regulatory authority fall within next month, Group Audit Committee has stated it is willing to pay an enhanced fee for this service. നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഗ്രൂപ്പിന്റെ ഓഡിറ്റ് കമ്മിറ്റി നമ്മളോട് ഒരു അഡീഷണൽ സർവീസ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ ഗ്രൂപ്പിന്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ റെഗുലേറ്ററി അതോറിറ്റീസിനൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മളോട് റിവ്യൂ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളോട് അവർ എല്ലാ ഡീറ്റെയിൽസും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ വർക്ക് അർജന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് അവർ എക്സ്ട്രാ ഫീയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ് ദർ എനി റിലേറ്റഡ് ഓഡിറ്റ് റിസ്ക് ദയർ? റിസ്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. Well, that's question based on other requirements. അല്ലേ? ഡേറ്റ അനലിറ്റിക്സിനെ കുറിച്ച് അവർ എന്താ ബ്ലാ ബ്ലാ പറഞ്ഞിട്ടുണ്ട്. എന്താ നോക്കി? The increased use of data analytics many audit firms to provide several benefits, including more efficient and effective audit work. Enhanced quality was discussed. The audit engagement partner asked them to prepare information describing how the use of data analytics can bring these benefits to the audit, like that of cruise group. എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാ ഓഡിറ്റ് ഫോംസും ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ അനലിറ്റിക്സ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഈ ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉള്ളതെന്ന് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും പ്രത്യേകിച്ച് ഓഡിറ്റ് റിസ്ക് ഒന്നും ഇല്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോൾ ലിറ്ററലി പറഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്ന റിക്വയർമെന്റ് എന്ന് പറയാൻ മെയിൻലി. സോ വെൽ വി ഹാവ് ഗോൺ ത്രൂ ദ ഓഡിറ്റ് റിസ്ക് പാർട്ട്. ശരിയല്ലേ? ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇത് എല്ലാവർക്കും ക്ലിയർ ആണോ? സിമ്പിൾ ക്വസ്റ്റൻ അല്ലായിരുന്നു ഓഡിറ്റ് റിസ്കിന്റെ ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ നിങ്ങളോട് ഡയറക്ട്ലി ചോദിച്ചേക്കുന്നത് എന്താ? ഡിസൈൻ ദ പ്രിൻസിപ്പൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ് ഓൺ ദ സെഗ്മെന്റൽ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ഗ്രൂപ്പ്സ് റവന്യൂ. അതായത് നിങ്ങൾ എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ എന്ത് മറ്റേ ഇവന്മാരുടെ സെഗ്മെന്റൽ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് ഇതാണ് അവരുടെ സെഗ്മെന്റൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളടുത്ത് ചോദിച്ചേക്കുന്നത്. വെൽ, ഈ സെഗ്മെന്റൽ ഇൻഫർമേഷന്റെ കേസ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? സെഗ്മെന്റൽ ഇൻഫർമേഷന്റെ കേസിൽ മാത്രം നമ്മൾ ഡയറക്ട്ലി സെഗ്മെന്റൽ ഇൻഫർമേഷൻ അല്ല, ബേസിക്കലി ഏത് തരത്തിലുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ കോമൺ പോയിന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ കുറെ ക്വസ്റ്റ്യന്റെ അടുത്ത് ചോദിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ആദ്യം എന്ത് നോക്കുക? എന്തൊക്കെയാണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു? മാനേജ്മെന്റായിട്ട് എന്തൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും നോക്കുക. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്? എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒബ്റ്റൈൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? മാനേജ്മെന്റിന്റെ റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കാൻ പറ്റുമോ? പ്രയർ ഇയറുമായിട്ട് കമ്പാരിസൺസ് നടത്താൻ പറ്റുമോ? കറസ്പോണ്ടൻസ് നോക്കാൻ പറ്റുമോ? ബോർഡ് മിനിറ്റ്സ് നോക്കാനായിട്ട് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? നോക്കാനായിട്ട് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഇതൊക്കെയാണ് നിങ്ങളോട് എപ്പോഴും കൺസിഡർ ചെയ്യാൻ പറയാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? ഇവിടെ എന്തൊക്കെയായിരിക്കും കൺസിഡർ ചെയ്യാൻ പറ്റുക? ഇവിടെ എന്തൊക്കെയായിരിക്കും? sample of cash sales to bank statement and cash book agree ചെയ്യാൻ. എന്തിനു വേണ്ടിയിട്ട് അഗ്രി ചെയ്യുന്നത്? എപ്പോഴും പർപ്പസ് പറയണം എന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? എന്തിനു വേണ്ടിയിട്ട്? to confirm that the revenue അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന്. that okay, existing revenue ആണോ? exist ചെയ്യുന്നുണ്ടോ? okay, revenue complete ആണോ എന്ന് occurrence. കാരണം എന്താണ്? നമ്മൾ റവന്യൂവിന് പറയുന്ന സമയത്ത് എന്ത് പറയാറില്ല? ബേസിക്കലി നമ്മൾ അതിന്റെ എക്സിസ്റ്റൻസ് പറയാറില്ല. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ പറയാൻ പറ്റുന്നത്? Review notes to financial statements. Okay, simple as that. നമുക്ക് notes to financial statements റിവ്യൂ ചെയ്യാൻ പറയാം. എന്തിനു വേണ്ടിയിട്ടാ? ഡിസ്ക്ലോസേഴ്സ് എല്ലാം കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ആണോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ as that. പിന്നെ വേറെ എന്തൊക്കെ പറയാൻ പറ്റുക? Review of revenue recognition policy പറയാമോ? എന്തിനു വേണ്ടിയിട്ടാ? ഒരു റവന്യൂ ഓരോ സെഗ്മെന്റ്സ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് പ്രോപ്പർ ആണോ? ഓക്കെ, പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ റെക്കഗ്നീഷൻ്റെ അകത്ത് അത് പറയാം. ഇവിടെ നിങ്ങളോട് സ്പെസിഫിക്കലി എടുത്ത് ചോദിച്ചേക്കുന്നത് ഏതാ? സെഗ്മെന്റൽ ഇൻഫർമേഷന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് അത്രയ്ക്ക് പറയണം എന്നില്ല. പിന്നെ വേറെ എന്തൊക്കെയാ പറയാൻ പറ്റുന്നത്? ഇവിടെ എന്തിന്റെയും ബ്രേക്ക് ഡൗൺ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുമോ?
Obtain a breakdown of revenue to see Exactly. whether Obtain the breakdown of revenue. എന്തിനു വേണ്ടിയിട്ട് breakdown of revenue obtain ചെയ്യുന്നത്? whether In order to onboard understand sales of more than 15%. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവർ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇവരുടെ ഓരോ സെഗ്മെന്റ്സിന്റെ അകത്തുനിന്ന് ജനറേറ്റ് ചെയ്തേക്കുന്ന റവന്യൂ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് കറക്റ്റ് ആണോ റവന്യൂ എന്നുള്ള എൻഷുർ ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം, ഒബ്റ്റെയിൻ എ ബ്രേക്ക് ഡൗൺ ഓഫ് ദി റവന്യൂ. എന്തിനു വേണ്ടിയിട്ടാ? in order to ensure that the split that have been made across the segments are accurate. മനസ്സിലായോ? ഓക്കെ. പിന്നെ വേറെ എന്താ ചോദിക്കാൻ പറ്റുക? വേറെ എന്തൊക്കെയാ? Discuss with the management whether the segmental disclosure is reviewed by chief operating decision maker. ഓക്കെ ഓക്കെ ഫൈൻ. പറയാം, മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. കമ്പനിയുടെ സീനിയർ പേഴ്സൺസ് സെഗ്മെന്റൽ ഇൻഫർമേഷൻസ് പ്രോപ്പർലി റിവ്യൂ ചെയ്തിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കാര്യം. ഫൈൻ. പിന്നെ വേറെ എന്താ പറയാൻ പറ്റുക? Review board minutes to confirm whether management's discussion of disclosing onboard sales has been approved. Okay, okay, yeah. അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇപ്പൊ നേരെ തിരിച്ചു പറയാം കേട്ടോ. നിങ്ങൾക്ക് വേറെ നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എവിഡന്റ് ആണ് അവരെന്ത് ചെയ്തിട്ടില്ല എന്ന്, അവർ ആ ഓൺ ബോർഡ് സെയിൽസിന്റെ എമൗണ്ട് കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം, എന്ത് റാഷണലിന്റെ ബേസിസിലാണ് ഓൺ ബോർഡ് സെയിൽസിൽ നിന്നുള്ള റവന്യൂ അവർ സെഗ്മെന്റൽ ഇൻഫർമേഷൻ ആയിട്ട് കാണിക്കാത്തത് എന്നുള്ള കാര്യം മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. മനസ്സിലായോ? ഓക്കെ. പിന്നെ വേറെന്താ പറയാൻ പറ്റുന്നത്? സിനാരിയോന് ഒന്നും കൂടെ നോക്കണേ. സിനാരിയോക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ അവരത് കാണിച്ചിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ട് എന്ത് ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ടാണ് കാണിക്കാത്തെന്നുള്ള കാര്യം ചോദിക്കാം. ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദേ ഹാവ് എക്സ്ക്ലൂഡഡ് ദ സെഗ്മെന്റൽ റവന്യൂ ഫ്രം ദ ഏരിയ ഓഫ് ഓൺ ബോർഡ് സെയിൽസ് എന്നുള്ളത് ചോദിക്കാം. പിന്നെ വേറെന്താ ചോദിക്കാൻ പറ്റാ? റീകാൽക്കുലേറ്റ് ടോട്ടൽ റവന്യൂ. റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. ടോട്ടൽ റവന്യൂ റീകാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ ബ്രോ? അറിയാൻ ചോദിക്കുന്നതാണ്. ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സിന്റെ ഒക്കെ റവന്യൂസ് ടോട്ടൽ ആക്കുമ്പോഴും ടോട്ടൽ റവന്യൂയിലേക്ക് കിട്ടുന്നുണ്ടെന്നാണ്. ഓക്കെ ഫൈൻ, ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ നേരെ തിരിച്ച് എന്ത് പറയാം, നമുക്ക് ബ്രേക്ക് ഡൗൺ ഓഫ് റവന്യൂ എടുത്തിട്ട് അത് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. എന്തിനു വേണ്ടിയിട്ട്? ഓരോ സെഗ്മെന്റിലേക്കും ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റവന്യൂവിന്റെ ഫിഗേഴ്സ് ആക്യുറേറ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യാ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയാൻ പറ്റുന്നതെന്ന് പറയാം. ഓക്കെ, സോ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്യൂർലി ബേസ്ഡ് ഓൺ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ്സ് പറയാം. ഒരേ ഒരു കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ എന്തുണ്ടാവണം, അവിടെ നിങ്ങളൊരു പ്രൊസീജിയർ എഴുതുന്നുണ്ടാവണം, പ്ലസ് ഒരു ഇൻഫർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് എഴുതണം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഡോക്യുമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ നെയിം, പ്ലസ് എപ്പോഴും അവിടെ എന്തുണ്ടാവണം, പർപ്പസ് ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ടാവണം. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ആൻഡ് മാക്സിമം ക്വസ്റ്റ്യൻസിന്റെയും പ്രൊസീജിയേഴ്സ് എഴുതി തന്നെ നോക്കുക നിങ്ങൾ സ്വന്തമായിട്ട്. കാരണം നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡബിളേക്കത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഇവിടെ ഒരിക്കലും പഠിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. എവിടെ നിന്നാണ് പ്രൊസീജിയർ ചോദിക്കുന്നത് നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ എന്താണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യുക, അത് പ്രോപ്പർലി ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ. ഇനി സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ. യാ, നമുക്ക് അടുത്ത റിക്വയർമെന്റ് നോക്കാം. Evaluate the matters to be considered in deciding whether Pegasus and company should accept the engagement to provide advice on group social and environmental information. ഗ്രൂപ്പിന്റെ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷന്റെ ആ വർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അവിടെ നമുക്ക് എന്തായിരുന്നു പറഞ്ഞതെന്ന് ഒന്നും കൂടെ ക്വിക്ലി ഒന്ന് പറയാം. എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്? നമ്മളോട് പറഞ്ഞു മാനേജ്മെന്റിന്റെ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷന് മേലെ നമ്മൾ എന്ത് കൊടുക്കണം, അഡ്വൈസ് കൊടുക്കണം. എന്നിട്ട് നമ്മളോട് പറഞ്ഞു സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തരും. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണത്, അത് റെഗുലേറ്ററി അതോറിറ്റിയുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു അതുപോലെ തന്നെ ഡെഡ് ലൈൻ ഇവർക്ക് ഭയങ്കര അർജന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യാന്ന് പറഞ്ഞു, എൻഹാൻസ്ഡ് ഫീ അല്ലെങ്കിൽ എക്സ്ട്രാ ഫീ അവർ നമുക്ക് തരാം എന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവർ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെ റിസ്ക് ആയിരിക്കും അവിടെ ബേസിക്കലി വരുന്നുണ്ടാവും? സോറി, റിസ്ക് അല്ല, നമുക്ക് എന്തൊക്കെ ത്രെഡ്സ് ആയിരിക്കും ബേസിക്കലി വരുന്നുണ്ടാവുക? Intimidation, threat, strict deadlines, so they may cut procedures. Okay, fine. Yeah. അതായത് ഇന്റിമിഡേഷൻ വർക്ക് ടു പ്രൊസീജിയേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് മിക്സപ്പ് ചെയ്ത് പറയാം കേട്ടോ. അതായത് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള കേസിനെ കുറിച്ചാണ് പറയേണ്ടത്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? പെർഫെക്റ്റ്, ഇന്റിമിഡേഷൻ ത്രെട്ട് ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കാം ഇന്റിമിഡേഷൻ ത്രെട്ട് ഉണ്ടാവുന്നത്? കാരണം ഓവർലോഡഡ് വർക്ക്സ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക, ശരിയല്ലേ? കാരണം വി ആർ ഓൾറെഡി റെസ്പോൺസിബിൾ ഫോർ പെർഫോമിംഗ് ദ ഓഡിറ്റ്. അതിന് പുറമെ അവർ നമ്മളോട് എന്ത് ചെയ്യാനും കൂടെ പറയുന്നത്,
ഈ വർക്ക് വിത്തിൻ നെക്സ്റ്റ് 1 monthനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. So there can be chances that we might reduce the quality of both the audit as well as the area of social and environment information. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, ഇന്റിമിഡേഷൻ ത്രെട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് മെൻഷൻ ചെയ്യാം. ഗുഡ്. പിന്നെ വേറെ എന്ത് ത്രെട്ടാ വരിക? ഇന്റിമിഡേഷൻ മാത്രമാണോ? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വരും അല്ലേ? ഗുഡ്. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് എന്ത് കാരണം കൊണ്ടാണ് വരുന്നത്? ഓരോ ത്രെട്ടും വരുന്നതിനുള്ള റീസൺ എക്സ്പ്ലെയിൻ ചെയ്യണേ. ഒരു സെക്കൻഡ്. നമ്മൾ ത്രെട്ട് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യമേ ത്രെട്ട് ഐഡന്റിഫൈ ചെയ്യുക. അത് സുഖമുള്ള പരിപാടിയാണ്, പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ അത് എന്തുകൊണ്ടാണ് ത്രെട്ട് ആയെന്നുള്ള കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ടാണ് അതിന്റെ സേഫ് ഗാർഡ്സ് എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ആദ്യമേ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ എവിടെയാണ് സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന റീസൺ എന്താണ്? അതിന് എൻഹാൻസ്ഡ് ഫീസ് ഫോർ സർവീസ്. നിങ്ങൾക്ക് ഹൈ എമൗണ്ട് ഓഫ് ഫീസ് അവർ തരാമെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പം ഹൈ എമൗണ്ട് ഓഫ് ഫീസ് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഫീ തന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തുണ്ടാവും? സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. കാരണം എന്താണ്? യു മൈറ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ ദ പേഴ്സണൽ ഇൻട്രസ്റ്റ്. സോ നിങ്ങൾക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫീസ് തരുന്നതുകൊണ്ട് തന്നെ ക്ലയന്റിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ടാണ് അവിടെ എന്ത് വരിക? സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് വരിക. എലാബറേറ്റ് ദാറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ? സെൽഫ് റിവ്യൂ ത്രെട്ട്. സെൽഫ് റിവ്യൂ ത്രെട്ട്. സെൽഫ് റിവ്യൂ ത്രെട്ട് എവിടെ വരുന്നത്? സെൽഫ് റിവ്യൂ എവിടെ വരുന്നത്? It is a key performance indicator, so it would be present in other information. Super. It's a key performance indicator അല്ലേ? ഒരു കമ്പനിയുടെ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയാമല്ലോ അല്ലേ? അതായത് ബേസിക്കലി ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിങ്ങിനകത്ത് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇൻ കേസ് എങ്ങാനും ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ നമ്മൾ ഇതുപോലെ ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓഡിറ്റിന്റെ പാർട്ടായിട്ട് റിവ്യൂ ചെയ്യേണ്ട വർക്ക് നമ്മൾ ആസ് ആൻ ഓഡിറ്റർ പ്രയർ പെർഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ there is always a possibility of having a self review threat. സെൽഫ് റിവ്യൂ ത്രെട്ടിനുള്ള പോസിബിലിറ്റീസ് എപ്പോഴും ഉണ്ടാവും. ആൻഡ് സെൽഫ് റിവ്യൂ ത്രെട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ വർക്കിന്റെ അകത്ത് പ്രോപ്പർലി ഫോക്കസ് ചെയ്യത്തില്ല. അഗൈൻ വർക്കിന്റെ ക്വാളിറ്റി കുറയും. ബിക്കോസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഓൾറെഡി പെർഫോം ചെയ്ത വർക്കിന്റെ അകത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വി വോണ്ട് ബി റെഡി ടു ഡിസ്ക്ലോസ് ദാറ്റ്. അതായിരിക്കും അവിടെ ഉണ്ടാവുന്ന ത്രെട്ട് എന്ന് പറയാം. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും ത്രെട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ മക്കളെ? മാനേജ്മെന്റ് ത്രെട്ട് ഉണ്ടോ? ഓൾവേസ് ആൻഡ് ഓൾവേസ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ വർക്ക് മാനേജ്മെന്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളോട് ചെയ്ത് കൊടുക്കാവൂ എന്ന് ചോദിച്ചു. നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബേസിക്കലി എന്ത് ത്രെട്ടാണ് കയറി വരിക? സെൽഫ് റിവ്യൂ ത്രെട്ടാണ് കയറി വരിക. പക്ഷേ സെൽഫ് റിവ്യൂ ത്രെട്ട് ഉള്ള കേസിലും ഇല്ലാത്ത കേസിലും എന്തുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ട്? മാനേജ്മെന്റ് ത്രെട്ട് ഉണ്ടാവും. കാരണം എന്താണ്? ഇവിടെ ഓഡിറ്റർ ആരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അസ്യൂം ചെയ്യാണ്? മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. So whenever an auditor assumes a management's responsibility as part of his responsibility, അവിടെ എന്ത് ത്രെട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക? മാനേജ്മെന്റ് ത്രെട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. So you can talk about the management threat as well. അപ്പൊ ഇത്രയായിരിക്കും ബേസിക്കലി ഈ സിറ്റുവേഷൻ ഉണ്ടാവുന്ന ത്രെട്ട് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇത്രയും ത്രെട്ട് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് you will get 1 mark for each identification as well as 1 mark for the explanation part. ഇനി അതിന് പുറമെ നമ്മൾ എന്താ പറയേണ്ടത്? You must also talk about the safeguards as well. Safeguard പറയുമ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് safeguards പറയണമെന്നില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? കോമൺ സേഫ് ഗാർഡ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്താൽ മതി. എന്തായിരിക്കും കോമൺ സേഫ് ഗാർഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുന്നുണ്ടാവുക? ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ റിവ്യൂ. അത് നമുക്ക് സെക്കൻഡറി ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് പ്രൈമറി ആയിട്ട് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ റിപ്പോർട്ടിംഗ് സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാന്ന് പറയാം. ആ പോയിന്റ് പറയുന്നതിന്റെ കൂട്ടത്തിൽ എപ്പോഴും ഒരു ആഡ് ഓൺ എഴുതണം. എന്താ പറയേണ്ടത് നിങ്ങൾ? കോഡ് ഓഫ് എത്തിക്സ് പ്രകാരം ലിസ്റ്റഡ് എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ അത് പ്രൊഹിബിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാം? കൊടുക്കാൻ പാടില്ല എന്ന് പറയാം. മനസ്സിലായോ മക്കളെ? അതർ സർവീസസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇല്ല. അതർ സർവീസസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന അതർ സർവീസസ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ചോദിച്ചു. ഇത് ലിസ്റ്റഡ് എൻറ്റിറ്റി അപ്പം പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്താൽ മതിയില്ലേ? മതി. അല്ല, നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? ആദ്യം ഒരെണ്ണം പറയണം, എന്നിട്ട് നമ്മൾ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് അടുത്ത് പറയാ. മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്ത് പറയാ? ആദ്യം നമ്മൾ പറയാ ഇത് അത് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാം. ഹൗവർ ഇതൊരു ലിസ്റ്റഡ് എൻറ്റിറ്റി ആണ് എന്നുണ്ടെങ്കിൽ കോഡ് ഓഫ് എത്തിക്സ് പ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് സച്ച് എ സിറ്റുവേഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി മസ്റ്റ് ഡിസ്കസ് ദിസ് മാറ്റർ വിത്ത് ദ മാനേജ്മെന്റ് ആൻഡ് ക്ലയന്റ്സ്. അല്ല, നിങ്ങൾ പറ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്കാര്യം ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് ക്ലയന്റിന്റെ മാനേജ്മെന്റ് ഗവേണൻസ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ആയിട്ട് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറയാം?
പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യണമെന്ന് പറയാ റിക്വസ്റ്റ്. ഓക്കെ. ആൻഡ് ഇപ്പം ഓഡിറ്ററിനെ വീണ്ടും പ്രഷറൈസ് ചെയ്യാണ്, ഓഡിറ്ററി വർക്ക് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓഡിറ്ററിനെ ഇൻസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയാം? എന്ത് ചെയ്യണം എന്ന് പറയേണ്ടത്? We must consider resigning from the influence. എപ്പോഴും അതാണ് ലാസ്റ്റ് ഓപ്ഷൻ. If there is no other, just a moment. Yeah, if there is no other option, നമുക്ക് എപ്പോഴുള്ള ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? We must be resigning from the engagement. അതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് ഇവിടെയുള്ള ത്രെട്ട് ആൻഡ് സേഫ് ഗാർഡ്സ് എന്ന് പറയാം. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ, ജസ്റ്റ് എ മൊമെന്റ്. രാഹുൽ, അഡ്വക്കസി ത്രെട്ട് വരുമോ റെഗുലേറ്ററി അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്? ബ്രോ, അഡ്വക്കസി ത്രെട്ട് എപ്പോഴാണ് വരിക എന്നറിയോ? റെഗുലേറ്ററി അതോറിറ്റിയുടെ അടുത്ത് കമ്പനിയാണ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വക്കസി വരൂല. നമ്മളോട് ഇപ്പൊ പറയാണ്, ഇങ്ങനെ ഇപ്പൊ ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്തേക്കാന്ന് വെച്ചോ, the auditor is requested to provide the advice and he is also being insisted to submit it to the regulatory authority എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരും? അഡ്വക്കസി ത്രെട്ട് വരും. നമ്മൾ ക്ലയന്റിനെ കൊണ്ടുപോയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അഡ്വക്കസി ത്രെട്ട് കയറി വരുള്ളൂ. ക്ലയന്റ് തന്നെയാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അഡ്വക്കസി വരൂല കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ വരുന്ന ത്രെട്ടും സേഫ് ഗാർഡും. എന്തോ ഈ ലിസ്റ്റഡ് എന്റിറ്റിക്ക് അതർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അഫക്ട് ചെയ്യുവാണെങ്കിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ. നമ്മൾ അങ്ങനെയാണ് പറയാ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ അഫക്ട് ചെയ്യുന്ന സർവീസസ്. മറ്റേ സെൽഫ് റിവ്യൂ വരുന്ന കേസസിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. ബേസിക്കലി അങ്ങനെയാണ് പറയാ, മനസ്സിലായോ? അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് കോഡിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, ഒറ്റയടിക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കോഡിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ഇൻ കേസ് ഇഫ് യു ആർ പ്രൊവൈഡിങ് എനി ഓഫ് ദി assurance services to a client, you are not allowed to provide any assurance or non assurance services to the same client എന്നാണ് ഇപ്പൊ കോഡ് ഓഫ് എത്തിക്സിനകത്ത് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. പക്ഷേ അതിന്റെ അകത്ത് ഇൻഡെപ്ത് ആയിട്ട് നോക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന പ്രൊവിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ക്ലയന്റിന്റെ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് റിലേറ്റഡ് സർവീസസ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന് അഫക്ട് ചെയ്യുന്ന സർവീസസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ ഇഫ് യു ആർ പ്രൊവൈഡിങ് an IT സർവീസസ് റിലേറ്റിംഗ് ടു ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പാടില്ല. നിങ്ങളിപ്പോ ഒരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും ഇംപ്ലിമെന്റേഷനോ റിവ്യൂ ആയിട്ട് വല്ലതാണ് പോയി ചെയ്ത്, അങ്ങനെയാണെങ്കിൽ അത് ഓഡിറ്റിനകത്ത് വരുന്നതല്ലേ? കാരണം ഓഡിറ്റിന് സമയത്ത് നിങ്ങൾ വീണ്ടും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന് ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യും. അപ്പൊ അവരെല്ലാം എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ത്രെട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, കോഡ് ഓഫ് എത്തിക്സിന്റെ പുതിയ പ്രൊവിഷൻ അത് പറയുന്ന ഇതാണ്, അൾട്ടിമേറ്റ് സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് എന്താ? അങ്ങനെ എന്ത് സർവീസ് റിക്വസ്റ്റ് ചെയ്താലും നിങ്ങളത് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലായോ? സോ ഈ റെഗുലേറ്ററി ഇഷ്യൂസ് വരുന്നു, റെഗുലേറ്ററി ബോർഡിന്റെ മുന്നിലല്ലേ നമ്മൾ സബ്മിറ്റ് ചെയ്യണ്ടേ? സോ അത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ സെൽഫ് റിവ്യൂ വരാം, അങ്ങനെ എഴുതാൻ പറ്റുമോ? ഈ ഒരു ആംഗിളിൽ നിന്ന് പറ്റുമെന്ന്. കാരണം നമ്മള് ഇത് റെഗുലേറ്ററി അതോറിറ്റിക്കാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ എഫക്ട് ചെയ്യും. നമ്മള് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി നമുക്ക് പറയാമെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇൻഡയറക്ട്ലി പറയാം. പക്ഷെ അതിനകത്തുള്ള ഒരു ഫാക്ട് എന്താണെന്നറിയോ? നമുക്കിവിടെ പ്രൈമറി ആയിട്ട് പറയാൻ വേറൊരു കേസ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ഇഫക്റ്റ് ആണ്. പക്ഷെ അവിടെ ഒരു ഡയറക്റ്റ് ഇഫക്റ്റ് ആദ്യമേ ഉണ്ട്. എന്താണ്? ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു സാധനമാണ്, ശരിയല്ലേ? നമ്മുടെ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗിന്റെ അകത്ത് വരുന്നതാണ്, അതർ ഇൻഫർമേഷന്റെ അകത്ത് വരുന്ന കാര്യമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താണെങ്കിലും അവിടെ വരും. അപ്പൊ ഡയറക്ട്ലി നമുക്ക് എന്താണ്? സെൽഫ് റിവ്യൂ തന്നെയാണ്. അപ്പൊ ഒരു സെക്കൻഡറി കാര്യം പറയണം എന്നില്ല കേട്ടോ. അപ്പൊ സർ ഈ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗിൽ വരുന്നത് നമ്മൾ സെൽഫ് റിവ്യൂ ആയിട്ട് എടുക്കും? അതെടുക്കും. കാരണം എന്താണ്? നമ്മൾ ഓഡിറ്റിന്റെ പാർട്ടായിട്ട് തന്നെ വരുന്നല്ലേ അത്. നമ്മള് അതർ ഇൻഫർമേഷൻ അത് വരുന്ന ഇൻഫർമേഷൻ തന്നെയല്ലേ അത്. അപ്പൊ അത് സെൽഫ് റിവ്യൂ ആയിട്ട് തന്നെ വരും കേട്ടോ. ഓക്കെ സർ. പക്ഷെ നമ്മൾ അതർ ഇൻഫർമേഷൻ നമ്മൾ ഓഡിറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഓഡിറ്റർക്ക് ഇല്ലല്ലോ. അതർ ഇൻഫർമേഷൻ നമ്മൾ ഓഡിറ്റ് അല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചെക്ക് ദ കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അതർ ഇൻഫർമേഷൻ അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അണ്ടറിൽ തന്നെ വരുന്ന ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ സെൽഫ് റിവ്യൂ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ സർ. ഇനി we were having one more requirement over here. Request to my respond to my request under the use of audit data analytics to enhance audit efficiency, effectiveness and quality control in the group audit. So well, actually ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, ടു ബി ഫ്രാങ്ക്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു നമ്മളൊരു സെപ്പറേറ്റ് സെഷൻ ആണ് എന്തിനു വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യാൻ പോവുക? ടെക്നിക്കൽ ആർട്ടിക്കിളിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യാൻ പോവുക. ആൻഡ് നമുക്കുള്ളൊരു ടെക്നിക്കൽ ആർട്ടിക്കിൾ ആണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്.
and it's a very simple and specific technical article. And one more thing, guys, ഈ പ്രാവശ്യം നമുക്ക് വന്നേക്കുന്ന സിലബസ് ചേഞ്ച് എന്നല്ല, നമുക്ക് ടെർമിനോളജി ചേഞ്ചസ് ആണ് വന്നേക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പറയാം. ടെർമിനോളജി ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും നാൾ നമ്മൾ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിന് പകരം ഇനി തൊട്ട് പറയാം സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ എന്നായിരിക്കും. അതേപോലെ തന്നെ ഇപ്പം ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ കോമ്പണൻസിന്റെ അകത്ത് നിങ്ങൾ പണ്ട് AA പഠിച്ചിട്ടുണ്ട്, ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്, ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് ഒരു കോമ്പണന്റ്. അതിന് പകരം ഇനി തൊട്ട് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെ കുറച്ച് ചേഞ്ചസ് മാത്രമാണ് വന്നിരിക്കുന്നത്. ബട്ട് നിങ്ങളോട് എക്സാമിനോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, ഈ പ്രാവശ്യം തൊട്ട് കൂടുതൽ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ഡാറ്റ അനലിറ്റിക്സിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ആൻഡ് ബേസിക്കലി റിക്കറിംഗ് ആയിട്ട് ഡാറ്റ അനലിറ്റിക്സിനെ കുറിച്ച് ചോദിച്ചു വരാറുള്ളത് ഇത് തന്നെയാണ്. സോ ഡാറ്റ അനലിറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ്. സോ വാട്ട് ഓൾ ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ്? ഡാറ്റ അനലിറ്റിക്സ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സ് ഏതൊക്കെ ഏരിയാസ് ഓഫ് ഓഡിറ്റിലാണ് യൂസ് ചെയ്യാൻ പറ്റുക, എവിടെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക ഡാറ്റ അനലിറ്റിക്സ്? ദിസ് ഇസ് ആൻസർ തന്നെയാണിത്. ഡാറ്റ അനലിറ്റിക്സ് എവിടെയൊക്കെ ആയിരിക്കും മക്കളെ യൂസ് ചെയ്യാൻ പറ്റുക? എവിടെയായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? എനി ഐഡിയ? വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഡാറ്റ അനലിറ്റിക്സിന്റെ യൂസേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി ആർ യൂസിങ് സിസ്റ്റം ടു പെർഫോം ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റംസ് അല്ലെങ്കിൽ CAT, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്ക്, CAAT, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്ത് ഓഡിറ്റ് ചെയ്യുന്നതിനെ തന്നെയാണ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുക. ഓർ വി വിൽ കോൾ ഇറ്റ് ആസ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ്. അതായത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഒരുമിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുന്നതിനെയാണ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുക. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡാറ്റ അനലിറ്റിക്സ് നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡേ ടെക്നിക്കൽ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യും. ഡേറ്റ് നിങ്ങളുടെ അടുത്ത് പറയാം. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് സെഷൻ ഉണ്ടാവും, അതിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. ബട്ട് ഇപ്പോൾ ആൻ ഓവർവ്യൂ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയാം. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അതായത് ഒരു പർട്ടിക്കുലർ ക്ലയന്റിന്റെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസിലി ആ എൻറ്റിറ്റിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഒബ്ടൈൻ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗ്രൂപ്പ് ഡാറ്റ ഉള്ള സമയത്ത് ആ ഡാറ്റയുടെ ട്രെൻഡ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ദെൻ അതേപോലെ തന്നെ നമുക്ക് ക്ലയന്റിനോട് കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഓഡിറ്റ് പ്രോസസ്സിനെ കുറിച്ച് നടത്താനായിട്ട് എളുപ്പമായിരിക്കും. നമുക്ക് വളരെ ക്വിക്കായിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാം, മോർ എഫിഷ്യന്റ് ആയിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും. ലാർജ് എമൗണ്ട് ഓഫ് സാമ്പിൾസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡേറ്റാസ് നമുക്ക് ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാം. ഡേറ്റാസ് ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാവും, നമ്മൾ പലതരത്തിലുള്ള ട്രെൻഡും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള അസംഷൻസും കാര്യങ്ങളൊക്കെ എടുക്കും. അങ്ങനെ പലതരത്തിലുള്ള ഇപ്പൊ എന്താ പറയുക സ്റ്റിമുലേഷൻസ് ഒക്കെ ചെയ്യും. അതിനൊക്കെ എളുപ്പമായിരിക്കും ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂഷ്വലി ഓറൽ ആയിട്ടാണ് പ്രസന്റേഷൻസ് നടത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫോമിലായിരുന്നു പണ്ട് പ്രസന്റേഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. ഡാറ്റ അനലിറ്റിക്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ചാർട്ടും ഗ്രാഫും ഫിഗേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡേറ്റാസ് ക്ലയന്റിന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറയാണ് ഡാറ്റ അനലിറ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സൈബർ അറ്റാക്ക് കാരണം കൊണ്ട് എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഡേറ്റയ്ക്കകത്ത് വന്നേക്കുന്നതെന്നൊക്കെ നമുക്ക് പ്രോപ്പർലി കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ ആയിരിക്കും ബേസിക്കലി ബെനിഫിറ്റ്സ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് പറയാം. ക്ലിയർ ആയ എല്ലാവർക്കും? മനസ്സിലായോ മക്കളെ? ഓക്കെ, അപ്പൊ ലിറ്ററലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വൺ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ അകത്ത് സ്പെസിഫിക്കലി പറഞ്ഞാണ്, ക്വസ്റ്റ്യന്റെ അകത്ത് ഒരു സൈബർ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പം സൈബർ അറ്റാക്ക് കാരണം 1400 കസ്റ്റമേഴ്സിന്റെ ഡേറ്റ മാനിപ്പുലേറ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പം ഡേറ്റ മാനിപ്പുലേറ്റ് ആയത് എത്രത്തോളമാണ്, അത് കാരണം കൊണ്ട് കസ്റ്റമർ ഡേറ്റയ്ക്കകത്ത് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ അനലിറ്റിക്സ് വഴി അനലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പൊ ലിറ്ററലി പറഞ്ഞാൽ CAT യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണോ അത് തന്നെയാണ് ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നുള്ള ബെനിഫിറ്റ്. അതായത് ലാർജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ആക്യുറേറ്റ് ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റും. ലാർജ് സാമ്പിൾസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ദെൻ ലാർജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് നമുക്ക് ഒരുമിച്ച് ഗ്രാഫിക്കലായിട്ടൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ന്യൂ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഒബ്ടൈൻ ചെയ്യാൻ പറ്റും. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതൊക്കെയാണ് ഡാറ്റ അനലിറ്റിക്സിന്റെ ബെനിഫിറ്റ് എന്ന് പറയാം. ക്ലിയർ ആയ എല്ലാവർക്കും? മനസ്സിലായ മക്കളെ? ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യന്റെ അകത്ത് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരുന്നോ? അല്ല. These were all part of a main requirement. നമ്മുടെ മെയിൻ റിക്വയർമെന്റ് എന്തായിരുന്നു? ബ്രീഫിംഗ് നോട്ടാണ് നമ്മളോട് ക്ലയന്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്. ആ ബ്രീഫിംഗ് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ റിക്വയർമെന്റ്. സോ ഈ ബ്രീഫിംഗ് നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, ബ്രീഫിംഗ് നോട്ട് നമ്മൾ യൂഷ്വലി എപ്പോഴും എന്തൊക്കെ കൊടുക്കാറ്? ബ്രീഫിംഗ് നോട്ട് എന്നുള്ള ഹെഡിങ് ആദ്യമേ കൊടുക്കണം.
ദെൻ ആർക്കാണ് എപ്പോഴും 2 എൻഗേജ്മെന്റ് പാർട്ണർ തന്നെയായിരിക്കും, ഓഡിറ്റ് മാനേജർ ആയിരിക്കും അയക്കുക. നമ്മുടെ ക്ലയന്റിന്റെ പേര്, അതാണ് ഓഡിറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്, സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ. These briefing notes are prepared to assist with the planning of the CREX group for the financial year ending 31st December 2015. Notes of evaluation of audit risk which should be considered in planning the audit of group audit എല്ലാം എപ്പോഴും സെയിം തന്നെയായിരിക്കും. എന്തുതന്നെയാണ്? Notes recommend about the audit procedures. Then there's a discussion on matters about the P company's additional audit engagement procedures. Finally, they have also given about the data analytics. എന്ത് തന്നെ മക്കളെ നമ്മൾ എപ്പോഴും ഇവിടെ എഴുതുന്നുണ്ടാവുക? Nothing but the requirement. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ നേരെ റിക്വയർമെന്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. വേറെ എഫോർട്ട് ഒന്നും അവിടെ എടുക്കാൻ പോകണ്ട. നേരെ റിക്വയർമെന്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, അല്ലാതെ ടൈം പോകും. ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഇനി കൺക്ലൂഷൻ പറയുന്ന സമയത്താണെങ്കിലും കൺക്ലൂഷനകത്ത് നിങ്ങൾ പറയുന്നുണ്ടാവും എന്തായിരിക്കും? ബ്രീഫിംഗ് നോട്ടിനകത്ത് സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്കുകൾ ഉണ്ട്, ആൻഡ് ഈ റിസ്കുകൾ ഏതൊക്കെ ഏരിയനായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പറയാം, നിങ്ങൾ ഫൈനലി നിങ്ങൾ ഓഡിറ്റ് ഫീൽഡ് വർക്ക് പെർഫോം ചെയ്യുന്നതിന് മുന്നേ ഓഡിറ്റ് പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ റിസ്കുകൾ എല്ലാത്തിനെയും നിങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഡ്രാഫ്റ്റ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ പറയാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്താൽ മതി. മനസ്സിലായോ എല്ലാവർക്കും? മക്കളെ മനസ്സിലായോ? Yes, sir. Okay. So that's all about the 50 marks question. ഇത്രയാണ് നമ്മുടെ 50 മാർക്സിന്റെ ക്വസ്റ്റ്യനകത്ത് ഉള്ളത്. ഓക്കെ, എല്ലാവരും എല്ലാ പോയിന്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നോ മക്കളെ? എല്ലാവരും എല്ലാ പോയിന്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ. വാസ് നോട്ട് എ ബിഗ് ടഫ് ക്വസ്റ്റ്യൻ അല്ലേ? കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അതെ. നോർമലി നമ്മൾ ചെയ്യാറുള്ള, എപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മുടെ നോട്ട്സിന്റെ അത് വെച്ച് ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആസ് വെൽ, കാരണം ഡിസംബർ 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ. And the next question. Yeah. Next, it's a 25 mark question which have been split into one 50 mark question and another 10 mark question. And let's start with the 15 marks area. And it's a very simple question which is based on quality control. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? Comment on the quality of planning and performance of audit of river company. Discuss the quality control and ethical and other professional issues raised. Recommending appropriate actions to be taken. ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ്. സോ സ്പ്ലിറ്റ് ദ റിക്വയർമെന്റ്. ഒന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് പ്ലാനിങ് ആൻഡ് പെർഫോമിംഗ് ഓഫ് ഓഡിറ്റിന് മേലെ നിങ്ങൾ കോമന്റ് ചെയ്യണം. 2, ഡിസ്കസ് ദ ക്വാളിറ്റി കൺട്രോൾ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് റേസ്ഡ്. എന്തൊക്കെയാണോ ക്വാളിറ്റി കൺട്രോൾ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് നിങ്ങൾ പറയാം. 3, അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പറയണം. ലിറ്ററലി ഇറ്റ്സ് നത്തിങ് ബട്ട് ദ സേഫ് ഗാർഡ്സ്. ഇത്രയാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. And basically when it comes to an area of quality control ന്റെ ഏരിയയിൽ സ്പെസിഫിക്കലി ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. There are certain number of questions to be asked to the question. അല്ലേ? There are certain number of questions to be asked to the question. ക്വസ്റ്റ്യനോട് ചോദിക്കാനായിട്ട് നിങ്ങളെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മക്കളെ ചോദിക്കേണ്ടത്? ക്വാളിറ്റി കൺട്രോളിന്റെ കേസിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നാണ് നമ്മൾ റിവിഷൻ ക്ലാസ്സിന്റെ സമയത്താണെങ്കിലും ക്ലാസ്സിലും എല്ലാം പഠിച്ചത്. ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ടാവണം. പിന്നെന്താ നോക്കേണ്ടത്? അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണോ വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നത് നോക്കാം. ആണോ നോക്കണം. ഓഡിറ്റ് എവിഡൻസ് കറക്റ്റ് ആണോ കളക്ട് ചെയ്തേക്കുന്നത് നോക്കണം. ഓഡിറ്റ് പ്ലാൻ പെർഫോം ചെയ്തേക്കുന്നത് നോക്കാം. വർക്ക് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ നോക്കാം. ടൈപ്പ് ഓഫ് എവിഡൻസ് നോക്കുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നാണ് പറഞ്ഞത്? ഓറൽ ആണോ റിട്ടൺ ആണോ നോക്കാം. പിന്നെ ഓഡിറ്റർ ഒബ്റ്റൈൻ ചെയ്തതാണോ അതോ ക്ലയന്റ് പ്രൊവൈഡ് ചെയ്തതാണോ നോക്കാം. പിന്നെ വേറെന്തായിരുന്നു? എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ എവിഡൻസ് ആണോ നോക്കാം. പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത്? ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണോ അതോ കാര്യങ്ങളാണ് നോക്കുക. ഒറിജിനൽ ആണോ റിട്ടേൺ ആണോ കൂടുതൽ റിലയബിള്? സോറി, റിട്ടേൺ ആണോ? റിട്ടേൺ. ക്ലയന്റ് പ്രൊവൈഡ് ചെയ്താണോ? എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ? എക്സ്റ്റേണൽ. ഒറിജിനൽ ഫോട്ടോ കോപ്പീസ് ആണോ? ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആയിരിക്കും റിലയബിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഏത് ആണ് ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂ എന്നുള്ളത് ട്രേസ് ചെയ്യുന്നുണ്ടാവുക. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി. ഇതിപ്പോഴും വലുതായിട്ടൊന്നും ഓർത്ത് വെക്കണ്ട, സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. എന്തൊക്കെയായിരുന്നു? ISA ഫോളോ ചെയ്തിട്ടുണ്ടോ? അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫ് ആണോ? ടൈം പ്രഷേർഡ് ആണോ? ടൈപ്പ് ഓഫ് എവിഡൻസ് കറക്റ്റ് ആണോ? ഓഡിറ്റ് പ്ലാൻ പ്രകാരമാണോ? പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. It is 1st July 2015. You are the audit manager in Belford and Company, a firm of chartered certified accountants.
Your role includes performing post-issuance audit quality reviews, and you have been asked to review the audit work performed on reverse company for the financial year ended 31st March 2015. You gather the following information from the review of audit file. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഓഡിറ്റ് മാനേജർ ആണ് വെൽഫെഡ് ആൻഡ് കമ്പനിയുടെ, നിങ്ങളാണ് പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. പ്രീ ഇഷ്യൂൻസ് റിവ്യൂ അല്ല പറഞ്ഞേക്കുന്നത്. എന്തിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്? പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂവിനെ കുറിച്ചിട്ടാണ്. എന്തായിരുന്നു മക്കളെ പ്രീ ഇഷ്യൂൻസ് റിവ്യൂവും പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂവും തമ്മിലുള്ള വ്യത്യാസം? പ്രീ ഇഷ്യൂൻസ് റിവ്യൂ എപ്പോഴാണ് നടക്കുന്നത്? Before the audit report are provided to the client. Post issuance review after the audit report provided. Pre issuance review ന്റെ purpose എന്തായിരുന്നു? ഓഡിറ്റിന്റെ റിപ്പോർട്ടിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാണ്. പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ആണെങ്കിലോ ഓഡിറ്റ് കൺട്രോൾ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാനായിട്ടാണ്. അപ്പൊ ഇവിടെ വരുന്ന ഒരു വ്യത്യാസം എന്താണെന്നറിയോ? പ്രീ ഇഷ്യൂൻസ് റിവ്യൂവും പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂവും ചോദിക്കുമ്പോൾ വരുന്ന ഒരേ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. പ്രീ ഇഷ്യൂൻസ് റിവ്യൂവിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രീ ഇഷ്യൂൻസ് റിവ്യൂ ആണ് ചെയ്യാൻ ചെന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നോക്കണ്ട? ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ നടന്നോ എന്നുള്ള കാര്യം നോക്കണ്ട. പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ആണ് നിങ്ങൾ ചെയ്യാൻ ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തും കൂടി നോക്കുന്നുണ്ടാവണം? എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കണം. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയി മക്കളെ? ഓക്കെ, ഷുവർ. അതായത് പ്രീ ഇഷ്യൂൻസ് റിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്? നിങ്ങൾ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ടോ അതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്? ഇല്ല. പക്ഷേ നിങ്ങൾ പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ഇയർ എൻഡിന് ശേഷം ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തതിനു ശേഷമാണ് നിങ്ങൾ റിവ്യൂ നടത്താൻ ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നോക്കണം? നേരത്തെ ഒരാള് പ്രീ ഇഷ്യൂൻസ് റിവ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയായിരിക്കും? ഒരു ക്വാളിറ്റി കൺട്രോൾ വീക്ക്നെസ് തന്നെയായിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിക്കേ. River Company is a listed company operating in construction industry. The company complies with corporate governance regulation and has an audit committee. River's company has been an audit client of Welford and Company for 8 years, and Bob Newbold has been the audit engagement partner during this time. The River Company's auditor's report was signed by Bob Newbold and issued last week. The report contained an unmodified opinion. Okay. Welfred and Company issues its staff to record each hour they spend on each client in firm's time management system. From reviewing the time records relating to the audit of River's Company, you are aware that Bob and other audit team members recorded the following amount of time on audit. Bob Newbold, audit engagement partner, 2 hours. Pat Canley, 6 hours. Anslia Kinson, audit manager, spends 35 hours. And audit assistant spend 130 hours. It is apparent that your review that almost all the detailed review of the audit working papers are completed by Anslia, who has evidenced her review by stating final review on each page of the audit file. She has been recently promoted to the audit manager. You are also aware that Bob Newbold booked a total of 40 hours to River's Company in respect of non-audit work performed. The only information you can find in documentation is that the non-audit work related to special investigation, and Bob confirms that it does not create threat to auditors' objectivity. The total fees charged, the audit was £250,000, and the fee for special investigation is $890,000. From reviewing the audit working papers, you are aware that the going concern was identified as a significant audit risk at the planning stage of the audit due to low profit margin or losses being made on many of the company's construction contracts, increasing economic uncertainty. The company typically has 20 contracts ongoing at any time. Most of the audit work on going concern was performed by Mary, an audit assistant who has just taken her last professional exam and is not yet qualified. The majority of the audit work performed by the going concern focused on review of 5 major contracts to determine their profitability. The management of River's Company identified major contracts for review and provided Mary with forecasts indicating that contracts would all make a small profit. Mary confirmed that the assumption used in forecast agreed to assumptions
used in the previous years and concluded that the contract which he has reviewed support the going concern status of the company. Having reviewed this major contract, Mary completed the conclusion on the going concern, stating that there are no significant uncertainty over the going concern. Cool. So we have got a lot of information and it's a pakka straightforward question. നിങ്ങൾക്ക് ഒരു സാധനം ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. നേരെ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് എടുക്കുക. ഈ ചെക്ക് ലിസ്റ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും ഇവിടെ നിന്ന് ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ പറഞ്ഞേ, ഓരോന്നോരോന്നായിട്ട് പറ, എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഇവിടെ ഉള്ളത്? ലോങ് അസോസിയേഷൻ വിത്ത് അഷുറൻസ് ക്ലയന്റ് അല്ലേ? എവിടെയാണ് ലോങ് അസോസിയേഷൻ വിത്ത് അഷുറൻസ് ക്ലയന്റിനെ കുറിച്ച് പറയുന്നത്? നമ്മൾ വെൽഫ്രോഡ് കമ്പനി 8 years ആയിട്ട് ഇവരെ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ ലോങ് അസോസിയേഷൻ വിത്ത് അഷുറൻസ് ക്ലയന്റ് ഉണ്ടാവുന്ന സമയത്ത് ബേസിക്കലി അവിടെ എന്തൊക്കെ തരത്തിലുള്ള റിസ്കുകളായിരിക്കും വരുന്നുണ്ടാവുക? ഐ മീൻ എന്തൊക്കെ തരത്തിലുള്ള എത്തിക്കൽ ത്രെട്ടുകളായിരിക്കും ലോങ് അസോസിയേഷൻ വിത്ത് അഷുറൻസ് ക്ലയന്റിന്റെ കേസിൽ വരുന്നുണ്ടാവുക? പിന്നെ ഏതാണ്? എക്സാക്ട്ലി. നമുക്കറിയാം ലോങ് അസോസിയേഷൻ വിത്ത് ക്ലയന്റ് ഉണ്ടാവുന്ന സമയത്ത് ബേസിക്കലി അവിടെ വരുന്നുണ്ടാവുക ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ഫസ്റ്റ് വൺ വിൽ ബി എ ഫെമിലിയാരിറ്റി ത്രെട്ട്. ദർ വിൽ ഓൾവേസ് ബി എ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് a familiarity threat, and also there is also a possibility of having a self-interest threat. Familiarity threat um self-interest threat varikkum varunundavua when there is a long association with the assurance client undavua. Adine kurichu explain cheyyunnundavane. Endukonda familiarity threat undavunathu? Familiarity threat undavunatha long term association with the client undayi kayumbethinu ninge endu cheyan pattilla, objective ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. So there can be chances that നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം പ്രോപ്പർലി എടുക്കുന്നുണ്ടാവില്ല, ജഡ്ജ്മെന്റ്സ് എടുക്കുന്നത് മിസ്ലീഡഡ് ആവാം. അപ്പൊ അവിടെ എന്തുകൊണ്ടുണ്ടാവും എന്ന് പറയാം. മനസ്സിലായോ? അത് എപ്പോഴും മനസ്സിൽ വെച്ചോ കേട്ടോ. ഫെമിലിയാരിറ്റി ത്രെട്ടിനെ കുറിച്ച് നിങ്ങൾ എപ്പോൾ പറഞ്ഞാലും എന്ത് പറഞ്ഞാൽ മതി, ലോങ് ടേം അല്ലെങ്കിൽ ഫെമിലിയാരിറ്റി ത്രെട്ട് ഉണ്ടാവുന്ന പോസിബിലിറ്റി ഉള്ള കേസുകളിലെല്ലാം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യില്ല, സ്കെപ്റ്റിസിസം ഫോളോ ചെയ്യത്തില്ല. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾ ജഡ്ജ്മെന്റ്സിന്റെ അകത്തും ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അതിനെക്കുറിച്ച് പറയാം. സെൽഫ് ഇൻട്രസ്റ്റ് അവിടെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അത് നമ്മൾ എങ്ങനെയായിരിക്കും പറയാ? ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ലോങ് ടേം റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ അവിടെ എന്തുണ്ടാവും, സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം പറയാം. ഓക്കെ, പിന്നെ വേറെന്താ പ്രശ്നം? What are the other issues? Time spent by the audit engagement partner is very less. Time spent by each person. അപ്പൊ നമുക്ക് ലിറ്ററലി പറഞ്ഞത് ഏത് പോയിന്റിന്റെ വാലിഡിറ്റിന് വേണ്ടി യൂസ് ചെയ്യാം? അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫ് വർക്ക് ചെയ്തതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ടൈം സ്പെൻഡ് ബൈ ഈച്ച് പേഴ്സൺ. ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. ഔട്ട് ഓഫ് ടോട്ടൽ 173 hours ആകെ 2 hours ആണ് എന്ത് ചെയ്തേക്കുന്നത്, എൻഗേജ്മെന്റ് പാർട്ണർ ഈ ഒരു എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്നത്. അതൊരു ഫെയർ ആയിട്ടുള്ളതായിരിക്കുമോ? അല്ല. കാരണം എന്താണ്, നമുക്കറിയാം അൾട്ടിമേറ്റ് റിവ്യൂ വിത്തിൻ ദ എൻഗേജ്മെന്റ് ടീം ചെയ്യുന്നുണ്ടാവും ആരായിരിക്കും? ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ ആയിരിക്കും. സോ ബൈ ജസ്റ്റ് സ്പെൻഡിങ് എ 2 hours ഇൻ എ പർട്ടിക്കുലർ എൻഗേജ്മെന്റ്, ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർക്ക് പ്രോപ്പർ റിവ്യൂ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ ജഡ്ജ്മെന്റ് ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ ആഡിക്വേറ്റ് ആയിട്ടുള്ള ടൈം ഓഡിറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ ഓരോന്ന് എടുത്തിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം. പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്? Majority of the work is done by audit assistant. Majority of work is done by audit assistant. പക്ഷെ അവിടെ 6 പേരുണ്ട് അല്ലേ? 6 പേരുണ്ട്. 6 പേര് കൂടിയിട്ടാണ് മജോറിറ്റി ഓഫ് വർക്ക് ചെയ്തേക്കുന്നത്. അതിനെ കുറിച്ച് നമുക്ക് പറയാം. പിന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് വേറെ എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇവിടെ പറയാനായിട്ടുണ്ടോ? Anisa Kinnatan, she's a new audit manager and she won't have sufficient knowledge of the client. Rather, the work can be performed by the audit engagement partner or the senior audit manager. സൂപ്പർ. നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ? നിങ്ങളോട് പ്രോപ്പർ ആയിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ബോബ് ഒരുപാട് ടൈം വർക്ക് ചെയ്തിട്ടില്ല. പകരം ആരാണ് ഏറ്റവും കൂടുതൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു? ആൻസിയ കിൻറ്റൺ ആണ് കൂടുതൽ എമൗണ്ട് ഓഫ് വർക്ക് പെർഫോം ചെയ്തേക്കുന്നത്. പുള്ളിക്കാരൻ എത്ര അവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? 35 hours ആണ് ഈ വർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവരൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഡിറ്റ് മാനേജർ ആണോ? അല്ല. ഷീ ഹാസ് ബീൻ റീസെന്റ് പ്രൊമോട്ടഡ് ടു ദ ഓഡിറ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഷീ മൈറ്റ് നോട്ട് ബി ഹാവിംഗ് സഫിഷ്യന്റ് നോളജ് ടു പെർഫോം മജോറിറ്റി ഓഫ് വർക്ക്സ് ഓഫ് ദി കമ്പനി. മജോറിറ്റി ഓഫ് വർക്ക് ഓഫ് ദി ഫേം. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം, വർക്കിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാം. പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും ക്രൂഷ്യൽ ആയിട്ട് അതിനെ കുറിച്ച് പറയുന്ന പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ?
എക്സാക്ട്ലി. നിങ്ങളോട് എന്ത് പറയുന്നുണ്ട്? ഈ പുള്ളിക്കാരി വർക്ക് പെർഫോം ചെയ്തിട്ട് എല്ലാത്തിന്റെ അവസാനം അത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്? ഫൈനൽ റിവ്യൂ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്തായിരിക്കും? അവർക്ക് ഇനി വേറെ ആരെങ്കിലും റിവ്യൂ ചെയ്യുന്നുണ്ടാവുമോ? ഇല്ല. ആൻഡ് മോർ ഓവർ പുള്ളിക്കാരി 35 hours സ്പെൻഡ് ചെയ്തപ്പോൾ ഓഡിറ്റ് മാനേജർ എത്ര അവേഴ്സാണ് സ്പെൻഡ് ചെയ്യുന്നത്? 6 hours മാത്രമാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? ഓഡിറ്റ് മാനേജർ പെർഫോം ചെയ്തേക്കുന്ന നമുക്ക് ആരും റിവ്യൂ ചെയ്തിട്ടുണ്ടാവില്ല. ഓഡിറ്റ് സീനിയർ ഓഡിറ്റ് മാനേജറും റിവ്യൂ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോസിബിലിറ്റീസ് ഓഫ് ഹാവിംഗ് മിസ്റ്റേക്സ് എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ വേറെന്താ പ്രശ്നം? The audit engagement partner focuses more on the special investigation rather than the audit. The audit engagement partner is focusing much more on the special investigation rather than spending time on the audit engagement. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് പല എത്തിക്കൽ ത്രെഡ്സ് പറയാൻ പറ്റും അല്ലേ? എന്തൊക്കെ എത്തിക്കൽ ത്രെഡ് ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റുക? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് ഉണ്ടാവുന്നത്? Because he is getting more audit fees from the special investigation. He is getting more audit fee അല്ല, he is getting more fee from the special investigation. Okay, അപ്പൊ അതെങ്ങനെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് ആയി മാറുന്നത്? High percentage of fee. Super. That will be a client high percentage client അല്ലേ? കാരണം എന്താണ്? We are getting 2,50,000 on the basis of audit engagement, and in addition to that we are getting 890,000 for the purpose of special investigation. So we are getting more than $1 million for the purpose of auditing the client and providing special investigation services. So definitely it's a high percentage client. High percentage client ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും? സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. ബിക്കോസ് ഓഡിറ്റർ വിൽ നോട്ട് ബി വില്ലിംഗ് ടു ലീവ് ദ ക്ലയന്റ് അറ്റ് എനി കോഴ്സ്. അതുകൊണ്ട് തന്നെ ക്ലയന്റിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാവും. പെർഫെക്റ്റ്. പിന്നെ വേറെ എന്താ പറയാൻ പറ്റുന്നത്? സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് വരും എന്ന് പറഞ്ഞു. ഗുഡ്. ഉള്ളത്. ഇനി വേറെ എന്ത് ത്രെട്ടാ ഉള്ളത്? What else? വേറെ എന്ത് ത്രെട്ടാ ഉള്ളത്? Going concern is a high risk area. ഇല്ല കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോലെ ഇവിടെ വേറെ എന്ത് ത്രെട്ടാ ഉള്ളത്? സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഒരു കേസിൽ. സെൽഫ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ? സെൽഫ് ഇൻട്രസ്റ്റ് മാത്രമല്ല, വേറെ ഇഷ്ടം പോലെ ത്രെട്ടുകളുണ്ട്. വേറെ എന്തൊക്കെ ത്രെട്ടുകൾ? എൻഗേജ്മെന്റ് പാർട്ട്ണർ ഓഡിറ്റിന് ജസ്റ്റ് 2 hours അതുപോലെ നോൺ ഓഡിറ്റിന് 40 hours എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ശരിയല്ല. ഓക്കെ, അപ്പൊ എന്ത് ത്രെട്ടാ അവിടെ വരിക? ലോ ക്വാളിറ്റിനെ എഫക്ട് ചെയ്യും അല്ലേ? ക്വാളിറ്റിനെ എഫക്ട് ചെയ്യും. എക്സാക്ട്ലി. അവർ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ടൈം എന്തിനു ചെയ്യുന്നില്ല? ഓഡിറ്റ് എൻഗേജ്മെന്റ് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നില്ല. സോ എൻഗേജ്മെന്റ് ക്വാളിറ്റി റെഡ്യൂസ്ഡ് ആവും. അത് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ മേലെ പറഞ്ഞതിന്റെ കുറിച്ച് പറയാം. ഞാനിപ്പോ ചോദിക്കുന്ന ഇതാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഇഷ്യൂസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെൽഫ് ഇൻട്രസ്റ്റിന്റെ ഇന്റിമിഡേഷൻ ത്രെട്ട് വരുമോ? എന്തുകൊണ്ടാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് വരിക? Because they might say if they don't accept the special investigation, they may cancel the audit also. Okay, and there is another high probability over there. Where എന്താണ്? You get a huge payment from them, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? You getting a huge payment for the special investigation. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് എൻഗേജ്മെന്റിന്റെ മേലെ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാവും? There can be chances that special investigation നിങ്ങളുടെ കയ്യിൽ നിന്ന് ലീവ് ആവാം. അപ്പൊ അതാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ക്ലയന്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ക്ലയന്റ് നിങ്ങളെ അഡ്വേഴ്സ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതപ്പോ എന്ത് ത്രെട്ടായി മാറും? ഇന്റിമിഡേഷൻ ത്രെട്ട് ആയിരിക്കും അത്. മനസ്സിലായോ മക്കളെ? ഓക്കെ, and you're not speaking about something which is very important as a threat here. ഒരു ത്രെട്ടും കൂടി ഉണ്ട് ഇവിടെ. മെയിൻ ത്രെട്ട് നോൺ ഓഡിറ്റ് സർവീസ് ലിസ്റ്റഡ് കമ്പനീസിന് കൊടുക്കും. Yeah, you're providing a non audit service for a listed client. അങ്ങനെയാണ് അവിടെ എന്ത് ത്രെട്ട് ആയിരിക്കും വരിക? സെൽഫ് റിവ്യൂ ത്രെട്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മാത്രം അവിടെ അഡീഷണലി പറയണം. ഇവിടെ നിങ്ങളോട് അവിടെ എന്ത് സർവീസാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളോട് ഇവിടെ എന്ത് പറഞ്ഞു? നോൺ ഓഡിറ്റ് സർവീസ് ആണ് കൊടുക്കുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ ഒരു ഇൻഫർമേഷനും തന്നിട്ടില്ല എന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? ഇൻ കേസ് ഇഫ് ദി നോൺ ഓഡിറ്റ് സർവീസ് റിലേറ്റിംഗ് ടു കമ്പനീസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അവിടെ എന്ത് ത്രെട്ട് ഉണ്ടാവും? അവിടെ സെൽഫ് റിവ്യൂ ത്രെട്ട് ഉണ്ടാവും. മനസ്സിലായോ? ക്ലിയർ ആയ മക്കളെ? പക്ഷെ സാർ അത് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? അത് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം ഇവിടെ നമ്മളോട് അവരെന്തെടുത്ത് പറഞ്ഞു? അവർ നമ്മളോട് എടുത്തു പറഞ്ഞു നോൺ ഓഡിറ്റ് സർവീസ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടില്ല എന്നുള്ള കാര്യം. മനസ്സിലായോ? The only information you can find in the documentation is that
നോൺ ഓഡിറ്റ് വർക്ക് റിലേറ്റഡ് ടു എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളോട് പറയാന്ന് വെച്ചോ, the non-audit service relating to special investigation, however it is, there is nothing that is relating to the financial reporting എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ത്രെട്ട് ഒന്നുമില്ല, ഇന്റിമിഡേഷൻ സെൽഫ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങളോട് എന്ത് പറഞ്ഞു? വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല എന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? അങ്ങനെയാണെങ്കിൽ എങ്ങാനും അത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് എന്തായി മാറും? സെൽഫ് റിവ്യൂ ആയി. മനസ്സിലായോ? ഇത് അവര് നമ്മളോട് ഇങ്ങോട്ടൊരു പ്രൊവിഷൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞത്. അവർ ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും പറയണ്ട. ഓക്കെ, ഓൾറൈറ്റ്. ഇനി അപ്പൊ അത്രയാണ് അവിടെയുള്ള ഏരിയ. ഇനി ഒരു വലിയ ഏരിയ ഇവിടെ കിടക്കുകയാണ്, ഗോയിങ് കൺസേണിനെ കുറിച്ചിട്ട്. എന്തൊക്കെയാ ഇവിടെ പ്രശ്നങ്ങള്? വാട്ട് ആർ ദി ഇഷ്യൂസ് ഹിയർ? ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? Going concern is the highest area, and the work is performed by an audit assistant who is not even qualified. So she lacks competence. Exactly. നമുക്ക് എന്ത് പറയാം? The audit of going concern is one of the highest risk area which might lead to detection risk. കാരണം എന്താണ്? അവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ജഡ്ജ്മെന്റ്സ് യൂസ് ചെയ്യുന്നതാണ്. ഒരു കമ്പനീനെ സംബന്ധിച്ച് ഒരു കമ്പനി ഏറ്റവും കൂടുതൽ ജഡ്ജ്മെന്റ്സ് എടുക്കുന്ന ഏരിയ ആണ് ഇത് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. അതാണ് ഒരു ലോവർ ലെവലിലുള്ള ഒരു സ്റ്റാഫിന് കൊടുത്തേക്കുന്നത്. ദാറ്റ് അവർ തന്നെ സ്പെസിഫിക്കലി നമ്മുടെ അടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, that the staff lacks competence as he haven't even completed the professional qualification. She is just appearing for the last papers in her professional level. Therefore she is not competent. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് പറയാം, അവിടെ ഗോയിങ് കൺസേൺ അസംപ്ഷൻസ് എടുത്തേക്കുന്നത് പ്രോപ്പർ ആയിരിക്കില്ല. ദെൻ പിന്നെ വേറെന്താ പറയാൻ പറ്റുന്നത്? എവിഡൻസ് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് അല്ല. പെർഫെക്റ്റ്. അവർ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ മനസ്സിലായത്? അത് ഫോർകാസ്റ്റ് പ്രീവിയസ് ഇയറും കറന്റ് ഇയറും ഫോർകാസ്റ്റ് മാച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഗുഡ്. പിന്നെ വേറെന്താ? എനിത്തിങ് സ്പെസിഫിക്കലി മെൻഷൻ ഫോർ യു? 5 കോൺട്രാക്ട്സിന്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. 20 കോൺട്രാക്ട്സ്. 5 മേജർ കോൺട്രാക്ട്സ്. ഔട്ട് ഓഫ് 20 മേജർ കോൺട്രാക്ട്സ് അവർ എത്ര കോൺട്രാക്ട് മാത്രമാണ് ചെക്ക് ചെയ്തേക്കുന്നത്? 5 കോൺട്രാക്ട്സ്. 5 കോൺട്രാക്ട് മാത്രമാണ് ചെക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? They haven't checked the cash flows of the company, whether they can repay the liabilities or not. They have just checked the going contracts. അവർ അവരുടെ തന്നെ കോൺട്രാക്ട് ആണ് ചെക്ക് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ ചെക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സൂപ്പർ. But there is something that is more important than all this. എന്താണ്? Sampling risk. No. Yeah, there is something relating to sampling. What is that? എന്താ ഇവിടെയുള്ള പ്രശ്നം? It may be that the 5 major contracts, the other 15 contracts may cause uncertainties over going concern, and they have selected the 5 major contracts which best perform. Okay, they have selected the 5 major contracts with the best performance, but again there is an add-on to that. Management പറഞ്ഞേക്കണ Exactly. നിങ്ങളല്ല കോൺട്രാക്ട് സെലക്ട് ചെയ്തേക്കുന്ന. ആരാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് സെലക്ട് ചെയ്ത് തന്നേക്കുന്ന ടെസ്റ്റ് ചെയ്യാൻ? മാനേജ്മെന്റ് ആണ്. നോക്കിക്കേ, the management of the reverse company identified major contract for review and provided Mary with forecast indicating the contract would all make a small profit. മനസ്സിലായോ? നിങ്ങളോട് സ്പെസിഫിക്കലി അവർ പറഞ്ഞു, നിങ്ങൾ 5 മേജർ കോൺട്രാക്ടെ കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ ഔട്ട് ഓഫ് 20 കോൺട്രാക്ട്. അത് വെച്ചിട്ടാണ് പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്തേക്കുന്നത്. ദാറ്റ് ടു മാനേജ്മെന്റ് ആണ് മേരിക്ക് ഏത് കോൺട്രാക്ട് ചെക്ക് ചെയ്യണം എന്നുള്ളത് 5 എണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ചെറിയ പ്രോഫിറ്റ് ഈ 5 എണ്ണത്തിൽ നിന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മേരി കൺക്ലൂഡ് ചെയ്തു എല്ലാം പ്രോഫിറ്റബിൾ കോൺട്രാക്ട് ആണ്, അതുകൊണ്ട് കമ്പനി ഗോയിങ് കൺസേൺ ആണെന്ന്. സോ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ആരാണ്? മാനേജ്മെന്റ് ആണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് റിലയബിൾ. Procedures performed by the auditor is not reliable because auditor is not selecting the sample. ആരാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്? മാനേജ്മെന്റ് ആണ്. ദാറ്റ് ഒരു കോൺട്രാക്ടിന്റെ സാമ്പിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? അല്ല. കമ്പനിയുടെ ഗോയിങ് കൺസേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വൽ കോൺട്രാക്ട് ആണ് ചെക്ക് ചെയ്യേണ്ടത്. So they haven't done any of the procedures properly in relation to the going concern, and in addition to that the evaluation is also done by a non-competent person. Therefore the going concern evaluation is not properly performed at all. ഇത്രയാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾ മെയിൻ ആയിട്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ മക്കളെ? Yes sir. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു ആൻസർ ചെയ്യാൻ നിക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ആൻസർ ചെയ്യാനായിട്ടുണ്ടോ? ISA ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് നിങ്ങൾ പറഞ്ഞു. ഏതാ ഫോളോ? അവര് കറക്റ്റ് ആയിട്ട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഏത് മെയിൻലി അവർ സാമ്പിളിങ്ങോ കാര്യങ്ങളോ ഒന്നും ചൂസ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ പറഞ്ഞു. പിന്നെ ടൈം പ്രഷറിനെ കുറിച്ച് അവർ മോർ പറഞ്ഞിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡയറക്ട്ലി എന്ത് പറയാം? ഓഡിറ്റ് ടൈം പ്രഷർ ആയിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. കാരണം എന്താണ്? ബോബ് ഒന്നും ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ടൈം ഓഡിറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായില്ല. ഇനി
വേറെ എന്തൊക്കെ ഇഷ്യൂസ്? ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ പോയിന്റ് നമ്മൾ മീറ്റ് ചെയ്തതാണ്. അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണ് വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നത്? അല്ല. ഓഡിറ്റ് പ്ലാൻ പ്രകാരമാണ് ഓഡിറ്റ് പെർഫോം ചെയ്തേക്കുന്നത്? അതിനെക്കുറിച്ച് സ്പെസിഫിക്കലി ഒന്നും പറഞ്ഞിട്ടില്ല. ഓഡിറ്റ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ? അതാണ് നമ്മൾ ഇനി ആൻസർ ചെയ്യാനുള്ളത്. പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ മക്കളെ? ഇതേ നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്ന എന്താ? ടോട്ടൽ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്ന മൊത്തം ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിന്റെ ടൈം തന്നിട്ടുണ്ടോ? ഇവിടെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിന്റെ ടൈം തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. സോ വാട്ട് ഇസ് ഇറ്റ്? എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിന്റെ ടൈം തന്നിട്ടില്ല എന്നുള്ളതിന് അർത്ഥം എന്താണ്? It means that they haven't performed the engagement quality control review. And engagement quality control review ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? There can be chances that adequate amount of മിസ്റ്റേക്സ് എന്തൊക്കെയാണോ കണ്ടുപിടിക്കേണ്ടത് അവരത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഇഷ്യൂസ് എന്ന് പറയാം. ഇനി ഇവിടെ നിങ്ങൾ റെക്കമെൻഡേഷൻ കൊടുക്കണം അല്ലേ? നിങ്ങളോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് കൊടുക്കണം? എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത്? എന്തൊക്കെ റെക്കമെൻഡേഷൻസ് കൊടുക്കേണ്ടത്? ഗോയിങ് കൺസേൺ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള പേഴ്സൺ ചെയ്യണം. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ? Appropriate staff work should be allocated at the appropriate level of staff. വർക്ക് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിന് അലോക്കേറ്റ് ചെയ്യണം എന്ന് പറയാം. ഓക്കെ, പിന്നെ എൻഗേജ്മെന്റ് പാർട്ണറിനെ റിമൂവ് ചെയ്യണം ഓഡിറ്റ്. എൻഗേജ്മെന്റ് പാർട്ണറിനെ റിമൂവ് ചെയ്യണം ഓഡിറ്ററിൽ നിന്ന്. ഓക്കെ, പിന്നെ more time should be spent since this is a listed audit client. ഓക്കെ, ഫൈൻ. പിന്നെ മറ്റേ അവർ ആ ഒരു എൻഗേജ്മെന്റ് ചെയ്യുന്നുണ്ടല്ലോ, വേറെ ഏതായിരുന്നു? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അതോ? A special investigation should not be accepted. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ? Or we could use a separate team for doing the special investigation rather than using the same team for the audit. ഓക്കെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്യാൻ വേറെ ടീം യൂസ് ചെയ്യാൻ പറയാം. ഓക്കെ, ഫൈൻ. പിന്നെ വേറെ എന്തൊക്കെയാ? ഇത്രേ ഉള്ളോ? Anything else? Obtain sufficient and appropriate audit evidence. Obtain sufficient appropriate audit evidence. Okay, പിന്നെ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ പെർഫോമൻസ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ പറയാൻ പറ്റുമോ? This is small correction. മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? നോർമലി നമ്മളോട് ചോദിക്കാറ് എപ്പോഴും പ്രീ ഇഷ്യൂൻസ് റിവ്യൂവിന്റെ കാര്യമാണ്. ഇവിടെ നിങ്ങളോട് സ്പെസിഫിക്കലി ചോദിച്ചേക്കുന്നത് എന്താണ്? പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂവിന്റെ കാര്യമാണ്. ശരിയല്ലേ? ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കാനായിട്ടുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഓഡിറ്റ് ചെയ്തു, ക്ലയന്റിന് നിങ്ങൾ എന്ത് കൊടുത്തു? ഓഡിറ്റ് റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞു. ശരിയല്ലേ മക്കളെ? പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഓൾറെഡി ഓഡിറ്റ് കഴിഞ്ഞു. ഓഡിറ്റ് കഴിഞ്ഞ് ഒരാൾ റിവ്യൂ ചെയ്യാനുള്ളത് റിവ്യൂ ചെയ്യാണ്ട് അവരെന്ത് ചെയ്തു? ക്ലയന്റിന് ഓഡിറ്റ് റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞു. സംഭവിക്കാനുള്ളതെല്ലാം ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ അവിടെ ഈ വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, സെപ്പറേറ്റ് പേഴ്സൺസിനെ വെച്ചിട്ട് ചെയ്യിക്കണം. അതുപോലെ തന്നെ ഈ വർക്കിന്റെ അകത്ത് ഇപ്പൊ എന്താ പറയാ, അഡീഷണൽ എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്യണം. അതൊന്നും ഇനി പോസിബിൾ അല്ല. ഇനി ഇവിടെ നിങ്ങൾ പറയേണ്ട റെക്കമെൻഡേഷൻ എന്താ? ഇത് നിങ്ങളെ ഫേമിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട റെക്കമെൻഡേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്താ? നിങ്ങൾ പറഞ്ഞ കുറെ പോയിന്റ്സിന് മാർക്ക് കിട്ടും. അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, അറിയാതെ പറഞ്ഞാലും കുറെ പോയിന്റ്സ് കറക്റ്റ് ആണ്, കോമൺ ആണ്. എന്താ? നിങ്ങൾക്ക് പറയാം, വർക്ക് പ്രോപ്പർലി സഫീഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഇനി തൊട്ട് പെർഫോം ചെയ്യിക്കാൻ പാടുള്ളൂ എന്ന് പറയാം. ഇനി ബോബ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് പാർട്ട്നേഴ്സ് അഡീഷണൽ അവേഴ്സ് ഓഡിറ്റിന് മേലെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം പറയാം. സിഗ്നിഫിക്കന്റ് ജഡ്ജ്മെന്റൽ ഏരിയാസ് ഓഡിറ്റ് ജൂനിയേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയാം. ഓഡിറ്റ് ജൂനിയേഴ്സിന് ആർക്കൊക്കെയാണ് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് നോളജ് ഇല്ലാത്ത അവർക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാം. അതേപോലെ തന്നെ എൻഗേജ്മെന്റ് പാർട്ണറിനെ ഇനി അങ്ങോട്ട് ഈ എൻഗേജ്മെന്റ് ഇൻവോൾവ് ചെയ്യിക്കാൻ പാടില്ല, ഈ എൻഗേജ്മെന്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യിക്കണം എന്ന് പറയാം. അതേപോലെ തന്നെ ഈ സെപ്പറേറ്റ് ടീമിനെ യൂസ് ചെയ്തിട്ട് ഓഡിറ്റ് ചെയ്യിക്കണം എന്ന് പറയാം. ഓൾറെഡി ഈ എൻഗേജ്മെന്റ്, അതായത് ഈ ഏതായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പുതിയ ആളെ ഏൽപ്പിക്കാൻ പറയാം. ഇതൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ട റെക്കമെൻഡേഷൻ. മനസ്സിലായോ? അപ്പം ഇവിടെ വന്ന ഒരേ ഒരു വേർഡ് ഡിഫറൻസ് ആണ്. പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ആണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ആണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെ കുറിച്ചിട്ട് വേണം പറയാൻ? നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് വേണം പറയാൻ. റയർ ആയിട്ടാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ചോദിക്കാറ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളോട് ചോദിക്കാറ് ജസ്റ്റ് റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ്.
അതാണ് ചോദിക്കുന്നതെങ്കിൽ നോർമലി ആൻസർ ചെയ്യുന്ന പോലെ തന്നെ പറഞ്ഞാൽ മതി. പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ചോദിക്കുമ്പോൾ മാത്രം ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയാം. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയി മക്കളെ എല്ലാവർക്കും? Okay, fine. ഇനി നോക്കിക്കേ, let's move on to the next question. Evaluate the matters which should be considered before Welfraud and Company accept the audit of Broadway Group. നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ബ്രോഡ്വേ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ എൻഗേജ്മെന്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നാണ്. സോ ലിറ്ററലി പറഞ്ഞാൽ ഇത് എന്താണ്? ഈസ് നത്തിങ് ബട്ട് ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. ഒരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ സിനാരിയോ. You have been asked to consider the acceptance of the potential new client, Broadway Group. Welfraud Company has recently been approached by an audit committee of the group to become its audit provider. The parent company of the group, Broadway Company, is a listed company, and the group has a load of 14 subsidiaries, 10 of which are foreign subsidiaries. The group is food processor. Each of the foreign subsidiaries provide a particular ingredient used in the group's main processing plant, which is based in the country. The subsidiaries produce raw ingredients including corn, wheat, vegetables, and nuts. If Welfraud and Company decides to accept the appointment, it will provide audit for the group consolidated financial statements and for the individual financial statements of some of the subsidiaries. The group audit committee has suggested that to keep the audit fee as low as possible, Welfraud could audit the companies based in the country, but the foreign subsidiaries would be audited by local firms. These foreign subsidiaries contribute 60% to group's total assets. The group has recently become involved in the business in Farland, a remote country which produces tropical fruit. Business is not incorporated as a company, and in local regulations in Farland only require financial statements to be prepared on or audit to be performed for companies. From the internet research group, you have obtained the following information. Local protesters. One subsidiary, Palm Company, has been accused of environmental damage due to its operational impacting the rainforest and causing harm to wildlife. There has been some protests by concerned citizens in the country where Palm Company is located. Digital recording of these protests have been spread worldwide on social media. The group has recently expanded its operation in certain country by acquiring large area of land on which to grow wheat. To receive government approval for the acquisition, significant incentive payment was made to the government minister. This has been reported widely in the media. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം ചെയ്ത എല്ലാവരും എന്തൊക്കെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്ന മാറ്റേഴ്സ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്? സോ വെൽ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് മാറ്റേഴ്സിന്റെ ഏരിയ. എന്തായാലും മക്കളെ മാറ്റേഴ്സ് ടു ബി കൺസിഡറിന്റെ ഏരിയയൊക്കെ നമ്മൾ പഠിച്ചിരുന്നത്. വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്? എന്തൊക്കെ മാറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? നോർമൽ കോഴ്സിൽ പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റിസോഴ്സസ്, റിസ്ക്, ഫീസ്, professional competence, reputation of the client, preconditions for the audit, professional clearance, independence and objectivity, management integrity, money laundering. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ തന്നെ പറ, ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും ഈ ഒരു സിനാരിയോയിൽ നമ്മളെ അഫക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ? ഇപ്പൊ നമ്മൾ വായിച്ചതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായത്? റിസോഴ്സസിന് റെലവൻസ് ഉണ്ടോ? യെസ് ഉണ്ട്. ഓക്കെ. റിസ്കിനെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? യെസ്. ഫീസിനെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? യെസ്. പ്രൊഫഷണൽ കോമ്പറ്റൻസ്? യെസ്. റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ്? യെസ്. യെസ്. പ്രീകണ്ടീഷൻസ് ഫോർ ആൻ ഓഡിറ്റ് ജനറൽ ആണ്. പ്രൊഫഷണൽ ക്ലിയറൻസ് ജനറൽ ആണ്. ഇൻഡിപെൻഡൻസ് ആൻഡ് ഒബ്ജക്ടിവിറ്റി? യെസ്. മാനേജ്മെന്റ് ഇന്റഗ്രിറ്റി? യെസ്. മണി ലോണ്ടറിംഗ്? നോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിത് വേറൊരു അപ്രോച്ചിൽ തന്നെ കാണിക്കുന്നതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് ഓരോന്നുമായിട്ട് മാച്ച് ചെയ്യാം ക്വസ്റ്റ്യൻ. സോ റിസോഴ്സസ്. സോ വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദി പോയിന്റ് റിസോഴ്സസ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ? എന്തൊക്കെയാണ് നിങ്ങൾ റിസോഴ്സസിനെ കുറിച്ച് കൺസിഡർ ചെയ്യേണ്ടത്? They audit for the individual
And the group, so we should have enough people, skills and expertise. Exactly. Well, we have got almost around 14 subsidiaries and 10 are foreign subsidiary. We are responsible for the audit of parent as well as the some of the subsidiaries that are available locally. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവണം? We must have a sufficiently experienced audit team with adequate number of staff and expertise. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? On time complete ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ we need to consider whether there are adequate amount of resources available. അവർ റിസോഴ്സ് അവൈലബിലിറ്റിനെ കുറിച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ഫൈൻ. പിന്നെ അബൌട്ട് ദ റിസ്കിനെ കുറിച്ച് കൺസിഡർ ചെയ്യാനായിട്ടുണ്ടോ ഇവിടെ? റിസ്ക് ഓഫ് ദി എൻഗേജ്മെന്റ് ഹൈ ആണോ ലോ ആണോ ഇവിടെ? ഹൈ ആണ്. ഓക്കെ, റിസ്ക് ഓഫ് ദി എൻഗേജ്മെന്റ് ഹൈ ആണ്. കാരണം എന്താ? ബിക്കോസ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഓഡിറ്റ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓഡിറ്റിന് നിങ്ങളാണ് റെസ്പോൺസിബിൾ. ഇവർക്ക് മൊത്തം എത്ര സബ്സിഡറീസ് ആണുള്ളത്? 14 subsidiaries ഇവർക്കുണ്ട്. ഇൻ ടോട്ടൽ 14 subsidiaries ഇവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസോളിഡേഷൻ സമയത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ ഒരുപാടുണ്ട്. സോ നിങ്ങൾക്ക് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് നോളജ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിറ്റക്ഷൻ റിസ്കിനുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് ഓഫ് ദി എൻഗേജ്മെന്റ് കൺസിഡർ ചെയ്യണം. എന്നിട്ട് എന്താ പറയേണ്ടത്? റിസ്ക് അക്സെപ്റ്റബിൾ ആണോ നോക്കണം. അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ കോമ്പണന്റ് ഓഡിറ്റേഴ്സിന്റെ വർക്കിൽ എന്തെങ്കിലും സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് തന്നെ പറയാം. സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് തന്നെ പറയാം കേട്ടോ. ഓക്കേ സർ. ഇനി ഫീസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഫീസിനെ കുറിച്ച് ലോ ഓഡിറ്റ് ഫീസ്. ഓക്കെ, അവർ നമ്മളോട് എന്ത് പറഞ്ഞു? നമ്മളോട് പറഞ്ഞു ലോ ഓഡിറ്റ് ഫീസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ത്രെട്ടിന്റെ കാര്യം പറയണ്ട, ലോ ഓഡിറ്റ് ഫീയുടെ കാര്യം പറയാം. നിങ്ങൾ എന്ത് പറയേണ്ടത്? ഫീസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? Whether the fees is reasonable in order to cover the expenses that is going to be incurred in the course of audit. അപ്പോൾ എക്സ്പെൻസസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഓഫ് ഫീ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം? വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. ആൻഡ് എക്സ്പെൻസസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എത്രയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആരൊക്കെയാണ് ഇൻവോൾവ് ആവുന്നത്, എത്ര എമൗണ്ട് ഓഫ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, ഏർജൻസി ഓഫ് ദി വർക്ക്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഓഡിറ്റ് ഫീസ് കൺസിഡർ ചെയ്യാൻ. അത് അക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കണം എന്ന് പറയാം. പ്രൊഫഷണൽ കോമ്പിറ്റൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രൊഫഷണൽ കോമ്പിറ്റൻസിനെ കുറിച്ച്? Yes, then what do you need to talk about the professional competence? ഇവർക്ക് എന്താണ് പറഞ്ഞു മക്കളെ, എല്ലാവരും പറഞ്ഞേ. ഗ്രൂപ്പ് ഓഡിറ്റ് വരുമ്പോൾ ബാക്കി ഫോറിൻ സബ്സിഡറീസിന്റെ ലോക്കൽ അക്കൗണ്ടിംഗ് ഫേംസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ ഗ്രൂപ്പ് ഓഡിറ്റ് വരുമ്പോൾ? അവരുടെ ഇതിന് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതെ നമ്മൾ എന്താ പറയേണ്ടത്? നമുക്ക് ഫോറിൻ സബ്സിഡറീസ് ഉണ്ട്. 10 ഓഫ് ദി സബ്സിഡറീസ് ആണ് എന്താണ്? ഫോറിൻ സബ്സിഡറീസ് ആണ്. അത് നമ്മളോട് പറഞ്ഞു ഈ ഫോറിൻ സബ്സിഡറീസിനൊക്കെ എന്തുണ്ടാവും? അവരുടേതായ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിന്റെ ബേസിസിലായിരിക്കും അവരുടെ ഫിനാൻഷ്യൽസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അവരോട് പറഞ്ഞു കമ്പനിക്ക് ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ട്, ഫർലൻഡിൽ ഒരു ബിസിനസ് ഉണ്ട്, അവിടെയും ലോക്കൽ ലെജിസ്ലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഈ ലോക്കൽ റെഗുലേഷൻസിനെ കുറിച്ചുള്ള നോളജ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ ഏരിയയിൽ വന്നേക്കുന്ന കൺവേർഷൻസ് പ്രോപ്പർ ആയിട്ടാണ് നടന്നേക്കുന്നത്, ആഡിക്കേറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ക്ലോഷേഴ്സും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രോസസിംഗ് പ്ലാന്റ് ആണ് ഇവരുടെ ബിസിനസ് എന്ന് പറയാം. അപ്പം ഇവർക്ക് ഈ ഫുഡ് പ്രോസസർ ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്പെസിഫിക് ഇൻഡസ്ട്രി അല്ലേ? ഈ ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള നോളജ് ഓഡിറ്റർ കൊണ്ടുവന്ന് ഓഡിറ്റർ കൺസിഡർ ചെയ്യണം. ഉണ്ടെങ്കിൽ മാത്രമേ ഓഡിറ്റർ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇനി ഈ റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ് മാനേജ്മെന്റ് ഇന്റഗ്രിറ്റിയും കൂടെ കമ്പൈൻ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. Okay, so what do you need to talk about the reputation of client and management integrity? Is there any related points here? Environmental damage. Yeah, the first thing is that the company have made a lot of environment damages. And ഈ കമ്പനി എൻവയോൺമെന്റ് ഡാമേജസ് ഉണ്ടാക്കിയേക്കുന്നതിന് ആർക്കാണ് പെനാൽറ്റീസ് ആൻഡ് ഫൈൻ വന്നേക്കുന്നത്? കമ്പനിക്കാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞു കമ്പനിക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് എന്തായിട്ടുണ്ട്? വേൾഡ് വൈഡ് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് നമ്മുടെ അടുത്ത് ക്ലിയർ ആയിട്ട് അവരെടുത്ത് പറഞ്ഞു. പിന്നെ അവർ നമ്മളോട് വേറെ എന്തെങ്കിലും സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലേ. അവർ നമ്മളോട് പറഞ്ഞു കമ്പനി എന്ത് ചെയ്തു? കമ്പനി ഒരു ബ്രൈബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിസ്റ്റർക്ക് ബ്രൈബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മീഡിയക്ക് അത് വൈഡ് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 2 ഇഷ്യൂസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? മാനേജ്മെന്റ് ഇന്റഗ്രിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ് കൺസിഡർ ചെയ്യണം. കാരണം ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഓഡിറ്റ് ഫേമിന്റെ റെപ്യൂട്ടേഷൻ അഫക്ട് ചെയ്യുന്ന എലമെന്റ്സ് അവിടെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം എന്ന് പറയാം? ആ ഓഡിറ്റ് ഫേമിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓഡിറ്റ് ഫേമിന്റെ റെപ്യൂട്ടേഷൻ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ?
പറ്റത്തില്ല. അത് കൺസിഡർ ചെയ്യണമെന്ന് പറയാം. ഓക്കെ, ഇനി let's talk about the major point here, independence and objectivity. Independence and objectivity affect ചെയ്യുന്ന എന്തെങ്കിലും issues ഇവിടെ ഉണ്ടോ? Independence and objectivity affect ചെയ്യുന്ന എന്തെങ്കിലും issues ഇവിടെ ഉണ്ടോ? Low audit fee. നമ്മളോട് പറഞ്ഞു low audit fees ആണ് ക്ലയന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോ ഓഡിറ്റ് ഫീസ് ആണ് ക്ലയന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ത്രെട്ടാണ് എപ്പോഴും വരിക ബേസിക്കലി. എന്തൊക്കെയാണ്? ഒന്ന് ലോ ബോളിംഗ്. ലോ ബോളിംഗ് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണ് നമ്മൾ പറയുന്നത്? ലോ ബോളിംഗ് ഉണ്ടാവാനുള്ള റീസൺ ഓഡിറ്റർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഓഡിറ്റ് ഫീസ് ക്വാളിറ്റി ഓഫ് റെഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് നമ്മൾ പറയാ? Sufficient appropriate audit evidence obtain ചെയ്യത്തില്ല. So there can be chances that the auditor might not be performing audit in a sufficient manner. ഇനി അതുപോലെ തന്നെ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന വേറെ റിസ്ക് എന്താ? എപ്പോഴും നമ്മൾ ഓഡിറ്റ് ഫീസ് ലോ ആണെങ്കിൽ പറയാറുള്ളത് the possibility of having the intimidation threat അല്ലേ? നമുക്ക് എന്താ പറയാം? ഇന്റിമിഡേഷൻ ത്രെട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്താണ്? എഗെയിൻ ഓഡിറ്റ് ഫീസ് സഫീഷ്യന്റ് ആയിട്ട് കിട്ടത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓഡിറ്റർ എന്ത് ചെയ്യും? ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് റെഡ്യൂസ് ചെയ്യും. ദാറ്റ് വിൽ ഓൾസോ ലീഡ് ടു ഇന്റിമിഡേഷൻ ത്രെട്ട് ആസ് വെൽ. അതായിരിക്കും നമ്മളിവിടെ പറയുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സേഫ് ഗാർഡ് ആയിട്ട് അതിന്റെ കൂടുതൽ പറയേണ്ടതാണ്, ഓഡിറ്റർ എങ്ങനെയാണെങ്കിൽ മാത്രമേ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സഫീഷ്യന്റ് ആയിട്ടുള്ള ഫീസ് കിട്ടിയാൽ മാത്രമേ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് കൺസിഡർ റിജക്ടിങ് ദ എൻഗേജ്മെന്റ് എന്നുള്ള പറയാം. മനസ്സിലായോ? ഓക്കെ, വേറെ എന്താ മക്കളെ ഇവിടെ ഇഷ്യൂ? ഇവിടെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഈ എല്ലാ മെയിൻ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോയിന്റ്സും പറഞ്ഞു. വെൽ ഇറ്റ്സ് ജസ്റ്റ് 10 മാർക്ക് പോയിന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും പോയിന്റ് പറയാനുണ്ടെങ്കിൽ ആ പോയിന്റ് പറയാം. വേറെ ഏതാ ഉള്ളത്? നിങ്ങളോട് ഇവിടെ എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ഗ്രൂപ്പ് ഓഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും സ്പെസിഫിക് കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ടുണ്ടോ? Well, I have taught you about the same, but you might never have used it in any scenario. ഓർമ്മയുണ്ടോ? Well, you are being appointed here as a group auditor, and it is properly mentioned that there is a component auditor, and especially not just a component auditor, you've got 10 component auditors, and now you're going to audit the work of the component auditor. Have you ever studied about these factors to be considered before being accepted as a group auditor? പഠിച്ചോർമ്മയുണ്ടോ? നമ്മളൊരു ഗ്രൂപ്പ് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ആവുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി കൺസിഡർ ചെയ്യേണ്ടത്? നമുക്ക് സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് കിട്ടുമോ? കൺസോൾട്ടേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ദി കോമ്പണന്റിനെ കുറിച്ചിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അത് കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ വേറെന്താ പറഞ്ഞിട്ടുണ്ട്? എന്തായിരുന്നു? ഏരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ വർക്കിന്റെ അകത്ത് നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഓഡിറ്റ് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പഠിച്ചിട്ടുള്ളല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ അതും പറയാം. ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായോ പ്രോപ്പർലി? ഓക്കെ, അപ്പൊ മെയിൻലി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ് ഓഫ് ബ്രോഡ്വേ ഗ്രൂപ്പ്. ക്ലിയർ ആയോ പ്രോപ്പർലി? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഓരോരോ പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇവിടെയും വേറെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിംഗ് ഒന്നുമില്ല. ജസ്റ്റ് ഐഡന്റിഫൈ ദ പോയിന്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇൻ യുവർ ഓൺ വേർഡ്സ് ആൻഡ് സ്റ്റേറ്റ് വൈ യു ആർ കൺസിഡറിംഗ് ദിസ് ഫാക്ടേഴ്സ്. അപ്പൊ അതെപ്പോഴും എഴുതിക്കണേ. അതായത് എന്താണ് ഫാക്ടേഴ്സ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, വൈ ആർ യു കൺസിഡറിംഗ് ദാറ്റ് ഫാക്ടേഴ്സ് അത് നിങ്ങൾ പറയണം. ഓക്കെ, പെർഫെക്റ്റ്. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, ഈ ക്വാളിറ്റി കൺട്രോൾ ക്വസ്റ്റ്യന്റെ ഇമ്പാക്ട് എന്തായിരിക്കും വരിക? ഇമ്പാക്ട് എന്ന് വെച്ചാൽ എന്താ? ലൈക്ക് ഈ ഓഡിറ്റ് റിസ്കിൽ നമ്മൾ പറയും ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെൻസസ് എന്ന് പറയുന്ന പോലെ ഈ ക്വസ്റ്റ്യനിൽ ക്വാളിറ്റി റെഡ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമേ ഇമ്പാക്ട്. ക്വാളിറ്റി കൺട്രോൾ നമ്മളോട് ചോദിക്കുന്നത് ഈ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് എടുക്കാത്ത കാരണം കൊണ്ട് ഓവറോൾ ഇമ്പാക്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഓവറോൾ ഇമ്പാക്ട് അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അതായത് ഹൗ ഇറ്റ് അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് ദി എൻഗേജ്മെന്റ് അത് മാത്രം പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് എ മൊമെന്റ്.
Okay. Yeah. So next question. Comment on the completion matters to be considered in relation to issues described and recommend the further actions necessary before the audit report can be signed. അപ്പോൾ നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? എന്തൊക്കെയാണ് matters to be considered ചോദിച്ചിട്ടുണ്ട്. Matters to be considered. Recommend further action need to be performed by the auditor നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. Evaluate the implication of the auditor's report if no adjustments are made. അതായത് ഇപ്പം അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് എന്താണ് നിങ്ങളുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ വരുന്ന ഇമ്പാക്ട് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ നിങ്ങളോട് ചോദിക്കാറ് സെപ്പറേറ്റ് സെറ്റ് ആയിട്ടല്ല മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഫർദർ ആക്ഷൻ ചോദിച്ചേക്കുന്നത്. നിങ്ങളോട് കമ്പൈൻഡ് ആയിട്ടാണ് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഫർദർ ആക്ഷൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിനാരിയോ രണ്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാറ്റേഴ്സ് ടു ബി കൺസിഡറിന്റെ പാർട്ട് ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, രണ്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫർദർ ആക്ഷൻസ് രണ്ട് സിനാരിയോകളും കൂടെ കമ്പൈൻഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും മതി. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സിനാരിയോക്ക് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കാം. It is 1st July 2015. You are the manager responsible for the audit of M company, a listed company, and you are in process of completing audit of financial statements for the year ended 31st March 2015. The audit report is due to be signed in the next week. The company's principal operating activity is the publishing of trade and scientific journals. The draft financial statements recognize revenue of 108 million, the profit before tax of 9.3 million, and total asset of 150 million. You are in the process of reviewing the audit working papers and you have identified the following potential issues. Sale of division. M company is advanced stage of negotiations to sell its scientific publishing division to a competitor. The division contributed revenue of 13 million, profit before tax of 1.4 million to the year of 31st March 2015. Draft statement asset which due to be finalized by the 1st August 2015 showed an agreed sales price after cost of disposal, which means a NRV of 42 million. Then the division is separate cash generating unit of M company. None of the assets of the division are held under a revaluation policy. Depreciation is charged on straight line basis over the determined useful life of the asset. The finance director of M company has not made any disclosures with respect to upcoming sale in the financial statements for the year ended 31st March 2015. As he considers it to be part of the next year's accounting transaction. However, the division has written down the carrying value of 45 million to an estimated value in use. Value in use of 41 million in the financial statements for the year ended 31st March 2015. ഇതാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ട്രീറ്റ്മെന്റ്. വെൽ, ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നോട്ട് ജസ്റ്റ് അബൌട്ട് ദ കേസ് നമ്പർ 1. വെൻ വി കൺസിഡർ ബോത്ത് ദ കേസ് നമ്പർ 2 ആൻഡ് ദ കേസ് നമ്പർ 1, രണ്ടും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്നത്. സോ വെൽ, വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഹിയർ? നിങ്ങൾ തന്നെ പറ, ഏതാ ഇവിടുത്തെ സ്റ്റാൻഡേർഡ്? ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, മാറ്റേഴ്സിന്റെ ഏരിയ പറയുന്ന സമയത്ത് ആദ്യമേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? ഇതൊക്കെയായിരുന്നു. പിന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാ. പിന്നെ എന്തായിരുന്നു? വാട്ട് വെന്റ് റോങ്. ഓക്കെ, വാട്ട് വെന്റ് റോങ് ആൻഡ് ഇമ്പാക്ട് അല്ലെ? വാട്ട് വെന്റ് റോങ് ആൻഡ് ഇമ്പാക്ട്. ഇവിടെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തിനൊക്കെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ലിറ്ററലി പറഞ്ഞ ഇമ്പാക്ട് എവിടെയൊക്കെ വരും? റവന്യൂന്ന് വരും, P&L പ്രോഫിറ്റിന്റെ വരും, അതുപോലെ തന്നെ എന്ത് പറയാം, കോസ്റ്റ് ഓഫ് ഡിസ്പോസലിന്റെയും വരാം അല്ലെ? അതായത് ക്യാരിങ് വാല്യൂന്റെയും വരാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 13 മില്യന്റെയും 1.4 മില്യന്റെയും ഈ 41 മില്യന്റെയും അല്ലെങ്കിൽ 41 മില്യൺ എടുക്കണം, 41 മില്യൺ മൂന്നിന്റെ എന്ത് ചെയ്യാം? 41 അല്ല 42 എടുത്താൽ മതി. 42 മില്യന്റെയും മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി എന്ത് ചെയ്താൽ മതി? 42 മില്യൺ മാത്രമാണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മെറ്റീരിയാലിറ്റി ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുക. മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ ആണ് നോക്കുക. എന്നിട്ട് what is the accounting treatment as per IFRS 5? IFRS 5 പ്രകാരമുള്ള അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്താ? പറഞ്ഞേ, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ പക്ക എഴുതണം അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, എസ്പെഷ്യലി ഇൻ ദ ക്വസ്റ്റൻസ് ഓഫ് മാറ്റേഴ്സ് ബി കൺസിഡർഡ്. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഡാം ഇമ്പോർട്ടന്റ്. സോ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എഴുതണം. പറ, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആയിട്ട് എന്താ എഴുതേണ്ടത്? As per IFRS 5 as a helpful sale നമ്മൾ എന്താ ചെയ്യേണ്ടത്?
പ്രോഫിറ്റ്സ് സിംഗിൾ ലൈൻ ഐറ്റം ആയിട്ട് ഷോ ക്രൈറ്റീരിയ പറയണ്ടേ, ക്രൈറ്റീരിയ പറയണ്ടേ, എന്നിട്ട് വേണ്ട ക്രൈറ്റീരിയ മാച്ച് ചെയ്യാൻ. നമ്മൾ എപ്പോഴും ഒരു അസറ്റിനെ അസറ്റ് ഹെൽപ്പ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? മാനേജ്മെന്റ് സെയിൽ ചെയ്യാനായിട്ട് കമ്മിറ്റഡ് ആയിരിക്കണം. പിന്നെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അസറ്റ് ഇമ്മീഡിയറ്റ് അവൈലബിൾ ഫോർ സെയിൽ ആയിരിക്കണം. പിന്നെ ബയറിനെ അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. വിതിൻ 12 months സെയിൽ നടക്കുന്നുണ്ടാവണം. ആക്റ്റീവ്ലി മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവണം. ഫൈനലി നമ്മൾ പറയുന്നത് എന്താണ്? അതുപോലെ തന്നെ ഈ ഒരു പോസിബിലിറ്റി വിഡ്രോ ചെയ്യാനും പാടില്ല. ഇവിടെ ഈ ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താണ്? അവർ ഓൾറെഡി സെയിൽ ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമറിനെ കണ്ടുപിടിച്ച് അവരുമായിട്ട് നെഗോസിയേഷൻസ് നടത്തിയിട്ടുണ്ട്. അവരുമായിട്ട് സെല് ചെയ്യാൻ പറ്റുന്ന വാല്യൂനെ കുറിച്ച് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. സോ ഓൾ ദീസ് ക്രൈറ്റീരിയാസ് മേറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഫർദർ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസറ്റ് ഹെൽപ്പ് ഫോർ സെയിലിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്? കറന്റ് അസറ്റ്. അസറ്റ് ഹെൽപ്പ് ഫോർ സെയിലിനെ കറന്റ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് കറന്റ് അസറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? Fair value plus lower of carrying value or NRV. Okay, lower of carrying value or NRV. Okay, അപ്പോൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRV, അതായത് നമ്മൾ അവിടെ എന്താ ചെയ്യുക? യൂഷ്വലി ഒരു ഇംപേയ്മെന്റ് ആണ് റെക്കഗ്നൈസ് ചെയ്യുക, ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ അവരെ എത്രയാ വാല്യൂ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്? 41 million ആണ് ഇവരവിടെ വാല്യൂ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്. ഫെയർ വാല്യൂ ഓർ കോസ്റ്റ്, സോറി, വാല്യൂ ഇൻ യൂസ്, വിച്ച് എവർ ഈസ് ഹയർ അല്ലേ നമ്മൾ യൂഷ്വലി എടുക്കുക. ഓക്കെ, ഇവിടെ എത്രയാണ് ഹയർ? 41 million ആണ് വാല്യൂ ഇൻ യൂസ്. നമ്മുടെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ എത്രയാണ്? 42 million. അപ്പൊ നമ്മൾ എത്ര മില്യൺ ആണ് എടുക്കേണ്ടത്? 42 million ആണ് എടുക്കുന്നത്. ഇവരെത്ര എടുത്തേക്കുന്നത്? 41 million. സോ എത്രയാണ് ഡിഫറൻസ് വന്നേക്കുന്നത്? ഇറ്റ്സ് എ ഡിഫറൻസ് 1 million. 1 million എന്ന് പറയുന്നത് ഡിഫറൻസ് എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആയിരിക്കും. അതായത് ഇംപേയ്മെന്റ് അല്ല, അണ്ടർസ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആയിരിക്കും. കാരണം ഇംപേയ്മെന്റ് നമ്മൾ എടുക്കുന്നത് എടുക്കുന്നത് ഹയർ ഓഫ് വാല്യൂ ഇൻ യൂസ് ഓഫ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ ആണ് അല്ലേ? അപ്പോൾ ഇവരെടുത്തേക്കുന്ന അണ്ടർസ്റ്റേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതാണ് നമ്മൾ പറയുന്ന റിസ്ക് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക? We must provide adequate disclosures in relation to the assets, especially in relation to the sale of assets. Especially എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഇവർ adequate amount of disclosures കൊടുത്തിട്ടുണ്ടാവില്ല. മനസ്സിലായോ? ഓക്കെ, ഇനി ഇത്രയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും പറയാം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവും പറയാം. പക്ഷെ നമ്മൾ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ജഡ്ജ്മെന്റ്സ് യൂസ് ചെയ്യണ്ട കേട്ടോ. അതായത് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല എന്ന് പറയാം, അതുപോലത്തെ ജഡ്ജ്മെന്റ്സ് യൂസ് ചെയ്യണ്ട. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങളോട് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഫർദർ ആക്ഷൻ റെക്കമെൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ അടുത്ത് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? അവർ ആ വാല്യൂ റെഡ്യൂസ് ചെയ്തേക്കുന്ന കാര്യമാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? അതിന്റെ ആ ഒരു ഇമ്പാക്ട് മാത്രം മെൻഷൻ ചെയ്താൽ മതി. മനസ്സിലായോ? ഡിപ്രീസിയേഷന്റെ കാര്യം അതിനകത്ത് പറഞ്ഞിട്ടില്ലേ? കാര്യം പറഞ്ഞിട്ടുണ്ടായോ? ഡിപ്രീസിയേഷൻ ചാർജ് ഓൺ സ്ട്രേറ്റ് ലൈൻ ബേസിസ് ഓവർ ദി ഡിറ്റർമിനഡ് യൂസ്ഫുൾ ലൈഫ്. ഓക്കെ. അല്ല, അവർ അതിനുശേഷം അതിനെ റീക്ലാസിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ലേ? പറഞ്ഞിട്ടില്ല അല്ലേ? റീക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഡിപ്രീസിയേഷന്റെ കാര്യം പറയാം കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. അതുപോലെ തന്നെ ഇപ്പോ 1 million അല്ലേ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ? അതെ. അപ്പൊ അതിന്റെ മെറ്റീരിയാലിറ്റി അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ രണ്ടിന്റെയും മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ആദ്യം നമ്മൾ പറഞ്ഞ എന്തിനായിരുന്നു? അസറ്റ് ഹെൽപ്പ് ഫോർ സെയിലിന്റെ ആണ് അല്ലേ? അപ്പം ഈ അസറ്റ് ഹെൽപ്പ് ഫോർ സെയിലിനെ നമ്മൾ നോൺ കറന്റ് അസറ്റിനെ കറന്റ് അസറ്റ് ആക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ലേ? അപ്പം ഓട്ടോമാറ്റിക്കലി ആ ടോട്ടൽ എമൗണ്ട് മിസ്റ്റേറ്റഡ് ആവൂലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ എമൗണ്ടിന് മെറ്റീരിയാലിറ്റി പറയാം. രണ്ടാമത് നമ്മൾ പറയുന്ന ഒരു സ്പെസിഫിക് മിസ്റ്റേറ്റ്മെന്റ് ആണ് അവരെടുത്തേക്കുന്ന വാല്യൂ തെറ്റിയില്ല. അപ്പൊ അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. ഓക്കെ, പിന്നെ ഈ റവന്യൂന്റെയും പ്രോഫിറ്റ് ബിഫോർ ടാക്സിന്റെയും മെറ്റീരിയാലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റവന്യൂന്റെയും പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് ഇപ്പൊ 13 million 1.4 million ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അതെ. അതുകൊണ്ട് എന്താ യൂസ്? അത് നമ്മൾ എന്തിനാ ബേസിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊരു പർട്ടിക്കുലർ കമ്പനിയുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വെഞ്ചർ തന്നെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് സെപ്പറേറ്റ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ആണെന്ന്. അപ്പം ഈ ഡിസ്പോസൽ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ എന്ത് അഫക്റ്റഡ് ആവും? ഇവരുടെ റവന്യൂ അഫക്റ്റഡ് ആവും, അതുപോലെ തന്നെ പ്രോഫിറ്റ് അഫക്റ്റഡ് ആവും. അത് കാരണം കൊണ്ടാണ് അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം വരുന്നുണ്ടെന്ന് അറിയാൻ നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ അപ്പം ഈ ഡിസ്പോസ് ചെയ്യാനുള്ള അസറ്റിന്റെ ഗ്രൂപ്പിന്റെ പ്രോഫിറ്റും സെയിൽസും ഒക്കെ സെപ്പറേറ്റ് ലൈൻ ഐറ്റം ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞൂടെ? പറയാം. അത് നമ്മൾ പറഞ്ഞു. നമുക്ക് ആ ലെങ്തി സെറ്റ് ഓഫ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മൊത്തം പറയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളും പറയാം. മനസ്സിലായോ? ഓക്കെ സർ. ഇനി നെക്സ്റ്റ്
first time adoption of IFRS 16 leases. M companies operates from leased premises and additionally hold leases for printing equipment for journals. These leases are material to the financial statements. The company has adopted IFRS 16 for the first time this year and has adjusted the opening balances and equity without restating comparatives as permitted by IFRS 16. There is, however, no reference in the financial statements to changes in policies or reasons for making changes to the accounting policies. The adjustment have been checked by the audit team and deemed appropriate. Okay. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? For IAS 8, there's a change in accounting policy. Okay. ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ ആദ്യമായിട്ട് ഞാൻ ഡയറക്റ്റ്ലി ഒന്ന് ചോദിച്ചോട്ടെ. ഇവിടെ നിങ്ങൾ IFRS 16 കുറിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇല്ല. IFRS 16ഉം നിങ്ങളുടെ ഇവിടെ പറഞ്ഞേക്കുന്ന സിനാരിയും തമ്മിൽ ബന്ധമൊന്നുമില്ല, ലിറ്ററലി പറഞ്ഞാൽ. കാരണം എന്താ? നിങ്ങളോട് പറഞ്ഞു IFRS 16 പ്രകാരം നിങ്ങൾക്ക് ഇപ്പൊ IFRS 16 ട്രീറ്റ്മെന്റ് അറിയില്ല എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വറീഡ് ആവാനുണ്ടോ? ഇല്ല. കാരണം IFRS 16 പ്രകാരം ഇവരെന്ത് ചെയ്തു? ഓപ്പണിംഗ് ബാലൻസും ഇക്വിറ്റിയും അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഇവരെന്ത് ചെയ്തില്ല? എന്തൊക്കെയാണോ ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കേണ്ടത്, അതായത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിയുടെ ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണോ ആ ഡിസ്ക്ലോഷേഴ്സ് ഇവർ കൊടുത്തിട്ടില്ല. എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഇവർ IFRS 16 അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല. കാരണം അത് ഓൾറെഡി ഓഡിറ്റ് ടീം റിവ്യൂ ചെയ്തു, അത് അപ്രോപ്രിയേറ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇപ്പൊ എന്തിനെ കുറിച്ചാ? ഇവിടെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് പറയാനാണ്. അൺറിസോൾവ്ഡ് കാര്യം എന്ന് പറയുന്നത് ഏതാ? IAS 8 ആണ്. ശരിയല്ലേ? അതായത് ഇവരെന്ത് ചെയ്തിട്ടില്ല? അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ക്ലോഷേഴ്സ് ഇൻ റിലേഷൻ ടു ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെയുള്ള പ്രശ്നം. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? എന്താ പറയാൻ പറ്റുക? സോ ലിറ്ററലി ഞാൻ വീണ്ടും പറയാണ്, ഇറ്റ് ഈസ് നോട്ട് എ ട്രീറ്റ്മെന്റ് ഓഫ് IFRS 16. ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? IAS 8 കുറിച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ പറഞ്ഞേ, IAS 8 അക്കൗണ്ടിംഗ് പോളിസീസ് പ്രകാരം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ബേസിക്കലി ഏത് സ്റ്റാൻഡേർഡ് ആണ് ചേഞ്ച് ചെയ്തെന്നുള്ള കാര്യം പറയാ, എന്താണ് റീസൺസ് ഫോർ ദി ചേഞ്ച് എന്നുള്ളത് പറയാ, നേച്ചർ ഓഫ് ദി ചേഞ്ച് കറണ്ട് ഇയറിലെയും പ്രയർ ഇയറിനെയും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം പറയണം, എത്ര എമൗണ്ട് ആണ് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറയാ. ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ പറയേണ്ടത്. ശരിയല്ലേ? ഓക്കെ. ആൻഡ് ഇവിടെ ഉണ്ടാക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ത് തന്നെയായിരിക്കും? ദേ ഹാവ് പ്രൊവൈഡഡ് adequate amount of disclosures in relation to any of the changes. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്ക്ലോഷേഴ്സ് എന്താണ്? മെറ്റീരിയലി മിസ്സ്റ്റേറ്റഡ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് there is nothing more than that. അത്രേ ഉള്ളൂ ഇവിടെയുള്ള ട്രീറ്റ്മെന്റ്. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് എന്താണ്? ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് ഇത് കാരണം കൊണ്ട് വന്നേക്കുന്ന ഇമ്പാക്ട് എന്താണെന്നാണ് നിങ്ങളോട് നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് വന്നേക്കുന്ന ഇമ്പാക്ട് ഒന്ന് പറഞ്ഞേ. ഈ അഡ്ജസ്റ്റ്മെന്റ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലെ വരുന്ന, സോറി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അല്ല കേട്ടോ, കാരണം വിട്ടുപോയി നമ്മൾ. എന്തായിരുന്നു? ഫർദർ ആക്ഷൻ പറഞ്ഞില്ലല്ലോ. ഫർദർ ആക്ഷൻസ് നമ്മൾ എന്തൊക്കെ ഇവിടെ എടുക്കേണ്ടത്? ഫർദർ ആക്ഷൻ നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ യൂഷ്വലി പറയാറ്? ആദ്യമേ മാനേജ്മെന്റുമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പറയാറ്? ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കഷൻ മാനേജ്മെന്റ് പറയണം. രണ്ടാമതായിട്ട് പറയേണ്ടത് എന്താണ്? ഗവേണൻസ്. അവര് കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്പാക്ട് റിപ്പോർട്ട് എന്താന്ന് അവരോട് പറയണം. പിന്നെ എന്ത് ചെയ്യാ? റിട്ടേൺ റെപ്രസെന്റേഷൻ. പിന്നെന്താ ചെയ്യേണ്ടത്? ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പറയാ അല്ലേ? ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? The auditor should discuss the matter with the management and the auditor should request the management to make adjustment entries in the area of asset held for sale, as well as the auditor should also request them to provide disclosures in relation to both the asset held for sale as well as the changes in accounting policies. And if the management is unwilling to correct the misstatement, the auditor should communicate the same to those charged with governance and the impact. And if those charged with governance is unwilling to correct, then the impact that they will create over the auditor's report should be communicated. Again, if they are unwilling, then the auditor should obtain written representation from those charged with governance and management, confirming their intention to continue without amending the financial statements. And if the matters are still unresolved, the auditor should also reflect it in the auditor's report. Clear ആയ എല്ലാവർക്കും? മനസ്സിലായോ മക്കളെ? Yes sir. Yeah. ചോദിച്ചോ. നമ്മളിവിടെ അവര് പറഞ്ഞില്ല അപ്കമിങ് സെയിൽസ് ആന്ന് പറയുന്നില്ലേ, അപ്പൊ അത് IAS 10 ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് പറയണോ? വേണ്ട. അപ്കമിങ് സെയിൽ ആണെന്നുണ്ടെങ്കിലും, അതായത് ഇറ്റ്സ് ആൻ അപ്കമിങ് സെയിൽ,
But if the sale is going to be taken place within a period of 1 year, നമ്മൾ അതിനെ എന്തായിട്ടായിരിക്കണം കാണിക്കുന്നുണ്ടാവുക? We will treat it as an asset held for sale. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ആ നോൺ കറന്റ് അസറ്റിനെ എന്തായിട്ട് മാറ്റണം? കറന്റ് അസറ്റ് ആയിട്ട് മാറ്റണം. അതുകൊണ്ട് ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ മക്കൾ, ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞേക്കുന്ന സെയിം ഫർദർ ആക്ഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഫർദർ ആക്ഷൻ എന്താണെന്ന് വായിച്ചു നോക്കി. എന്താണ് പറഞ്ഞേക്കുന്നത്? Auditor should request the management adjust the financial statements to recognize discontinued operation and separate disclosure for asset held for sale in accordance with IFRS 5. Then, in addition, client should request this client should be requested to amend the carrying value of the asset at the recoverable value of 42 million in IFRS 5 requirement. നമ്മൾ മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. If the management refuses to adjust, auditor should communicate the mistakes to those charged with governance. If should repeat the request and inform them of modification to be made in the auditor's report if adjustments are not made. If the management still refuses to amend the financial statements, auditor should request written representation from management confirming their intention to continue without financial statements and they are aware of potential repercussions. നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം കാര്യം തന്നെയല്ലേ? യാതൊരു വ്യത്യാസമില്ലല്ലോ. ഫസ്റ്റ് എന്താണ്? മാനേജ്മെന്റ് അടുത്തുള്ള റിക്വസ്റ്റ് അവർ കറക്റ്റ് ചെയ്യാൻ വില്ലിങ്, മാനേജ്മെന്റ് റിഫ്യൂസ് ആയത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആരെടുത്തായിരുന്നു? ദോസ് ചാർജ് വിത്ത് ഗവർണൻസിന്റെ അടുത്തുള്ള റിക്വസ്റ്റ് അവർ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയുക. അവർ വീണ്ടും വില്ലിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കുക. പഠിച്ച എക്സാക്ട്ലി സെയിം അല്ലേ ആൻസർ? അല്ലേ? ഒന്ന് പറഞ്ഞു മക്കളെ അല്ലേ? ഇതൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. ഓക്കെ ഫൈൻ, എക്സാക്ട്ലി സെയിം ആൻസർ തന്നെയാണ്. ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇവാലുവേറ്റ് ദി ഇംപ്ലിക്കേഷൻ ഓഫ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടാണ്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടില്ലാത്ത ഇത് കാരണം കൊണ്ടുണ്ടായിരിക്കുന്ന ഇംപ്ലിക്കേഷൻ. സോ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് പറഞ്ഞാൽ മതി. കാരണം നിങ്ങൾക്ക് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. സാധാരണ നമുക്ക് ആൻസർ മറ്റേ സെപ്പറേറ്റ്ലി എഴുതുമ്പോഴായിരുന്നു എ ബി എന്ന് പറഞ്ഞു തരും. ഇപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. കമ്പൈൻഡ് ആയിട്ട് 1 and 2 എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫർദർ ആക്ഷൻ കമ്പൈൻഡ് ആയിട്ട് എഴുതിയത്. അത് മനസ്സിലായോ എല്ലാവർക്കും മക്കളെ? നേരത്തെ നമ്മൾ ഫർദർ ആക്ഷൻ എപ്പോഴാണ് സെപ്പറേറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ഇത് ഒരു പോയിന്റ് ആയിട്ട് തരും, ഇത് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് തരും. അപ്പോഴാണ് ഫസ്റ്റ് എ പോയിന്റിന്റെ ഫർദർ ആക്ഷൻ നിങ്ങൾ എഴുതും, എന്നിട്ട് ബി എഴുതിയിട്ട് അതിന്റെ ഫർദർ ആക്ഷൻ എഴുതും, ഓരോന്നിന്റെ റിപ്പോർട്ടിന് മേലുള്ള ഇമ്പാക്ട് എഴുതുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്വസ്റ്റൻ ആയിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. ഇത് നിങ്ങൾക്ക് ഒരു സിംഗിൾ സിനാരിയോ ആയിട്ടാണ് തന്നേക്കുന്നത്. കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് എഴുതിയത്. മനസ്സിലായോ? യെസ് സർ. സർ ഈ ഇംപ്ലിക്കേഷൻ നമ്മൾ കമ്പൈൻ ആയിട്ട് എഴുതിയപ്പോഴാ? ഇംപ്ലിക്കേഷൻ കമ്പൈൻ ആയിട്ട് എഴുതി ഈ കേസ് തന്നെ. നമുക്ക് ഇത് രണ്ട് സെപ്പറേറ്റ് സിനാരിയോ ആയിട്ട് തന്നിട്ടില്ല. അല്ല, പോയിന്റ്സ് ആയിട്ട് തന്നാലോ അതോ എ ബി സി എന്ന് പറഞ്ഞിട്ട് തന്നാലാണോ? എ ബി സി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് തന്നല്ല, അല്ലെ 1, 2 എന്ന് പറഞ്ഞിട്ട് വേറെ പോയിന്റ് ആയിട്ട് തരുന്ന സമയത്ത്. മനസ്സിലായോ? അപ്പോഴാണ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഇതിപ്പോ കമ്പൈൻഡ് ആയിട്ട് തന്നേക്കുന്നതുകൊണ്ടാണ് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ഇംപ്ലിക്കേഷൻ എഴുതുന്നത്. അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്തിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഇവാലുവേറ്റ് ദി ഇംപ്ലിക്കേഷൻ ഫോർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇഫ് നോ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ്. രണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇമ്പാക്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് പറയണം? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതേണ്ടത്? ഇമ്പാക്ട് ഓർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യം എന്താ എഴുതേണ്ടത്? മെറ്റീരിയാലിറ്റി പറയാ. രണ്ടാമതായിട്ട് എന്താ പറയേണ്ടത്? പെർവേസീവ്നെസ് പറയാ. പിന്നെന്താ പറയാ? ഒപ്പീനിയൻ പറയണം. പിന്നെന്താ പറയണം? ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. സോ മെറ്റീരിയാലിറ്റി ഇവിടെ നമുക്ക് 1 million ആണ് നമ്മുടെ ഫസ്റ്റ് മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആ 1 million എന്ന് പറയുന്ന എമൗണ്ട് മെറ്റീരിയൽ ആണോ? ആണോ? നോക്കിയായിരുന്നോ? മെറ്റീരിയൽ ആണ്. ഇനി ഈ IFRS 8 IAS 8 ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡിസ്ക്ലോഷേഴ്സ് അത് മെറ്റീരിയൽ ആണോ? അതെ, മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ ആണെന്നുള്ള കാര്യം പറയാം. പെർവേസീവ്നെസ് ഈ 1 million എന്ന് പറയുന്നത് പെർവേസീവ് ആണോ? അല്ല, ഡെഫിനറ്റ്ലി അല്ല. കാരണം അത് എന്തുകൊണ്ടാണ് പെർവേസീവ് അല്ലാത്തത്? പക്ഷെ ഇതൊരു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഡിസ്ക്ലോഷർ ആണോ? നമുക്കറിയാം അക്കൗണ്ടിങ് പോളിസീസ് ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഡിസ്ക്ലോഷർ ആണ്. കാരണം അക്കൗണ്ടിങ് പോളിസീസ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ യൂസേഴ്സിന് മനസ്സിലാകത്തുള്ളൂ അവരെങ്ങനെയാണ് ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ ദാറ്റ്സ് എ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഡിസ്ക്ലോഷർ. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താ? ഒരു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഡിസ്ക്ലോഷറിന്റെ ഒമിഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മെറ്റീരിയലും ആണ്, അറ്റ് ദ സെയിം ടൈം എന്തുമാണ്? പെർവേസീവും ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക? അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണ് കൊടുക്കുക. ആൻഡ് ബേസിസ് ഓഫ് ഒപ്പീനിയൻ അകത്ത് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് ദ ഓഡിറ്റർ ഷുഡ് ഓൾസോ പ്രൊവൈഡ് ബേസിസ് ഓഫ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ പ്രൊവൈഡിങ് ദ റീസൺസ് ഓഫ് ഗിവിംഗ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ? ക്ലിയർ ആണോ മക്കളെ? ഇത്രയും കാര്യം
ഇതിനകത്ത് കംപ്ലീഷൻ സ്റ്റേജിലാന്ന് പറഞ്ഞിട്ടില്ലേ? സോ നമ്മള് അല്ല ഈ ഓഡിറ്റ് കംപ്ലീഷൻ സ്റ്റേജിലാന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മള് ഇതിന്റെ കൂട്ടത്തില് വല്ല ഫർദർ പ്രൊസീഡിങ്സ് വേണമെങ്കിൽ അതും കൂടി എഴുതണോ? വേണ്ട, ഫർദർ പ്രൊസീജിയേഴ്സ് എഴുതണ്ട ഇവിടെ, വേണ്ട കേട്ടോ. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ അടുത്ത് ഈ ഉള്ള മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ കൺഫേം ചെയ്താണ് ഈ മിസ്റ്റേക്ക് ആണെന്ന്. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ, ഇൻ റിലേഷൻ ടു ദി ഇഷ്യൂസ് ആണ്. ഇവിടെ ഓൾറെഡി ഇഷ്യൂസ് അവർ ഡിസ്ക്രൈബ് ചെയ്തു തന്നു നമുക്ക്. ഈ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളോട് എന്തൊക്കെ ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്ന് ഫർദർ ആക്ഷൻസ് ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ഫർദർ പ്രൊസീജിയേഴ്സിന്റെ കാര്യം പറയണ്ട കേട്ടോ. ഓക്കെ, അവരത് മിസ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നമ്മൾ പഠിച്ച സെയിം പാറ്റേണിൽ തന്നെ അല്ലേ മക്കളെ വന്നേക്കുന്നത് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഫർദർ ആക്ഷൻ? യെസ് സർ. ഓൾറൈറ്റ്, അപ്പൊ ഇങ്ങനെയായിരിക്കും മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഫർദർ ആക്ഷന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഓക്കെ സർ, അതുപോലെ സർ ഈ 42 മില്യൺ ഇല്ലേ IFRS 5ന്റെ മിസ്റ്റേക്ക്, അതൊരു പെർവസീവ് മിസ്റ്റേക്ക് അല്ലേ? അത് നമ്മളിപ്പം നമ്മൾ പറഞ്ഞ 42 മില്യന്റെ മിസ്റ്റേക്ക് അല്ല, നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, നമ്മൾ എംഫസൈസ് ചെയ്ത് 1 മില്യന്റെ ബേസിസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നോട്ട് പെർവേസീവ് ആണെന്ന് കേട്ടോ. നമുക്ക് ഈ 42 മില്യനും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് അതിപ്പോ നിങ്ങൾ ഏത് പറയാണ്, ഇവരത് നോൺ കറന്റ് അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, കറന്റ് ആയിട്ട് തന്നെ കാണിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, ആ കേസിൽ അത് എന്തായിരിക്കും, പെർവേസീവ് ആയിരിക്കും. പെർവേസീവ് ആണോ നോക്കുക കേട്ടോ. ഓക്കെ, എല്ലാ ഏരിയയിലും അഫക്ട് ചെയ്യണില്ലേ ഇപ്പൊ? അതെ, ക്രൈറ്റീരിയയുടെ ബേസിസിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? Okay. Yes. All right. Let's move on to the next question now. So, next question is the very last question. നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് അടുത്ത 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. But it's a very simple question which is based on 5 mark case. മാർക്ക് എപ്പോഴും നോക്കിയിട്ട് വേണം എഴുതാൻ. 5 മാർക്കിന്റെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. So there is no much answers to be provided over here. നിങ്ങളോട് ഫസ്റ്റ് നോക്കിയേക്കുന്ന നോക്കിയേ, describe the audit procedures in relation to the other information presented in audited financial statements. Comment on matters arising from the extract on statement statement. Assuming no changes are made to the statement statement, evaluate the implication for the completion of audit and the auditor's report. ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളോട് ആദ്യം എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അതർ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളോട് ഫസ്റ്റ് വൺ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് റിക്വയർമെന്റ്. അപ്പൊ 2.5 മാർക്സ് നിങ്ങൾക്ക് എവിടെ കിട്ടും, എന്തൊക്കെയാണ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ വിത്ത് അതർ ഇൻഫർമേഷൻ കിട്ടും. അടുത്ത് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ, എന്തൊക്കെയാണ് ചെയർമാൻ സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞേക്കുന്നത് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് സെക്കൻഡ് റിക്വയർമെന്റ്. അപ്പൊ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് 2 റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞു മക്കളെ, എന്തൊക്കെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ് ഇൻ റിലേഷൻ ടു അതർ ഇൻഫർമേഷൻ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു അതർ ഇൻഫർമേഷൻ എന്തായിരുന്നു? To ensure that the information presented is consistent with the. അപ്പൊ ജസ്റ്റ് ആദ്യം എന്ത് പറയാ, എന്താണ് അതർ ഇൻഫർമേഷൻ എന്ന് പറയാം. എന്തായിരുന്നു അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, these are the financial and non-financial information which are held in the company's annual report. And നമ്മൾ പറഞ്ഞു ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, it is to check the consistency between the information that have been included within the other information and the information that are included within the financial statements of the entity. Okay. And in case of any misstatement within annual report of, within other information of financial statements, auditor എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്തുള്ള എറർ കാരണം കൊണ്ടാണോ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കുന്നത്, അതോ അതർ ഇൻഫർമേഷൻ്റെ അകത്തുള്ള എറർ കാരണം കൊണ്ടാണോ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ഇതാണ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു അതർ ഇൻഫർമേഷൻ എന്ന് പറയുക. ഇതിന് പുറമെ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അതർ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്ന ഡീറ്റെയിൽസിനോട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, നിങ്ങളോട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലെ കമന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്ന എന്താ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്തുള്ള ഇൻഫർമേഷൻ ആണ്. ഇവിടെ തന്നേക്കുന്നോ അതർ ഇൻഫർമേഷനകത്തുള്ള ഇൻഫർമേഷൻ ആണ്. ശരിയല്ലേ? ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള ഇൻഫർമേഷൻ, ഇത് അതർ ഇൻഫർമേഷനകത്തുള്ള ഇൻഫർമേഷൻ. ഇത് രണ്ടും കൂടെ തമ്മിലാണ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് വൺ തിങ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്തുള്ള ഫ്ലക്ച്വേഷൻസ് നോക്കി വെക്കുക. നോക്കിയേ, നിങ്ങളോട് ഇവിടെ എന്തൊക്കെ പറഞ്ഞേക്കുന്നത്, ടു ഹെൽപ്പ് യു വിത്ത് ദ റിവ്യൂ ഓഫ് ഇൻഫർമേഷൻ you have been following analysis of results for the year. എന്നിട്ട് നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ അസറ്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സയന്റിഫിക് പബ്ലിഷിംഗ് ഡിവിഷന്റെ റവന്യൂ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതർ ഡിവിഷൻസിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ഈ സയന്റിഫിക് പബ്ലിഷിംഗ് ഡിവിഷനെ കുറിച്ചാണ് നമ്മൾ എവിടെ കണ്ടുകൊണ്ടിരുന്നത്? നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കമ്പനിയുടെ ഡിസ്പോസൽ നടക്കുന്നതിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണത്. ഓക്കെ, ഇനി അപ്പൊ ഇത് തമ്മിലുള്ള ഫ്ലക്ച്വേഷൻസ് നിങ്ങൾ നോക്കുക. അതായത് കറണ്ട് ഇയറും പ്രയർ ഇയറും ആയിട്ട് വന്നേക്കുന്ന ഇൻക്രീസ് നോക്കുക. അത് ഡിവിഷൻസിൽ നിന്നുള്ള ടോട്ടൽ അസറ്റിന്റെ എമൗണ്ടിൽ വന്നേക്കുന്ന ഇൻക്രീസ് നോക്കണം. എന്താ നോക്കിയേ? The companies, sorry, as part of the review, you have also been presented with that extract of the last 12 month statement with the annual report alongside the financial statements for the year. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് താഴെ. നേരത്തെ ക്വസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽസിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെയാണ് നിങ്ങളോട് ഇവിടെ തന്നേക്കുന്ന അതർ ഇൻഫർമേഷനും ഇതും കൂടെ തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. The company results for the year are extremely positive. Our revenue, our year-end revenue growth is 5.9%, and growth is even stronger by 13.4%. All revenue streams have been performed well, especially the scientific publishing division. We are looking forward to exciting and sustained growth levels again next year. As you can see our auditors report, the auditors agree that our results are strongly and sound basis for taking the company to even greater places in the next year. We have made significant progress with our social and environmental aim of reducing our carbon footprint, encouraging reuse and recycling across our divisions. We are proud to announce that we have now moved to all printed products to recycled paper. Details തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു നോട്ട് തന്നിട്ടുണ്ട്. Supervisor states that at least 3 of the publications of my own company cells are not prepared on recycled paper. ഇത്രയും തന്നു. ഇനി നിങ്ങൾ ഇതും കൂടെയാണ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ ഇവിടെ പ്രശ്നങ്ങളുള്ളത്? റവന്യൂ ഗ്രോത്ത് എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് നോക്കിയോ? 102 ഇന്ന് 108 ആയി. എത്ര പെർസെന്റേജ് ഗ്രോത്ത് ഉണ്ടെന്ന് നോക്കിയോ? 13.4% തന്നെയുണ്ട് അല്ലേ? ഓക്കെ, ഇനി സോറി 5.9% ആണ് പെർസെന്റേജ് ഗ്രോത്ത് ഇൻ റവന്യൂ. എന്നിട്ട് അവർ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ സെയിം ഗ്രോത്ത് തന്നെ അപ്കമിങ് ഇയേഴ്സിലും എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യാൻ യു എക്സ്പെക്ട് ദ സെയിം ഗ്രോത്ത് ഫ്രം ദ അപ്കമിങ് ഇയേഴ്സ്? പറ്റുമോ? കാരണം എന്താ? സയന്റിഫിക് പബ്ലിഷിംഗ് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്, ശരിയല്ലേ? ദീസ് ആർ പാർട്ട് ഓഫ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്കമിങ് ഇയേഴ്സിൽ നിങ്ങൾക്ക് സെയിം എമൗണ്ട് ഓഫ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി അവരതുപോലെ തന്നെ വേറെ നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞേക്കുന്നത്? സയന്റിഫിക് പബ്ലിഷിംഗ് ഡിവിഷനിൽ നിന്ന് അവർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സൈറ്റിംഗ് ആയിട്ടുള്ള സസ്റ്റൈനിങ് ഗ്രോത്ത് നെക്സ്റ്റ് ഇയേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പക്ക മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ? കാരണം സ്പെസിഫിക്കലി ആ ഇതിനെ നിങ്ങൾ ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഓൾറെഡി സംസാരിച്ചേക്കുന്നതാണ്. These are also assets which are held under held for sale category, so you won't be able to treat it as part of the coming year's growth. So അത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ് അവിടെ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് പറയാം. പിന്നെ വേറെ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? Audit agreeing our results are strong, but we never give that kind of opinion. Okay, so what's the issue there? എന്താ അവിടെ ഒരു ഇഷ്യൂ എന്താ? ആക്ച്വലി എനിക്ക് ഫുൾ ക്ലിയർ ആയില്ല. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ കാര്യമായിരുന്നു ഇപ്പൊ പറഞ്ഞത്. So they told that audit agree that our results are strong and sound basis. Exactly. But we never give an opinion like that. We just give a reasonable assurance. Yeah. True. ഇവരവിടെ പറഞ്ഞ എന്താ നിങ്ങളോട്? They are stating that we have provided an opinion that their results are strong as well as they are having a sound basis for having a good development in the upcoming years. Well, we never used to provide any assurance like that. Auditor കൊടുക്കുന്ന അഷുറൻസിനെ കുറിച്ചാണോ ഇവിടെ അവർ പറഞ്ഞേക്കുന്നത്? അല്ല. In addition to which നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന ഒപ്പീനിയൻ എന്താ as of now? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? We are going to give a negative result because they are not correcting the mistakes in the financial statements. അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ചും പറഞ്ഞു നമ്മൾ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മേലെ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. And they are stating that auditor is happy with their results. അങ്ങനെയാണോ? അല്ല. Again they are providing a misleading fact. മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, ഇനി വേറെന്താ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വേറെന്താ പറയാനായിട്ടുള്ളത്? റീസൈക്ലിംഗ് ഓഫ് പേപ്പേഴ്സ്. അവരതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? റീസൈക്ലിംഗ് ഓഫ് പേപ്പേഴ്സ് വഴിയാണ് അവർ ഫുൾ പ്രിന്റഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. Is there any contradicting fact? Yes. എന്താണ് അവിടെ പറയുന്നുണ്ട്? ഓഡിറ്റ് സൂപ്പർവൈസർ ഫീൽഡ് വർക്കിന്റെ സമയത്ത് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? അവര് പേപ്പർ അല്ല യൂസ് ചെയ്യുന്നത്. അവര് പറഞ്ഞേക്കുന്നത് എന്താ?
അവരുടെ ടോട്ടൽ പബ്ലിക്കേഷൻസും റീസൈക്കിൾ പേപ്പർ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ? അല്ല, അത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ്. ക്ലിയർ ആയോ? സോ അപ്പൊ ഇത്രയും മിസ്ലീഡിംഗ് ഫാക്ട് ആണ് ഇവിടെ ഉള്ളത്. ക്ലിയർ ആയോ മക്കളെ എല്ലാവർക്കും? Is it clear? Yes, sir. Okay, fine. ആൻഡ് ഇത്രയും എഴുതിയാൽ മതി നിങ്ങൾ. കാരണം എന്താണ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഡ്യൂട്ടീസ് ഓഫ് ദി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓഡിറ്റർ എന്ന് പറയുന്നതിനാണ് 2.5 മാർക്ക് വരിക. റെസ്റ്റ് 2.5 മാർക്സ് മാത്രമാണ് എന്തിനു വരിക? ചെയർമാൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് വരിക. ആൻഡ് യു വിൽ ബി ഏബിൾ ടു സ്കോർ ദാറ്റ് ആസ് വെൽ. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും പ്രോപ്പർലി? ഫൈൻ. അടുത്ത സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ പോലെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണത്. എന്താണ് നമ്മളിവിടെ പഠിച്ചത്? Assuming no changes are made to the chairman statement, evaluate the implication for the completion of audit and the auditor's report. അവിടെ നമ്മൾ ആക്ച്വലി അതിനെ കുറിച്ച് എന്താ പഠിച്ചിട്ടുള്ളത്? With management, those charged with governance, audit committee. If any of them are not filling, നമുക്കൊന്നുകൂടി ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് എന്താ? ആദ്യം മിസ്റ്റേക്സ് എന്തൊക്കെയാണോ ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? കളക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമേ ആരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? മാനേജ്മെന്റിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ ആദ്യം എന്താ നോക്കുന്നത്? മിസ്റ്റേക്സ് അതർ ഇൻഫർമേഷനകത്താണോ എന്ന് കൺഫേം ചെയ്യണം. എന്നിട്ട് മാനേജ്മെന്റിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർ കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് പറയാം. അവർ കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവർണൻസിന്റെ അടുത്ത് എന്ത് ചെയ്യണം? റിട്ടേൺ റെപ്രസെന്റേഷൻ നമ്മൾ വാങ്ങിക്കണം അഗെയിൻ. എന്നിട്ട് ഇംപ്ലിക്കേഷൻ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ കാണിക്കണം എന്ന് പറയാം. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് നിങ്ങൾ എവിടെ കാണിക്കേണ്ടത്? ഒപ്പീനിയന്റെ അകത്താണോ? other information paragraph. Other information കാണിക്കേണ്ടത്? Other information. You must include it within the other information. Other information paragraphന്റെ അത് കാണിക്കുന്നത്. Other information paragraphന്റെ അകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്? ഒന്ന്, ഓഡിറ്റിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല അതർ ഇൻഫർമേഷൻ എന്നുള്ള കാര്യം പറയാം. പിന്നെ എന്താ പറയേണ്ടത്? നിങ്ങൾ എന്താ പറയേണ്ടത്? അതർ ഇൻഫർമേഷന്റെ അകത്ത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അത് അവരെന്ത് ചെയ്യുന്നില്ല? കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആവുന്നില്ല എന്ന് ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? Yes, sir. Again, it's a 5 mark question. ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. ആൻഡ് ഇത്രയാണ് നമ്മുടെ ഈ സെപ്റ്റംബർ ഓർ ഡിസംബർ 2020 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തുള്ള കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പ്രോപ്പർലി മനസ്സിലായോ? ചോദിച്ചോ. അത് ഇൻഫർമേഷൻ ബേസിസ് ഓഫ് ഒപ്പീനിയന്റെ ഡിലേ എഴുതണം എന്ന് പറയണ്ടേ? നമ്മള് അതെപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ നേരത്തെ ലാസ്റ്റ് പറഞ്ഞാൽ മതി. അതായത് നമ്മൾ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ഒപ്പീനിയൻ പറയുമ്പോൾ ബേസിസ് ഓഫ് ഒപ്പീനിയൻ അല്ലേ പറയാറ്? അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഫോളോയിങ് ദ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വേറെ എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? വേറെ എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഉണ്ടോ മക്കളെ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ എല്ലാവർക്കും? സാർ ഫർദർ പ്രൊസീജിയേഴ്സ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്തായിരുന്നു? ഫർദർ പ്രൊസീജിയേഴ്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് നിങ്ങളോട് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പം ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചത് അവർ ഓൾറെഡി അത് മിസ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ മിസ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനും അത് കാരണം കൊണ്ടുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചുമാണ് നിങ്ങളോട് ചോദിച്ചത്. സോ സിൻസ് ഇറ്റ്സ് ഓൾറെഡി ബീങ് ഫിഗർഡ് ഔട്ട് ആസ് എ മിസ്റ്റേറ്റ്മെന്റ്, അവിടെ നമ്മൾ ഇനി പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പ്രൊസീജിയേഴ്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇനി ജസ്റ്റ് ഐ വിൽ ഡു വൺ തിങ്, മാർക്കിംഗ് സ്കീമും കൂടെ ഒന്ന് ക്വിക്ലി പറഞ്ഞു പോവാം. സോ വെൽ ടോക്കിംഗ് അബൌട്ട് ദ മാർക്കിംഗ് സ്കീം, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് മാർക്കിംഗ് സ്കീം. നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെ, യാതൊരു ഡിഫറൻസും ഇല്ല. നോക്കിക്കേ, നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മാർക്കിംഗ് സ്കീം എങ്ങനെയാ വരിക? മാക്സിമം അപ് ടു 3 മാർക്സ് ആണ് പെർ റിസ്കിന് വരിക. പക്ഷെ നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും മക്കൾ അസ്യൂം ചെയ്യുക? എത്ര മാർക്ക് വെച്ചിട്ടായിരിക്കും അസ്യൂം ചെയ്യുക? 2 മാർക്സ് ഈച്ച് എന്നുള്ള ബേസിസിലായിരിക്കും അസ്യൂം ചെയ്യുക. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഓഡിറ്റ് റിസ്കിന്റെ അകത്തുള്ള മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും എല്ലാം കാൽക്കുലേഷന് മാത്രം ഹാഫ് മാർക്ക് കിട്ടും. എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? 1 മാർക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെയായിരിക്കും കാൽക്കുലേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ മാർക്ക് കിട്ടുക. അതർ ദാൻ ദാറ്റ് ബേസിക്കലി എല്ലാ റിസ്കിനും നിങ്ങൾക്ക് 3 മാർക്സ് ആയിരിക്കും അപ് ടു കിട്ടുന്നുണ്ടാവുക. യൂഷ്വൽ ഒരു ആവറേജ് എന്നുള്ള ബേസിസ് 2 മാർക്ക് വെച്ചിട്ടായിരിക്കും റിസ്കിന് കിട്ടുന്നുണ്ടാവുക. ഇനി ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന് ഫോർ ഈച്ച് പോയിന്റ് നിങ്ങൾക്ക് 1 മാർക്ക് ഈച്ച് വെച്ചിട്ടായിരിക്കും ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന് കിട്ടുന്നുണ്ടാവുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ബേസിക്കലി എന്തൊക്കെയാണോ ഈ ഇൻഫർമേഷൻസ് അതിന്റെ എക്സ്പ്ലനേഷൻസ് അതിനൊക്കെ 1 മാർക്ക് 1.5 മാർക്സ് ആ ബേസിസിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക യൂഷ്വലി.
ഡാറ്റ അനലിറ്റിക്സ്, അങ്ങനത്തെ എല്ലാ ഏരിയസിലും നിങ്ങൾ എവിടെയൊക്കെയാണ് പോയിന്റ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടെ എല്ലാം വാലിഡ് പോയിന്റിന് 1 മാർക്ക് വീതമായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി അത് തന്നെയാണ് എല്ലായിടത്തും പറഞ്ഞേക്കുന്നത്. ഇപ്പൊ യൂഷ്വലി എക്സാമിനർ ഓരോ പ്രാവശ്യം പറയുമ്പോൾ വ്യത്യാസം വരുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് 1 മാർക്ക് വെച്ചിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഇഫ് യു ആർ മേക്കിംഗ് സം മോർ എക്സ്പ്ലനേഷൻസ് 1.5 മാർക്സ് എന്നുള്ള ബേസിസ് തന്നെയായിരിക്കും എല്ലായിടത്തും വരിക. ഇനിയിപ്പം നോക്കി, ഈ പ്രാവശ്യം എക്സാമിനർ എല്ലായിടത്തും പറഞ്ഞേക്കുന്നത് 1 മാർക്ക് ഈച്ച് എന്നുള്ള ബേസിസിലാണ്. അപ്പൊ അവർ പറഞ്ഞേക്കുന്ന 1 മാർക്ക് ഈച്ച് എവിടെയാ നോക്കിക്കേ, മെറ്റീരിയാലിറ്റിക്ക് 1 മാർക്ക്, ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന് 1 മാർക്ക്, റിസ്കിന് 1 മാർക്ക്, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള മിസ്റ്റേക്കിന് 1 മാർക്ക്, ഫർദർ ആക്ഷന്റെ പോയിന്റ്സിന് ഓരോന്നിനും 1 മാർക്ക് ഈച്ച്, റിപ്പോർട്ടിന്റെ പോയിന്റ്സിനും 1 മാർക്ക്. അപ്പം ലിറ്ററലി പറഞ്ഞാൽ നിങ്ങളൊന്നും ഓർക്കണ്ട, നമ്മൾ യൂഷ്വലി എന്താണോ ഫോമാറ്റ് പഠിച്ചാൽ സെയിം ഫോമാറ്റിന്റെ ബേസിസ് തന്നെ എഴുതുക. ഇവര് യൂഷ്വലി 2 മാർക്ക് 2 മാർക്ക് 2 മാർക്ക് എന്ന് വെച്ച് പറയുന്നതിന് പകരം 1 മാർക്ക് 1 മാർക്ക് എന്ന് പറഞ്ഞു. നമ്മുടെ ഓരോ പോയിന്റിനും 1 മാർക്ക് കിട്ടും, അത്രയുള്ള അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ബേസിക്കലി മാർക്കിംഗ് സ്കീം വരുന്നുണ്ടാവുക. സർ ഒരു ഡൗട്ട്. ചോദിച്ചോ. സർ, മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് മെറ്റീരിയാലിറ്റി കഴിഞ്ഞിട്ട് പെർവസീവ്നെസ് നോക്കില്ലേ? റിപ്പോർട്ടിന് മേലുള്ള ഇമ്പാക്ട്. അപ്പോ അസറ്റ് ആണ് മിസ്റ്റേക്ക് വന്നേക്കുന്നത്. അപ്പോ അത് റീസ്റ്റേറ്റ് ചെയ്യുമ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ അല്ലല്ലോ അഫക്ട് ചെയ്യുന്നത്. അപ്പോ അങ്ങനത്തെ സിറ്റുവേഷനിൽ പെർവസീവ്നെസ് മറ്റേ അഡീഷണൽ അക്കൗണ്ട്സിനെ അഫക്ട് ചെയ്യുന്നു. പിന്നെ മറ്റേ രീതിയിലല്ലേ ക്രൈറ്റീരിയയുടെ ബേസിസ് പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ യൂഷ്വലി എപ്പോഴും നിങ്ങൾക്ക് മിസ്സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇപ്പം അസറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളോട് അസറ്റിന്റെ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, പക്ഷെ അവിടെ ഒരു ഇമ്പയർമെന്റിന്റെ ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇമ്പയർമെന്റിന്റെ ഇഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് എന്താ, എക്സ്പെൻസ് ആണ്. അപ്പൊ വീണ്ടും ഇവിടെ തന്നെ എടുക്കാം, പ്രോഫിറ്റിന്റെ ബേസിസ് തന്നെ എടുക്കാം. മനസ്സിലായോ? ഓക്കെ, ആ ഒരു പോസിബിലിറ്റി എപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ക്ലിയർ ആണോ അപ്പൊ എല്ലാവർക്കും? ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ഈ ഒരു ബേസിസിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ജസ്റ്റ് എ മൊമെന്റ് അലീന. So what is appropriate time planning for each session attempt for question paper? So basically അലീന, വേറെ യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ള പ്ലാനിങ് തന്നെ, അതായത് 1.8 മിനിറ്റ്സ് പെർ മാർക്ക് എന്നുള്ള ബേസിസ് തന്നെ. ഇപ്പൊ യു ഗെറ്റിംഗ് എ 50 മാർക്സ് ക്വസ്റ്റ്യൻ, 50 മാർക്ക് ക്വസ്റ്റ്യന് ആദ്യത്തെ 1.5 hours എടുക്കുക. അപ്പൊ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ 50 മാർക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് 1.5 hours എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എല്ലാവരും ചിന്തിക്കുന്ന ഒരു അബദ്ധം എന്താ അറിയോ, ഈ 1.5 hours, ഫസ്റ്റ് 1.5 hours എന്ന് പറയുന്നത് 50 മാർക്കിനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യത്തില്ല. ഈ ഫസ്റ്റ് 1.5 hours എല്ലാവരും കൺസിഡർ ചെയ്യുന്ന എന്തിനാ, ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യന്റെ സമയമാണ് 1.5 hours എന്നുള്ള ബേസിസ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ടൈം പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം കയ്യിൽ നിന്ന് പോവും, നമുക്ക് ഓൺ ടൈം എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പം ആ ഒരു ഇഷ്യൂ ആർക്കും ഉണ്ടാവരുത്. അപ്പൊ എപ്പോഴും ഓർക്കുക, 1.5 hours എന്നുള്ള ടൈം ഉള്ളത് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഹോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിസ്കിന് വേണ്ടിയിട്ടല്ല. ബാക്കി 45 മിനിറ്റ്സ് വെച്ചിട്ടാണ് 2 25 മാർക്സിന്റെയും ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ആ ടൈം ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം 25ന്റെ എഴുതിയിട്ട് 50ലേക്ക് പോകുന്നത് തന്നെയായിരിക്കും. കാരണം ഡെഫിനറ്റ്ലി 50 മാർക്ക് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 25ന്റെ എഴുതി തീർത്തിട്ട് 50ലേക്ക് പോവാം. ഇനി ഈ 25ന്റെ എഴുതുമ്പോൾ 45 മിനിറ്റ്സിന് മേലെ 1 മിനിറ്റ് പോലും നിൽക്കരുത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഒന്ന് തിരിച്ചെഴുതാം, വീണ്ടും വീണ്ടും ആൻസറിന്റെ എവിടെ വേണേലും കേട്ടിട്ട്. ആ ഒരു പ്രൊവിഷൻ എപ്പോഴും മൈൻഡിൽ വെക്കുക. അതുകൊണ്ട് തന്നെ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് ആൻഡ് ഡു അക്കോർഡിംഗ്ലി. ആൻഡ് ആദ്യത്തെ 1.5 hours നിങ്ങൾ 50 മാർക്സിന് എഴുതുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓഡിറ്റ് റിസ്ക് തന്നെ എഴുതിക്കൊണ്ടിരിക്കരുത്. ഇപ്പൊ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ഓഡിറ്റ് റിസ്കിന് മാർക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. അവിടെ പോലും 50% മാർക്ക് മാത്രമേ നിങ്ങൾക്ക് ഓഡിറ്റ് റിസ്കിന് വന്നിട്ടുള്ളൂ. ബാക്കി 50% അതർ ഏരിയാസിൽ നിന്നാണ്. ഇനി ബേസിക്കലി നിങ്ങൾ നോർമൽ ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മജോറിറ്റി മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ബാക്കി ഏരിയാസിൽ നിന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് എടുക്കാൻ ആരും നിൽക്കരുത്. എല്ലാവരും എന്ത് ചെയ്യുക, ഫസ്റ്റ് 45 മിനിറ്റ്സ് മാത്രം നമ്മുടെ 50 മാർക്സിന്റെ ക്വസ്റ്റ്യനകത്ത് ഓഡിറ്റ് റിസ്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസ്കിന്റെ പാർട്ടിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ബാക്കി ടൈം എന്ത് ചെയ്യുക, അതർ പാർട്സിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഓൾറൈറ്റ്. ദെൻ എനി ഫർദർ ഡൗട്ട് ഗൈസ്? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് സെഷൻ എന്താണെന്ന് ഞാൻ ഇൻഫോം ചെയ്യാം. നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ടെക്നിക്കൽ ആർട്ടിക്കിളിന് വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന ഒരു സെഷൻ ആയിരിക്കും. അപ്പൊ അതും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ആൻഡ് അതിനുശേഷം നമുക്ക് ഇൻ ബിറ്റ്വീൻ വെച്ച് ഡൗട്ട് ക്ലിയറിംഗ് എടുക്കാം. അതിന് പുറമെ നമ്മൾ നെക്സ്റ്റ് സാറ്റർഡേ ആയിരിക്കും അടുത്ത സെഷൻ വരും, മെയിൻ സെഷൻ. അത് ഒരു റിവിഷനും കൂടിയാണ്. ആ റിവിഷൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൺഡേയിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം, ക്വസ്റ്റ്യൻ പാറ്റേൺസും എല്ലാം ക്വിക്ലി ഒരു 1 ഡേയിൽ ഒരു 1 ലൈനിൽ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. സോ ദാറ്റ് വിൽ ബി മോർ ഇഫക്റ്റീവ് ഫോർ യു, ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ ഫോമാറ്റും കാര്യങ്ങളും വീണ്ടും ഒന്നും കൂടി റീകളക്ട് ചെയ്യാൻ നോക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക.
പക്ഷേ ഇതൊരു വൺ ഓഫ് ദി മോസ്റ്റ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. സോ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ഫോർ യു. ആൻഡ് ജൂണിന്റെ ഒരു സാമ്പിൾ പേപ്പറും കൂടെ കിടപ്പുണ്ട്, പക്ഷേ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ്സ് ഇൻ ദ സിസ്റ്റം ഇറ്റ് സെൽഫ്. നിങ്ങൾ സിസ്റ്റത്തിന്റെ അകത്ത് നമ്മുടെ സ്പെസിമെൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ അകത്ത് കയറി പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. സോ ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഓൾറൈറ്റ്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തരാം. ഇറ്റ്സ് ആൻ ഓൾഡ് വീഡിയോ ആക്ച്വലി. CB എക്സാം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉള്ള വീഡിയോ ആണത്. ആൻഡ് യൂട്യൂബിലുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്ത് തരാം. ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ശ്രദ്ധിക്കാനുണ്ട്. അൺലൈക്ക് അതർ പേപ്പേഴ്സ് ഇൻ ദ സെൻസ് എനിക്ക് അതർ പേപ്പേഴ്സിനെ കുറിച്ച് ഒരുപാട് അറിയില്ല. ഇതെങ്കിലും നമ്മുടെ പേപ്പറിൻ്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഈ നമ്മുടെ ആൻസേഴ്സ് ഓരോന്നും നിങ്ങളുടെ റെസ്പോൺസ് ഏരിയ 1 കൊടുക്കണം, 2 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ബേസിക്കലി മൾട്ടിപ്പിൾ റെസ്പോൺസ് ഏരിയ ഉണ്ടാവും നിങ്ങൾക്ക്. ഒരു സിംഗിൾ വേർഡ് ഡോക്യുമെന്റ് മാത്രം ആയിരിക്കില്ല. നിങ്ങൾക്ക് റെസ്പോൺസ് 1 എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ഒരു എക്സൽ ഷീറ്റ് ആയിരിക്കും. റെസ്പോൺസ് 2 എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ വേർഡ് പ്രോസസ്സർ. അപ്പം ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റിന്റെ അകത്ത് നിങ്ങൾ റേഷ്യോ കാൽക്കുലേഷൻ ഒക്കെ സ്പ്രെഡ്ഷീറ്റിലായിരിക്കും ചെയ്യേണ്ടത്. സെക്കൻഡ് വണ്ണിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഏത് എക്സിബിറ്റിനകത്ത് ഏത് ഒരു പർട്ടിക്കുലർ റെസ്പോൺസ് ഏരിയയിലാണ് ആൻസർ കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കുക. എന്നിട്ട് മാത്രമേ ആൻസേഴ്സ് കൊടുക്കാവുള്ളൂ. കാരണം അങ്ങനെയാണെങ്കിലാണ് നമുക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും കൺസിഡർ ചെയ്യേണ്ടത്. എല്ലാവരും നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. Moreover, you must always focus in the area of the accounting treatments. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഏരിയ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഏരിയസ് കൂടുതൽ റിവൈസ് ചെയ്യുക, നല്ല പോലെ മനസ്സിലാക്കുക. ഓക്കെ, ഓൾറൈറ്റ്. So that's it, guys. Thank you so much. Bye. Good night. Thank you, sir. Thank you, Thank you. sir. Thank you, sir.